ഹായ് മക്കളെ, +2 കെമിസ്ട്രിയിൽ സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കംപ്ലീറ്റ് ടോപ്പിക്സും കുറഞ്ഞ സമയം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു വൺ ഷോട്ട് റിവിഷനുമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലോട്ട് വന്നിരിക്കുന്നത്. നാളെ ഇപ്പോൾ ഈ ചാപ്റ്ററിന് ഏത് ടൈപ്പുള്ള എക്സാം ആണെങ്കിൽ പോലും ഈ ഒരൊറ്റ വീഡിയോയിൽ കണ്ടാലും മതി ഇതിലെ മുഴുവൻ ടോപ്പിക് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ മനസ്സിലാക്കി പഠിക്കുവാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഓരോ ടോപ്പിക്കിലോട്ട് കിടക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ കാണിക്കുന്ന സ്ലൈഡുകളെല്ലാം തന്നെ, ഈ നോട്ട്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുക്കുന്നുണ്ട്, വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുക്കുന്നുണ്ട്, കമന്റ് ബോക്സിൽ ഉണ്ടായിരിക്കും. അതിനോടൊപ്പം തന്നെ വാട്സ്ആപ്പ് ചാനലിൽ ലിങ്കും കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്താൽ മുഴുവൻ നോട്ട്സ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഞാൻ കിടക്കട്ടെ. സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മിനിമം 2 കമ്പോണന്റുകൾ ഉണ്ടായിരിക്കണം. ആ 2 കമ്പോണന്റുകളുടെ ഹോമോജനസ് മിക്സ്ചറിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. എല്ലാ ഭാഗത്തും ഒരേപോലെ അലിഞ്ഞു ചേർന്നിരിക്കണം, അല്ലേ? യൂണിഫോം കോമ്പോസിഷനുള്ള ഹോമോജനസ് മിക്സ്ചറുകളെയാണ് നമ്മൾ സൊല്യൂഷനുകൾ എന്ന് പറയുന്നത്. റെഡി? ആ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മിനിമം 2 കമ്പോണന്റുകൾ ഉണ്ടായിരിക്കണം. ഒരാളെ സൊല്യൂട്ട് എന്ന് പറയുന്നു, മറ്റൊരാളെ സോൾവെന്റ് എന്ന് പറയുന്നു. സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ആ കമ്പോണന്റുകളിൽ ഏറ്റവും കുറവ് അളവുള്ളവൻ ആരാണോ അവനെയാണ് നമ്മൾ സൊല്യൂട്ട് എന്ന് പറയുന്നത്. കൂടുതൽ അളവുള്ളവൻ ആരാണോ അവനെയാണ് സോൾവെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത് ഈ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ ആണ്. എന്താണ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗിവൺ എമൗണ്ട് ഓഫ് സോൾവെന്റിലോ അല്ലെങ്കിൽ ഒരു ഗിവൺ എമൗണ്ട് ഓഫ് സൊല്യൂഷനിലോ കണ്ടെയ്ൻ ചെയ്യുന്ന സൊല്യൂട്ടിന്റെ അളവിനെയാണ് അതിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഒരു ഗിവൺ എമൗണ്ട് ഓഫ് സോൾവെന്റിലോ അല്ലെങ്കിൽ സൊല്യൂഷനിലോ കണ്ടെയ്ൻ ചെയ്യുന്ന സൊല്യൂട്ടിന്റെ അളവിനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഈ കോൺസെൻട്രേഷൻ നമുക്ക് പല രീതിക്ക് എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. ഒരു 7 ടൈപ്പ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതിലൊരു 4-5 ടൈപ്പ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതുമാണ്. നമുക്കറിയാം മാസ് പെർസെൻറ്റേജ്, വോള്യം പെർസെൻറ്റേജ്, മാസ് ബൈ വോള്യം പെർസെൻറ്റേജ്, പാർട്സ് പെർ മില്യൺ. ഈ വർഷം നമ്മൾ പുതുതായിട്ട് പഠിക്കുന്നതാണ്. മോൾ ഫ്രാക്ഷൻ, മൊളാരിറ്റി, മൊളാലിറ്റി. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. +1 നമ്മൾ അതിഗംഭീരമായി പഠിച്ചു കഴിഞ്ഞ കാര്യവുമാണ്. വേഗത്തിൽ പറഞ്ഞു പോകാം ഓരോ കാര്യങ്ങൾ. ഈ ഓരോ ടേമും ഇപ്പോൾ തന്നെ മനസ്സിൽ ഓർത്ത് വെച്ചോളൂ. നമുക്ക് ഈ 3 സെറ്റ് ഒരുമിച്ച് പഠിക്കാം. അങ്ങനെ ഓരോ സെറ്റുകൾ സെറ്റായിട്ട് പഠിച്ചു വെക്കാം. ഈ 3 സെറ്റും എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ മാർക്കിന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക? നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാർക്ക് ഇൻറ്റു 100 അല്ലേ? അതൊന്നും സാർ ഞങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഇത്രയേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാർക്ക് ഇൻറ്റു 100. അതല്ലേ മാർക്കിന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇതിലുള്ള കോമ്പോണന്റിന്റെ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. ഒരു സൊല്യൂഷനിൽ എ എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. അതിൽ എയുടെ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള വഴി എന്താ? എയുടെ മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു 100 അല്ലേ? അപ്പോൾ മാസ് പെർസെൻറ്റേജ് എങ്ങനെയാണ്? മാസ് ഓഫ് ദ കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100. അങ്ങനെയാണെങ്കിൽ വോള്യം പെർസെൻറ്റേജ് എന്തായിരിക്കും? വോള്യത്തിന്റെ പെർസെൻറ്റേജ് വോള്യം ഓഫ് ദ കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോള്യം ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100. പഠിച്ചോ? രണ്ടെണ്ണം നിങ്ങൾ പഠിച്ചോ. മാസ് പെർസെൻറ്റേജ് ഇതാണ്, വോള്യം പെർസെൻറ്റേജ് ഇതാണെങ്കിൽ മാസ് ബൈ വോള്യം പെർസെൻറ്റേജ് എന്തായിരിക്കും? മാസ് ബൈ വോള്യം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ കമ്പോണന്റ് ഡിവൈഡഡ് ബൈ വോള്യം ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100. മുകളിൽ മാസും താഴത്തെ വോള്യവുമാണ്. മുകളിൽ കമ്പോണന്റും താഴത്തെ മുഴുവൻ സൊല്യൂഷനുമാണ്. മാസ് ഓഫ് ദ കമ്പോണന്റ് ഡിവൈഡഡ് ബൈ വോള്യം ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100. ഇതാണ് മാസ് ബൈ വോള്യം പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഇങ്ങനെ പല രീതിക്ക് കോൺസെൻട്രേഷൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ മരുന്നൊക്കെ വാങ്ങുന്ന സമയത്ത് മരുന്നുള്ള ചില ആളുകളുടെയെല്ലാം കോൺസെൻട്രേഷൻ അവിടെ എല്ലാം കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ആൽക്കഹോളൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അതിൽ വോള്യം പെർസെൻറ്റേജ് ആണ് ഉണ്ടായിരിക്കുക. V/V പെർസെൻറ്റേജ് എന്നൊക്കെയാണെങ്കിൽ അത് പെർട്ടിക്കുലർ വോള്യത്തിൽ ഇത്ര വോള്യം ആൽക്കഹോളാണ് എന്നൊക്കെ കാണിക്കുന്ന കോൺസെൻട്രേഷൻ ടേമുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. റെഡി? അടുത്ത് നമുക്ക് പറയാനുള്ളത് പാർട്സ് പെർ മില്യൺ ആണ്. മോൾ ഫ്രാക്ഷനും അങ്ങനെ പറയാം. എന്താണ് പാർട്സ് പെർ മില്യൺ? പേര് കേൾക്കുമ്പോൾ തന്നെ അത് ക്ലിയർ ആണ്. പാർട്സ് പെർ മില്യൺ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. മില്യൺ എന്ന് പറഞ്ഞാൽ 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. 10 ലക്ഷം കമ്പോണന്റുകളിൽ എത്ര കമ്പോണന്റ് ഉണ്ട് എന്നതാണ് നമ്മൾ പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്നത്. 10 ലക്ഷത്തിൽ എത്ര ഭാഗം എന്നതാണ് പറയുന്നത്. ആക്ച്വലി ഈ പാർട്സ് പെർ മില്യൺ നമ്മൾ ഉപയോഗിക്കുന്നത് സൊല്യൂട്ടിന്റെ അളവ് വളരെ വളരെ കുറവായിരിക്കുന്ന കേസിലാണ്. സൊല്യൂട്ടിന്റെ വളരെ കുറവായിരിക്കും. ഡ്രഗ്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, മരുന്നുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചില കമ്പോണന്റുകൾ വളരെ കുറവ് അളവ് മാത്രമേ ചേർത്തിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അത് ചേർക്കുകയും വേണം. അങ്ങനെ വളരെ കുറവ് അളവ് ചേർത്തിരിക്കുന്ന സൊല്യൂട്ടിന്റെ അളവുകളെല്ലാം തന്നെ നമ്മൾ പാർട്സ് പെർ മില്യൺ ആണെന്ന് പറയുക. ഒരു പഞ്ചായത്തിന് വേണ്ട മുഴുവൻ വാട്ടർ ടാങ്കിലേക്കും വേണ്ടി കുറച്ച് ക്ലോറിൻ ചേർക്കുന്നു. അവിടെയുള്ള വാട്ടറിന്റെ അളവ് വളരെ കൂടുതലും അവിടെ ചേർത്ത ക്ലോറിന്റെ അളവ് വളരെ കുറവുമായിരിക്കും. അങ്ങനെ വളരെ കുറവ് സൊല്യൂട്ട് മാത്രമുള്ള ഘട്ടങ്ങളിൽ ആ ഒരു കേസുകളിലാണ് നമ്മൾ പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്നത്. 10 ലക്ഷത്തിൽ എത്ര ഭാഗം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് മാസിൽ പറയാം, വോള്യത്തിൽ പറയാം, നമ്പർ ഓഫ് മോൾസിൽ പറയാം. 10 ലക്ഷം മോളുകളിൽ എത്ര മോളുണ്ട്, 10 ലക്ഷം ഗ്രാമിൽ എത്ര ഗ്രാം ഉണ്ട്, 10 ലക്ഷം മില്ലി ലിറ്ററിൽ എത്ര മില്ലി ലിറ്റർ ഉണ്ട് എന്നൊക്കെയാണ് ഈ പാർട്സ് പെർ മില്യൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ജനറലി നമ്പർ ഓഫ് പാർട്സ് ഓഫ് കമ്പോണന്റ്, ഒരു കമ്പോണന്റിന്റെ പാർട്ടുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ആ സൊല്യൂഷനിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് ഓഫ് ആൾ കമ്പോണന്റ് ഓഫ് ദ സൊല്യൂഷൻ. നമ്മൾ അവിടെ ഇൻറ്റു 100 ആണ് ചേർത്തത്. ഇവിടെ ഇൻറ്റു 10⁻⁶ ആണ് ചേർക്കേണ്ടത്. ഇൻറ്റു 10⁻⁶ എന്ന് പറഞ്ഞാൽ 1 മില്യൺ 10 ലക്ഷമാണ്. 5 പാർട്സ് പെർ മില്യൺ എന്ന് പറഞ്ഞാൽ 1 മില്യണിൽ 5 പാർട്ട് ഉണ്ട്. അതായത് 1 മില്യൺ ഗ്രാമിൽ 5 ഗ്രാം എന്ന് പറയാം. അല്ലെങ്കിൽ വോള്യത്തിലാണെങ്കിൽ
1 മില്യൺ അഥവാ 10 ലക്ഷം മില്ലി ലിറ്ററിൽ 5 മില്ലി ലിറ്റർ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായിക്കോളൂ. ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത് പാർട്സ് പെർ മില്യൺ എന്താണ് എന്നുള്ളതും അതിൻ്റെ ഇക്വേഷനോടൊപ്പം തന്നെ അതിന് യൂണിറ്റും കൂടെ അറിഞ്ഞു വെക്കുക, അത്രയേ ഉള്ളൂ. ഏത് കേസിലാണ് പാർട്സ് പെർ മില്യൺ പറയുക എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കിയാൽ 1 മാർക്കിന്റെ ചോദ്യങ്ങളെല്ലാം അവിടെ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. മോൾ ഫ്രാക്ഷൻ ക്ലിയർ ആണ്. പേരിൽ നിന്ന് തന്നെ മോളുകളുടെ ഫ്രാക്ഷൻ, കൈ എന്നതാണ് സിമ്പിൾ. മോളുകളുടെ ഫ്രാക്ഷൻ എങ്ങനെയാണ് മോളുകളുടെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് കമ്പോണന്റ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു 100 വേണ്ട, ഫ്രാക്ഷൻ മാത്രം മതി. ഫ്രാക്ഷനിലാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഞാൻ എ എന്ന് പറയുന്ന ആളെയും ബി എന്ന് പറയുന്ന ആളെയും ചേർത്തുകൊണ്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നു. അതിൽ എയുടെ മോളുകളുടെ എണ്ണം എൻ എ ആണ്, ബിയുടെ മോളുകളുടെ എണ്ണം എൻ ബി ആണെന്ന് വിചാരിക്കുക. എൻ നമ്പർ ഓഫ് എ ഉണ്ട്, അത് എൻ എ നമ്പർ ഓഫ് എ ഉണ്ട്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എൻ ബി ആണ്. എങ്കിൽ അതിനകത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എൻ എ പ്ലസ് എൻ ബി. ക്ലിയർ അല്ലേ? എയുടെ മോളുകളുടെ എണ്ണവും ബിയുടെ മോളുകളുടെ എണ്ണവും കൂടെ ആഡ് ചെയ്താൽ എൻ എ പ്ലസ് എൻ ബി എന്ന് പറയുന്ന ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കിട്ടും. ക്വസ്റ്റ്യൻ ഇതാണ്, മോൾ ഫ്രാക്ഷൻ ഓഫ് എ എന്താണ്? മോൾ ഫ്രാക്ഷൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ എയുടെ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എയുടെ മോളുകളുടെ എണ്ണം ഡിവൈഡ് ബൈ ടോട്ടൽ മോളുകളുടെ എണ്ണം, അത്രയേ ഉള്ളൂ. നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. എയുടെ മോളുകളുടെ എന്ന് പറഞ്ഞാൽ എൻ എ ആണ്, ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ എൻ എ പ്ലസ് എൻ ബി ആണ്. ക്ലിയർ? മോൾ ഫ്രാക്ഷൻ ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? മോൾ ഫ്രാക്ഷൻ ഓഫ് ബി എന്ന് പറഞ്ഞാൽ ബിയുടെ മോളുകളുടെ എണ്ണം ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ എൻ എ പ്ലസ് എൻ ബി. ക്ലിയർ? ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ് കൈ എ പ്ലസ് കൈ ബി എന്ന് പറഞ്ഞാൽ? കൈ എ പ്ലസ് കൈ ബി നമുക്ക് അറിയാവുന്നതാണ്. ഒരു സൊല്യൂഷനിൽ എയും ബിയും മാത്രമേ ഉള്ളൂ എങ്കിൽ എയുടെ മോൾ ഫ്രാക്ഷനും ബിയുടെ മോൾ ഫ്രാക്ഷനും കൂടെ കൂട്ടിയാൽ നമുക്ക് 1 ആണ് കിട്ടേണ്ടത്. 1 കിട്ടാൻ പാടൂ. അറിയാതെ പോലും ഒരാളുടെ മോൾ ഫ്രാക്ഷൻ നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ അതിന് 1 വരാൻ പാടില്ല. ഒരു സൊല്യൂഷനിലുള്ള ഒരു കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ ഒരിക്കലും 1 അതിൽ കൂടുതലോ ആവില്ല. ശ്രദ്ധിക്കുക, സൊല്യൂഷനിലുള്ള ഒരു കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ ഒരിക്കലും 1 അതിൽ കൂടുതലോ വരില്ല. സാർ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് കിട്ടി സാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്നാണ്. നിങ്ങൾക്ക് ചെയ്തത് തെറ്റുപറ്റി, ആൻസർ തെറ്റാണ് എന്നാണ്. ഞാൻ നേരെ മറിച്ച് തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾക്ക് മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഈക്വൽ ടു 1 എന്ന് തന്നിരിക്കുന്നു. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഈക്വൽ ടു 1 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാർ, മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ അവിടെ മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ഇല്ലല്ലോ, അല്ലേ? മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ഇല്ല. അതിനർത്ഥം ബി ഇല്ല. അവിടെ ആര് മാത്രമേ ഉള്ളൂ? എ മാത്രമേ ഉള്ളൂ. മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ അവിടെ എ മാത്രമേ ഉള്ളൂ, എയുടെ മോളുകൾ മാത്രമേ ഉള്ളൂ എന്നാണ്. അതിനർത്ഥം എ ഇപ്പോൾ പ്യോർ ഫോമിലാണുള്ളത്, സൊല്യൂഷൻ അല്ല, പ്യോർ ആയിട്ടുള്ള എ ആണ് എന്നാണ് അർത്ഥം. എ ഇപ്പോൾ പ്യോർ ആണ് എന്ന് കാണിക്കാൻ കൈ എ ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം. ബി ഇപ്പോൾ പ്യോർ ആണെന്ന് കാണിക്കാൻ കൈ ബി ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം. ക്ലിയർ ആണോ? റെഡി? അപ്പോൾ ഈ പോയിന്റുകളൊക്കെ അറിയാം. നിങ്ങൾക്ക് പിന്നെ അറിയാവുന്നതാണ് മൊളാരിറ്റി. ചെറിയമ്മ വലിയമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ +1 പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. മൊളാരിറ്റി ക്യാപിറ്റൽ ലെറ്റർ എം ആണ്, മൊളാലിറ്റി സ്മോൾ ലെറ്റർ എം ആണ്. മൊളാരിറ്റി ആണെങ്കിലും ന്യൂമറേറ്റർ സെയിം ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് രണ്ടിലും എന്താണ്? സൊല്യൂട്ടിന്റെ മോളുകളുടെ എണ്ണമാണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. മൊളാലിറ്റി ആണെങ്കിൽ സ്മോൾ ലെറ്റർ എം ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ സോൾവെന്റിന്റെ മാത്രം മാസ് പറയുക, കിലോഗ്രാമിൽ പറയുക. കുഞ്ഞമ്മയല്ലേ, അപ്പോൾ സോൾവെന്റിന്റെ മാത്രം പറഞ്ഞാൽ മതി, മാസിൽ പറഞ്ഞാൽ മതി, അത് കിലോഗ്രാമിലായിരിക്കണം. മൊളാരിറ്റി ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ എം ആണ്. സൊല്യൂഷന്റെ മൊത്തം വോള്യൂമാണ് പറയേണ്ടത്, അത് ലിറ്ററിലാണ് പറയേണ്ടത്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയാണ്? മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ എം ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ എം ആണ്, വല്യമ്മയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ എൻറ്റയർ സൊല്യൂഷൻ ഇൻ ലിറ്റർ. അറിയാതെ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഇവരുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എമ്മും സ്മോൾ എമ്മും ആണ്. ഇതിന്റെ മീനിങ് കൂടെ ഞാൻ ഇതിനോടൊപ്പം തന്നെ പറയാം. നിങ്ങൾക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ 5m എന്ന് തന്നിരിക്കുന്നു കോൺസെൻട്രേഷൻ. 5 എന്ന് പറഞ്ഞാൽ 5 മില്യൺ അല്ല, മറിച്ച് 5 മോളാർ എന്നാണ്. മോളാർ എന്ന് തരാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ എം മാത്രം തരാം. 5m എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 1 ലിറ്റർ സൊല്യൂഷനിൽ 5 മോൾ സൊല്യൂട്ട് ഉണ്ട് എന്നാണ്. മൊളാരിറ്റിയുടെ മീനിങ് നിങ്ങൾ നോക്കിക്കേ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിന്റെ മോളുകളുടെ എണ്ണമാണ്. 1 ലിറ്റർ സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിന്റെ മോളുകളുടെ എണ്ണമാണ് മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ 5 മോളാർ എന്ന് തന്നാൽ അതിനർത്ഥം എന്താണ്? 1 ലിറ്റർ സൊല്യൂഷനിൽ 5 മോൾ സൊല്യൂട്ട് ഉണ്ട് എന്നാണ്. 10 മോളാർ എന്ന് തന്നാൽ അതിന്റെ മീനിങ് എന്താണ്? 1 ലിറ്റർ സൊല്യൂഷനിൽ 10 മോൾ സൊല്യൂട്ട് ഉണ്ട് എന്നാണ്. അതേപോലെ മൊളാലിറ്റി എടുക്കുകയാണെങ്കിൽ സ്മോൾ ലെറ്റർ എം ആണ്. അതിന്റെ മീനിങ് എന്താണെന്ന് നോക്കിക്കേ. 1 കിലോഗ്രാം സോൾവെന്റിലുള്ള സൊല്യൂട്ടിന്റെ മോളുകളുടെ എണ്ണമാണ്.
5m എന്ന് തന്നു. മോളാൽ എന്ന സ്മോൾ ലെറ്റർ എം ആണ് കേട്ടോ, മോളാൽ എന്നാണ്. 5 മോളാൽ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 1 കിലോഗ്രാം സോൾവെന്റിൽ 5 മോൾ സൊല്യൂട്ട് ഉണ്ട് എന്നാണ്. ക്ലിയർ ആണോ പറഞ്ഞത്? 10 മോളാൽ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തായിരിക്കും? 1 കിലോഗ്രാം സോൾവെന്റിലുള്ള സൊല്യൂട്ടിന്റെ മോളുകളുടെ എണ്ണം 10 എന്നാണ്. ക്ലിയർ ആണ്. അപ്പോൾ കോൺസെൻട്രേഷൻ ടേമുകൾ മുഴുവനായിട്ട് നിങ്ങളെല്ലാം മനസ്സിലാക്കിയെടുത്തു. ഇനി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യമാണ് സോല്യുബിലിറ്റി. ഇതിൽ നിന്നാണ് ഹെൻറീസ് ലോയും മറ്റു ലോകളൊക്കെ നമ്മൾ ഇതിലൂടെയാണ് കടന്നു പോകുന്നത്. സോല്യുബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സോല്യുബിലിറ്റി അഥവാ ലേയത്വം എന്ന് പറയുന്നത്, ഒരു എക്സാമ്പിൾ എടുക്കാം. 1 ഗ്ലാസ് വാട്ടർ ഞാൻ ഇവിടെ എടുത്തിരിക്കുകയാണ്. 1 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ഇതിലോട്ട് ചേർക്കുന്നു. ആ 1 ടീസ്പൂൺ പഞ്ചസാര 10 ഗ്രാം ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു 10 ഗ്രാം ഞാൻ ചേർത്തു, അത് നല്ലപോലെ അലിയുന്നുണ്ട്. രണ്ടാമത്തെ ടീസ്പൂൺ ചേർത്തു, ടോട്ടലായിട്ട് 20 ഗ്രാം ആയിട്ട് അത് നല്ലപോലെ അലിയുന്നുണ്ട്. മൂന്നാമത്തെ ടീസ്പൂണും ചേർത്തു, അത് നല്ലപോലെ അലിയുന്നുണ്ട്. 30 ഗ്രാം പഞ്ചസാര ഇപ്പോൾ അതിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇനി ഒരു തരി പോലും അലിയില്ല എന്ന സിറ്റുവേഷനിലാണ് ഇപ്പോൾ ആ സൊല്യൂഷൻ ഇരിക്കുന്നത്. അപ്പോൾ ആ 1 ഗ്ലാസ് വെള്ളത്തിനെ കൊണ്ട് അലിയിക്കാൻ പറ്റിയത് എത്ര ഗ്രാം സൊല്യൂട്ട് മാത്രമാണ്? വെറും 30 ഗ്രാം മാത്രമാണ്. അതിനെ കൊണ്ട് ഈ ഒരു ടെമ്പറേച്ചറിൽ 30 ഗ്രാം മാത്രമേ മാക്സിമം അലിയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി 1 ഗ്രാം പോലും അലിയില്ല എന്ന സിറ്റുവേഷൻ എത്തി. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഒരു സോൾവെന്റിനെ കൊണ്ട് അലിയിക്കാൻ പറ്റുന്ന സൊല്യൂട്ടിന്റെ ആ അളവിനെയാണ് സോല്യുബിലിറ്റി എന്ന് പറയുക. 30 ഗ്രാമേ ഇവനെ കൊണ്ട് അലിയിക്കാൻ പറ്റിയുള്ളൂ എങ്കിൽ 30 ഗ്രാം ആണ് ഇവന്റെ സോല്യുബിലിറ്റി. ഇതുവരെ ഓക്കെയാണോ? ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ സോൾവെന്റിനെ കൊണ്ട് അലിയിക്കാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട്, ആ സൊല്യൂട്ടിന്റെ മാക്സിമം അളവ് 30 ഗ്രാം ആണ്. അതിനപ്പുറത്ത് ഒരു തരി പോലും അലിയുന്നില്ല എന്ന സിറ്റുവേഷൻ എത്തി. ആ 30 ഗ്രാം ആണ് അതിന്റെ സോല്യുബിലിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി ഈ സൊല്യൂഷന്റെ പ്രത്യേകത എന്താണ്? ഇപ്പോൾ ഇതിൽ മാക്സിമം സൊല്യൂട്ട് അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. ഇനി ഒരു തരി സൊല്യൂട്ട് പോലും അലിയില്ല എന്ന ഘട്ടത്തിൽ ഈ സൊല്യൂഷനെ നമുക്ക് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയാം. ക്ലിയർ ആണോ? ഇതിന് നമുക്ക് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻ, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണിത്. അതിന് മുൻപെല്ലാം ഇത് അൺസാച്ചുറേറ്റഡ് ആയിരുന്നു. 1 ഗ്രാം ചേർത്തപ്പോഴും 10 ഗ്രാം ചേർത്തപ്പോഴും 20 ഗ്രാം ചേർത്തപ്പോഴും ഒക്കെ ഇതെന്തായിരുന്നു? അൺസാച്ചുറേറ്റഡ് ആയിരുന്നു. കാരണം വീണ്ടും വീണ്ടും അലിയിക്കാൻ കഴിയുമായിരുന്നു. ഇനി ഒരു സൊല്യൂട്ടും അലിയില്ല, മാക്സിമം അലിഞ്ഞു നിൽക്കുന്ന ഈ സൊല്യൂഷനാണ് നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ സാച്ചുറേറ്റഡ് സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിന്റെ അളവ് എത്രയാണ്? 30 ഗ്രാം. അതല്ലേ സോല്യുബിലിറ്റി? ഈ 30 ഗ്രാം ആണല്ലോ സോല്യുബിലിറ്റി എന്ന് പറയുന്നത്. സിംപ്ലി സാച്ചുറേറ്റഡ് സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ ആണ് സോല്യുബിലിറ്റി എന്നും പറയാം. സാച്ചുറേറ്റഡ് സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ, അതായത് ആ സൊല്യൂട്ടിന്റെ അളവ്, അതാണ് എന്ത്? സോല്യുബിലിറ്റി. രണ്ട് കേസും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. രണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കുക, അൺസാച്ചുറേറ്റഡ് സാച്ചുറേറ്റഡ് എന്നുള്ള കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. റെഡി? ഈ സോല്യുബിലിറ്റി ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് നമുക്ക് അടുത്ത് നോക്കാനുള്ളത്. സോല്യുബിലിറ്റി ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ്. സോളിഡ് ഇൻ ലിക്വിഡ് എന്ന് പറയുമ്പോൾ സോളിഡ് ഇൻ ലിക്വിഡ്, സോൾവെന്റ് ആണ് ലിക്വിഡ്, സോളിഡ് ആണ് സൊല്യൂട്ട്. സോളിഡ് ഇൻ ലിക്വിഡ് എന്ന് പറയുന്നാൽ സോളിഡ് ആണ് സൊല്യൂട്ട്, സോൾവെന്റ് ലിക്വിഡ് ആയിരിക്കും. ക്ലിയർ? പഞ്ചസാര വെള്ളത്തിൽ ചേർക്കുന്ന ഓർത്ത് വെച്ചാൽ മതി, പരിപാടി കഴിഞ്ഞു. ഈ പഞ്ചസാര വെള്ളത്തിൽ ചേർക്കുക എന്ന് പറയുന്ന ഈ സോല്യുബിലിറ്റി ഏതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? സോളിഡ് ഇൻ ലിക്വിഡ് എന്ന് പറയുന്നതിൽ ഏതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? അതിന്റെ സോല്യുബിലിറ്റി. ഈ 30 ഗ്രാമല്ലേ അലിയുള്ളൂ. ഈ 30 ഗ്രാമിൽ കൂടുതൽ അലിയിക്കാൻ വേണ്ടി എന്തിനൊക്കെ മാറ്റം വരുത്താം എന്നതാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നേച്ചർ ഓഫ് സൊല്യൂട്ടും സോൾവെന്റും. അതിൽ ചേർക്കുന്ന സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എല്ലാവരും ഏക്കറപുറം അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്തു എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും അലിയണമെന്നില്ല. അവരെ ചേർക്കുന്നത് തമ്മിൽ ഇപ്പൊ നോക്കിയാൽ എടുക്കുന്ന സൊല്യൂട്ടും എടുക്കുന്ന സോൾവെന്റും രണ്ടും പോളാർ മോളിക്യൂളുകളാണെങ്കിൽ, പോളാർ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെന്റ് 0 ആവരുത്. ഡൈപോൾ മൊമെന്റ് 0 ആണെങ്കിൽ, ഡൈപോൾ മൊമെന്റ് മ്യൂ 0 ആണ് എന്നുണ്ടെങ്കിൽ അതെല്ലാം നോൺ പോളാർ ആയിട്ടുള്ള ആളുകളാണ്. +1 പഠിച്ചുകൊണ്ട് അതിലോട്ട് ഞാൻ അധികം കടക്കുന്നില്ല. ഈ പോയിന്റ് നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. സോൾവെന്റും സൊല്യൂട്ടും പോളാർ ആണെങ്കിൽ നല്ലപോലെ അലിയും. സോൾവെന്റും സൊല്യൂട്ടും നോൺ പോളാർ ആണെങ്കിൽ അതും നല്ലപോലെ അലിയും. നേരെ ഓപ്പോസിറ്റ്, സോൾവെന്റ് പോളാറും സൊല്യൂട്ട് നോൺ പോളാറും ആണെങ്കിൽ നേരാവണ്ണം അലിയില്ല. ഇത് നോൺ പോളാറും അത് പോളാറാണും എങ്കിലും നേരെ അലിയില്ല. അപ്പൊ നല്ലപോലെ അലിയണമെങ്കിൽ, സോല്യുബിലിറ്റി കൂടണമെന്നുണ്ടെങ്കിൽ ആരെ തമ്മിൽ ചേർക്കണം? ഒരേപോലുള്ള ആളുകളെ തമ്മിൽ ചേർക്കണം. പോളാറും തമ്മിലേ നല്ലപോലെ അലിയുള്ളൂ, നോൺ പോളാറും തമ്മിലേ നല്ലപോലെ അലിയുള്ളൂ. ക്രോസ് ആയാൽ അലിയില്ല. ഒരേപോലുള്ളവർ നല്ലപോലെ ഡിസോൾവ് ആകും. അതാണ് ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് എന്ന് പറയുന്നത്. എന്താണ് ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്? രണ്ടും പോളാർ ആണെങ്കിലും രണ്ടും നോൺ പോളാർ ആണെങ്കിലും നല്ലപോലെ അലിയും. ഒരാൾ പോളാറും മറ്റേ ആൾ നോൺ പോളാർ ആണെങ്കിൽ നല്ലപോലെ അലിയില്ല. അപ്പൊ ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് എന്ന് പറയുന്ന കാര്യം ഓർത്ത് വെക്കുക. സോൾവെന്റിന്റെയും സൊല്യൂട്ടിന്റെയും നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. അത് എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ആണ്. പഞ്ചസാര വെള്ളത്തിൽ നല്ലപോലെ അലിയിക്കാൻ വേണ്ടി ഞാനിപ്പോൾ 30 ഗ്രാം അലിയിച്ച് നിർത്തിയിരിക്കുകയാണ്. ഈ 30 ഗ്രാമിൽ കൂടുതൽ എനിക്ക് 40 ഗ്രാമും കൂടെ അലിയിക്കണം. ഇനി ഒരു 10 ഗ്രാമും കൂടെ അലിയിക്കാൻ വേണ്ടി എന്ത് ചെയ്താലും മതി സാർ?
അതിന്റെ ടെമ്പറേച്ചർ കൂട്ടിയാൽ മതി സാർ. സൂപ്പർ. ടെമ്പറേച്ചർ കൂട്ടിയാൽ അതിന്റെ സോലിബിലിറ്റി കൂടും. ക്ലിയർ ആണോ? 30 ഗ്രാമേ അലിയുള്ളൂ എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ഈ സൊല്യൂഷനിലോട്ട് ടെമ്പറേച്ചർ അവർക്ക് കൂട്ടി കൊടുത്തപ്പോൾ വീണ്ടും പഞ്ചസാര ഇടുമ്പോൾ അതെല്ലാം അലിഞ്ഞ് ചേർന്നു. ഇപ്പൊ 40 ഗ്രാം ചേർത്തപ്പോൾ അതും അലിഞ്ഞു, 50 ഗ്രാം ചേർത്തപ്പോൾ അതും അലിഞ്ഞു. അപ്പോൾ അതിന്റെ സോലിബിലിറ്റി കൂടി വരികയാണ്. എങ്ങനെ? ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ. അതിന് കാരണം എന്താണെന്നറിയാവോ? വാട്ടറിൽ ഷുഗർ മിക്സ് ചെയ്യുന്ന സമയത്ത് ആ ഡിസൊല്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഒരു എൻഡോതെർമിക് ആണ്. ടെമ്പറേച്ചറിനെ വലിച്ചെടുത്തുകൊണ്ട് നടക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ്. എൻഡോതെർമിക് ആയിട്ടുള്ള ഈ പ്രോസസ്സിൽ ടെമ്പറേച്ചർ കൂടുതലായിട്ട് കൊടുത്താൽ കൂടുതൽ നടന്നുകൊണ്ടിരിക്കും. അതായത് കൂടുതൽ ഡിസോൾവ് ആകും. നേരെ മറിച്ച് വാട്ടറിൽ വേറെ ഏതെങ്കിലും ഒരു സൊല്യൂട്ട് ചേർക്കുമ്പോൾ ഹീറ്റിൽ റിലീസ് ചെയ്യുന്നു. സോൾവെന്റും സൊല്യൂട്ടും ചേർന്ന ഡിസൊല്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എക്സോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം? നമ്മൾ കുറയ്ക്കണം. എക്സോതെർമിക് പ്രോസസ്സിന് ടെമ്പറേച്ചർ കുറച്ചാലേ അത് നടക്കുള്ളൂ എന്ന് നമ്മൾ കഴിഞ്ഞ വർഷം ലേശാറ്റ്ലി പ്രിൻസിപ്പളിൽ പഠിച്ചിട്ടുണ്ട്. എൻഡോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടുക, എക്സോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കുറയ്ക്കുക. അപ്പൊ ഡിസൊല്യൂഷൻ പ്രോസസ് എന്ന് പറയുന്നത് സോൾവെന്റും സൊല്യൂട്ടും അലിഞ്ഞു ചേരുക എന്ന് പറയുന്ന പ്രോസസ് എൻഡോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടുക, എക്സോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കുറയ്ക്കുക. എങ്കിൽ മാത്രമേ അവിടെ നടക്കുള്ളൂ. എല്ലാത്തിലും ടെമ്പറേച്ചർ കൂട്ടിയിട്ട് കാര്യമില്ല. അവിടെ എക്സോതെർമിക് ആണോ എൻഡോതെർമിക് ആണോ എന്ന് നോക്കണം. അത് പ്രഷറിന്റെ കേസിലോട്ട് കിടക്കുകയാണ്. എഫക്ട് ഓഫ് പ്രഷർ. പഞ്ചസാര വെള്ളത്തിൽ അലിയാൻ വേണ്ടി നമ്മൾ എപ്പോഴെങ്കിലും പ്രഷർ കൊടുക്കുമോ? പ്രഷർ കൊടുത്തിട്ട് കാര്യമില്ല. പ്രഷറിന് അവിടെ ഒരു റോളും ഇല്ല. കാരണം എന്താണ്? അവിടെയുള്ള ലിക്വിഡ് ആയിക്കോട്ടെ, അവിടെ ഇരിക്കുന്ന വാട്ടർ ലിക്വിഡ് ആയിക്കോട്ടെ, ചേർക്കുന്ന സൊല്യൂട്ട് സോളിഡ് ആയിക്കോട്ടെ, രണ്ടും ഹൈലി ഇൻകംപ്രസിബിൾ ആണ്. പ്രഷറിന് അവിടെ റോളില്ല. ഗ്യാസ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രഷറിന് അവിടെ റോളുള്ളൂ. സോളിഡും ലിക്വിഡും തമ്മിൽ ചേർക്കുന്ന സമയത്ത് അവിടെ പ്രഷറിന് എന്താണ് റോള്? അവിടെ ഏതെങ്കിലും ഒരാൾ ഗ്യാസ് ആണെങ്കിൽ എന്താണ്? പ്രഷറിന് റോളുണ്ട്. മനസ്സിലാക്കുക, ഇവിടെ രണ്ടും ഗ്യാസ് അല്ല. അതിനാൽ തന്നെ ഇവിടെ പ്രഷറിന് റോളില്ല. കാരണം ലിക്വിഡ് സോളിഡും ഹൈലി ഇൻകംപ്രസിബിൾ ആയതുകൊണ്ട് പ്രഷറിന് റോളില്ല. ക്ലിയർ ആണോ? എങ്കിൽ നമ്മൾ അടുത്ത കേസിലോട്ട് കടക്കാം. അടുത്തതാണ് സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്. ലിക്വിഡിൽ സോളിഡ് ചേർക്കുന്നത് മനസ്സിലാക്കി. അതിന്റെ ഏതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും അതിന്റെ സോലിബിലിറ്റി എന്ന് മനസ്സിലാക്കി. ഇനി അടുത്തത് ഗ്യാസ് ആണ് ചേർക്കുന്നെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് സോഡ വാട്ടർ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ വാട്ടർ എഴുതിയിരിക്കുന്നു, അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് മിക്സ് ചെയ്യുന്നു. ക്ലിയർ? ഇത് ഏതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ സോലിബിലിറ്റി. കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് മിക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ള കാര്യമാണ് പറയുന്നത്. സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്. അപ്പൊ ഗ്യാസ് ആണ് സൊല്യൂട്ട്, ലിക്വിഡ് ആണ് സോൾവെന്റ് എന്നത് മനസ്സിലാക്കുക. അപ്പൊ ഈ ലിക്വിഡിൽ ഗ്യാസ് നല്ലപോലെ തന്നെ ഡിസോൾവ് ആകാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ഒന്നാമത് നമ്മൾ ആദ്യം പറഞ്ഞ നേച്ചർ ഓഫ് സോൾവെന്റും സൊല്യൂട്ടും. സോൾവെന്റും നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുമല്ലോ തീർച്ചയായും. അടുത്ത ടെമ്പറേച്ചറിന്റെ കേസ് നമുക്ക് നോക്കാം. ടെമ്പറേച്ചറിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സാർ എക്സോതെർമിക് ആണോ എൻഡോതെർമിക് ആണോ നോക്കേണ്ട ആവശ്യമില്ല. ഇത് ഗ്യാസ് ആണ്. ഗ്യാസ് ആയതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ കൂടുതലായിട്ട് കൊടുത്താൽ ഇതിൽ ഡിസോൾവ് ആയിട്ടുള്ള ഗ്യാസുകളൊക്കെ എസ്കേപ്പ് ആയി പോവും പുറത്തോട്ട് പോവും. അല്ലെങ്കിൽ തന്നെ ടെമ്പറേച്ചർ കൂട്ടിയാൽ സോലിബിലിറ്റി കുറയും. ടെമ്പറേച്ചർ കൂടുതലായിട്ട് കൊടുത്താൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അല്ല ഏത് ഗ്യാസ് ആണെങ്കിലും എല്ലാം പുറത്തോട്ട് പോകും. അപ്പൊ ടെമ്പറേച്ചർ കുറയ്ക്കണം. സോലിബിലിറ്റി കൂട്ടാൻ എന്ത് ചെയ്യണം? ടെമ്പറേച്ചർ കുറയ്ക്കണം. ഗ്യാസ് ഇൻ ലിക്വിഡ് എന്ന് പറയുന്നതിന്റെ സോലിബിലിറ്റി കൂട്ടാൻ ടെമ്പറേച്ചർ കുറയ്ക്കണം. ടെമ്പറേച്ചർ കൂട്ടിയാൽ ഈ ഗ്യാസ് ഒക്കെ പുറത്തോട്ട് പോകും, അഥവാ സോലിബിലിറ്റി കുറയും. നോട്ട് ചെയ്ത് വെച്ചാൽ ഞാൻ പിന്നീട് ചോദിക്കും. ടെമ്പറേച്ചർ കൂട്ടിയാൽ സോലിബിലിറ്റി കുറയും. അടുത്ത് പ്രഷറിന് ഇവിടെ വല്ല റോളുണ്ടോ? ഒന്നുമില്ല എന്ന് പറയുന്നത്. പ്രഷറിന് ഇവിടെ റോളുണ്ട്. എങ്ങനെയാണ് സോഡ ഉണ്ടാക്കുന്നത്? സാർ വാട്ടർ എടുക്കുക, അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് മിക്സ് ചെയ്യുക, അപ്പോൾ നമുക്ക് സോഡ വാട്ടർ കിട്ടും. സാർ കറക്റ്റ് തന്നെയാണ്. എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നത് ഓക്സിജൻ ആണ്, എക്സെയിൽ ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ ഞാൻ ഹു എന്ന് പറഞ്ഞ് ഊതുമ്പോൾ പുറത്തോട്ട് പോകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ ഒരു കുപ്പിയിൽ ഞാൻ വെള്ളം എടുക്കുന്നു, ഇതിൽ വെള്ളമില്ല എങ്കിൽ ഒരു കുപ്പിയിൽ വെള്ളം എടുക്കുന്നു, ഇത് നല്ലപോലെ ഹു എന്ന് ഊതി നല്ലപോലെ ടൈറ്റായിട്ട് അടച്ചു വെച്ച് നല്ലപോലെ ഷേക്ക് ചെയ്താൽ എനിക്ക് സോഡ വാട്ടർ കിട്ടണ്ടേ? എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ സോഡ വാട്ടർ കിട്ടുന്നില്ല? എന്ത് മണ്ടത്തരമാണ് സാർ പറയുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് നല്ലപോലെ അതിൽ മിക്സ് ചെയ്താൽ അതിനകത്ത് നല്ലപോലെ പ്രഷർ കൊടുക്കണം. എങ്കിൽ മാത്രമേ നല്ലപോലെ പ്രഷർ കൊടുത്താൽ മാത്രമേ അതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡുകൾ നല്ലപോലെ ആ വാട്ടറിനകത്ത് ഇറങ്ങി നല്ലപോലെ സോല്യൂബിൾ ആവുള്ളൂ, നല്ലപോലെ അലിഞ്ഞു ചേരുള്ളൂ. അപ്പൊ ചുമ്മാ കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിയിട്ട് കാര്യമില്ല, ഹൈ പ്രഷർ കൊടുക്കണം. ആണോ? കറക്റ്റ് തന്നെയാണ്. എങ്കിൽ പ്രഷർ ഞാൻ കൂടുതൽ കൊടുത്താൽ അതിൽ ഡിസോൾവ് ആകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അളവ് കൂടില്ലേ? ശരിയാണ്. അപ്പൊ പ്രഷറിന്റെ ഇവിടെ റോൾ എന്താണ്? ഞാൻ പ്രഷർ കൂട്ടിയാൽ ഗ്യാസ് സോളിഡിൽ നല്ലപോലെ ഡിസോൾവ് ആകും. ഒന്നുകൂടെ, ഞാനിപ്പോൾ ആ കാർബൺ ഡൈ ഓക്സൈഡിന് കൊടുക്കുന്ന പ്രഷർ കൂടുതലാണെങ്കിൽ അത് ഡിസോൾവ് ആകുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? കറക്റ്റ് തന്നെയാണ്. അതാണ് ഹെൻറിസ് ലോ. ഒരു ലിക്വിഡിൽ ഒരു ഗ്യാസ് ഡിസോൾവ് ആകണമെന്നുണ്ടെങ്കിൽ ആ ഗ്യാസിന് ഒരു പ്രഷർ നമ്മൾ കൊടുക്കുക. ആ ഗ്യാസിന് അനുഭവപ്പെടുന്ന പ്രഷറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അതിന്റെ സോലിബിലിറ്റി.
നമ്മൾ കൂടുതൽ പ്രഷർ കൊടുത്താൽ നല്ലപോലെ ഡിസോൾവ് ആകും. അത് ഹെൻറീസ് ലോ ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഈ ഒരു ലോ എന്ന് പറയുന്നത് ഹെൻറീസ് ലോ ആണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. സ്റ്റേറ്റ്സ് അറിയത് ഹെൻറീസ് ലോ, the solubility of gas in liquid at a particular temperature is directly proportional to the pressure of the gas in equilibrium with the liquid at that temperature. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അവിടെയുള്ള ഗ്യാസിൻ ലിക്വിഡ് എന്ന് പറയുന്നതിന്റെ സോലിബിലിറ്റി ആ ഗ്യാസിന് അനുഭവപ്പെടുന്ന പ്രഷറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. നമ്മൾ കൂടുതൽ പ്രഷർ കൊടുത്താൽ കൂടുതൽ ഗ്യാസ് ഡിസോൾവ് ആകും. അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഇങ്ങനെയാണ്: പ്രഷർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. നമ്മൾ കൂടുതൽ പ്രഷർ കൊടുത്താൽ കൂടുതൽ സൊല്യൂട്ടിന്റെ മോളുകൾ ഡിസോൾവ് ആകും. മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ആണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ മോൾ ഫ്രാക്ഷൻ എന്ന് കൊടുത്താൽ ആ പ്രൊപ്പോർഷണൽ എടുത്തുമാർ ഈക്വൽ ടു വേണം ഒരു കോൺസ്റ്റന്റ് വേണം. പി ഇസ് ഈക്വൽ ടു അവിടുത്തെ കോൺസ്റ്റന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതാരാണ്? ഹെൻറീസ് കോൺസ്റ്റന്റ് ആണ്. കെ എച്ച് ഇൻറ്റു കൈ. ഇത്രയേ ഉള്ളൂ. ഇതാണ് നിങ്ങൾ എഴുതേണ്ടത്. ഹെൻറീസ് കോൺസ്റ്റന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഹെൻറീസ് ലോ എന്താണെന്ന് ചോദിച്ചാൽ ഈ സ്റ്റേറ്റ്മെന്റും ഈ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഇതിൽ മാത്രമേ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ പി ഇസ് ഈക്വൽ ടു കെ എച്ച് ഇൻറ്റു കൈ എന്ന് പറയുന്ന ഇക്വേഷൻ അറിഞ്ഞു വെച്ചിരിക്കുക. ഇതാണ് ഹെൻറീസ് ലോയുടെ ഇക്വേഷൻ. കെ എച്ച് എന്ന് പറഞ്ഞാൽ ഹെൻറീസ് കോൺസ്റ്റന്റ് ആണ്. കെ എച്ചിനെ കുറിച്ച് 2 മാർക്കിനോ അല്ലെങ്കിൽ 1 മാർക്കിനോ ഒരു ചോദ്യം വരും. അപ്പോൾ കെ എച്ച് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഹെൻറീസ് കോൺസ്റ്റന്റ് ആണ്. അത് വെച്ചുകൊണ്ട് നമുക്ക് ഒരു ഗ്രാഫ് വരയ്ക്കാം. ഈ കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കുന്ന മുഴുവൻ ഗ്രാഫുകളും നമ്മളായിട്ട് വരയ്ക്കേണ്ട പല ഗ്രാഫുകളും സ്ട്രൈറ്റ് ലൈൻ്റെ ഗ്രാഫുകളാണ്. പല ഭാഗത്തും വരും. കെമിക്കൽ കൈനറ്റിക്സിലൊക്കെ വരുന്ന ഗ്രാഫുകളൊക്കെ സ്ട്രൈറ്റ് ലൈൻ്റെ ഗ്രാഫുകളാണ്. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക, സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്താണ്? y ഈക്വൽ ടു mx പ്ലസ് c ആണ്. ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ ഇവനുമായിട്ട് കണക്ട് ചെയ്ത് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കാൻ പോവുകയാണ്. ഞാനിവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. y ഈക്വൽ ടു mx പ്ലസ് c എന്ന് പറയുന്നതിന്റെ ഗ്രാഫുമായിട്ട് നമ്മുടെ ഇക്വേഷൻ എങ്ങനെ കണക്ട് ചെയ്യാന്ന് അറിയാവോ? നോക്കണേ. p ഇസ് ഈക്വൽ ടു kh ഇൻറ്റു കൈ പ്ലസ് ഒന്നുമില്ലല്ലോ അപ്പുറത്ത്. അപ്പോൾ 0 ഞാൻ കൊടുക്കുന്നു. സിയുടെ സ്ഥാനത്ത് ഒന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ 0 എന്ന് കൊടുക്കുന്നു. y ആക്സിസിൽ ഞാൻ പ്രഷറിനെയാണ് മാർക്ക് ചെയ്യുന്നത്. എക്സ് ആക്സിൽ ഞാൻ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ആണ് മാർക്ക് ചെയ്യുന്നത്. ഞാൻ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ എം എന്ന് പറയുന്ന സ്ലോപ്പ് കെ എച്ച് ആണ്. എം എന്ന് പറയുന്ന ലൈനിന്റെ സ്ലോപ്പ് കെ എച്ച് ആണ്. സി എന്ന് പറഞ്ഞാൽ വൈ ഇന്റർസെപ്റ്റ് ആണ്. ഈ ഗ്രാഫുകളൊക്കെ വൈ ആക്സിസിൽ എവിടെ വന്ന് ടച്ച് ചെയ്യും എന്നുള്ളതാണ്. എല്ലാം 0യിലാണ് വന്ന് ടച്ച് ചെയ്യുന്നത്. ഈ വൈ ആക്സിസിൽ 0യിലാണ് വന്ന് ടച്ച് ചെയ്യുന്നത് എല്ലാം തന്നെ. ഇവിടെ ഞാൻ എ ബി സി എന്ന് പറയുന്ന 3 ഗ്യാസുകളുടെ 3 ഗ്രാഫുകളാണ് വരച്ചിരിക്കുന്നത്. ഇത് ഒരു ഗ്രാഫല്ല, 3 ഗ്രാഫാണ്. എ എന്ന് പറയുന്ന ഒരു ഗ്യാസ്, ബി എന്ന് പറയുന്ന ഗ്യാസ്, സി എന്ന് പറയുന്ന ഗ്യാസ്. ഈ 3 ഗ്യാസുകളുടെയും ലൈന് വേറെ വേറെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നതെല്ലാം സ്ട്രൈറ്റ് ലൈൻ ആണ്. കിട്ടിയിരിക്കുന്നതെല്ലാം എന്താണ്? വേറെ ഗ്രാഫുകളാണ്. വേറെ ആയതുകൊണ്ട് തന്നെ ഈ 3 ഗ്യാസിന്റെയും സ്ലോപ്പ് വേറെയാണ്. ഇതിൽ ഏതിനാണ് സ്ലോപ്പ് കൂടുതൽ എന്ന് പറഞ്ഞേ? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ആക്സുമായിട്ട് എത്ര ഡിഗ്രിയിലാണുള്ളത് എന്നാണ് ചരിവാണ് പറയുന്നത്. എക്സ് ആക്സുമായിട്ട് എത്ര ഡിഗ്രി ചരിവുണ്ട് എന്ന് പറയുന്നതാണ് സ്ലോപ്പ് കൂടുതൽ എന്ന് നമുക്ക് പറയാം. എക്ക് ചെറിയൊരു ചരിവ് മാത്രമേ ഉള്ളൂ, ബിക്ക് ഇത്രത്തോളം ചരിവുണ്ട്, സിക്ക് ഇത്രത്തോളം ചരിവുണ്ട്. അപ്പൊ എത്ര നല്ല ചരിവിൽ നിൽക്കുന്നത് ആരാണ്? സി ആണ്. സിക്കാണ് സ്ലോപ്പ് കൂടുതൽ. ഇവിടെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കെ എച്ച് ആണ്. ഏത് ഗ്യാസിനാണോ സ്ലോപ്പ് കൂടുതൽ ആ ഗ്യാസിനാണ് കെ എച്ച് വാല്യൂ കൂടുതൽ. ഇവിടെ ആർക്കാണ് കെ എച്ച് വാല്യൂ കൂടുതൽ? സിക്കാണ്. സിക്ക് കെ എച്ച് വാല്യൂ കൂടുതലാണ്, എക്ക് കെ എച്ച് വാല്യൂ കുറവാണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഇവിടെ എക്കും ബിക്കും സിക്കും 3 ഗ്യാസിന് 3 കെ എച്ച് ആണ്. അപ്പൊ ഈ കെ എച്ച് എന്ന് പറയുന്ന വാല്യൂ എല്ലാവർക്കും ഒന്നല്ല. അത് ഗ്യാസിനനുസരിച്ച് മാറും. ഗ്യാസിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓരോ ഗ്യാസിനും ഓരോ കെ എച്ച് വാല്യൂ ആണ്. അപ്പൊ കെ എച്ച് പറയുന്ന വാല്യൂ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? നേച്ചർ ഓഫ് ദ ഗ്യാസ്. ഗ്യാസിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓരോ ഗ്യാസിനും ഓരോന്നാണ്. അതിൽ സ്ലോപ്പ് കൂടിയവൻ എന്തായിരിക്കും? കെ എച്ച് വാല്യൂ കൂടുതലായിരിക്കും. ഇനി ഇതിന്റെ സോലിബിലിറ്റി കൂടെ നിങ്ങൾക്ക് പറയാമോ? ഒരു പെർട്ടിക്കുലർ പ്രഷർ കൊടുക്കുമ്പോൾ ഇതിൽ ഏത് ഗ്യാസ് ആണ് നല്ലപോലെ ഡിസോൾവ് ആകുക എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. ഈ ഗ്രാഫ് കണ്ടുകൊണ്ട് അത് പറയാൻ സാധിക്കണം. ഞാനൊരു പെർട്ടിക്കുലർ ലൈൻ ഇങ്ങനെ വരയ്ക്കുന്നത്. ഒരു പെർട്ടിക്കുലർ പ്രഷർ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. നോക്കണേ നിങ്ങൾ, ഇത് പ്രഷറിന്റെ ഒരു ലൈനാണ്. ഈ ഒരു പ്രഷറിൽ ഇവിടെ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ ഒരു പ്രഷർ സിക്കും കൊടുത്തു, ബിക്കും കൊടുത്തു, എക്കും കൊടുത്തു എങ്കിൽ ഇതിൽ ആരാണ് നല്ലപോലെ ഡിസോൾവ് ആകുക? ഒരേ പ്രഷർ എല്ലാവർക്കും കൊടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസോൾവ് ആയത്, ഇവിടെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് കാണിക്കുന്നത് എന്താ? ഡിസോൾവ് ആയിട്ടുള്ള ഗ്യാസിന്റെ അളവാണ്. എയുടെ അളവ് ഇത്രത്തോളം ഉണ്ട്. നോക്കൂ നിങ്ങൾ, എയുടെ അളവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ബ്ലൂ കളറിൽ കാണിക്കാം. ഇതാണ് എ. ഇത്രയും ഭാഗം എന്താണ്? എയുടെ അളവാണ്. ഇത്രത്തോളം ഭാഗം എന്താണ്? എ ഡിസോൾവ് ആയി. മോൾ ഫ്രാക്ഷൻ ഓഫ് എ ആണ്. എ ഇത്രത്തോളം ഡിസോൾവ് ആയി. അതുപോലെ തന്നെ ബിക്കാണെങ്കിൽ ബി ഇത്രത്തോളം മാത്രമേ ഡിസോൾവ് ആയിട്ടുള്ളൂ. ഇത് കൈ ബി ആണ്. ബി ഇത്രത്തോളം മാത്രമേ ഡിസോൾവ് ആയിട്ടുള്ളൂ. ഇനി സി എടുക്കുകയാണെങ്കിലോ സി ഇത്രത്തോളം മാത്രമേ ഡിസോൾവ് ആയിട്ടുള്ളൂ. ഇത് കൈ സി ആണ്. ഏറ്റവും കൂടുതൽ ഡിസോൾവ് ആയിട്ടുള്ളത് ആരാന്ന് നോക്കിക്കേ? എ ആണ്. എക്ക് കെ എച്ചിന്റെ വാല്യൂ എന്താണ്? കുറവാണ്. അപ്പോൾ കെ എച്ചിന്റെ വാല്യൂ കുറവാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പ്രഷർ കൊടുക്കുമ്പോൾ തന്നെ നല്ലപോലെ ഡിസോൾവ് ആകും. ശരിയല്ലേ?
ചെറിയൊരു പ്രഷർ കൊടുക്കുമ്പോൾ തന്നെ നല്ലപോലെ ഡിസോൾവ് ആയി. ഇത്രത്തോളം എ എന്ന് പറയുന്ന ഗ്യാസ് ഡിസോൾവ് ആയി. അപ്പോൾ KH ന്റെ വാല്യൂ കുറവാണെങ്കിൽ സോലിബിലിറ്റി എന്തായിരിക്കും കൂടുതലായി. അപ്പോൾ KH ന്റെ വാല്യൂം സോലിബിലിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. നോട്ട് ചെയ്ത് വെച്ചോളൂ, KH ന്റെ വാല്യൂം സോലിബിലിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. KH ന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ സോലിബിലിറ്റി എന്തായിരിക്കും, കുറവായിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ചു ടെമ്പറേച്ചർ കൂടിയാൽ സോലിബിലിറ്റി കുറയുമെന്ന്. ഗ്യാസ് ഇൻ ലിക്വിഡ് എന്ന് പറയുന്ന കേസിൽ ടെമ്പറേച്ചർ കൂടുതലായിട്ട് കൊടുത്താൽ ഈ ഗ്യാസുകളൊക്കെ എസ്കേപ്പ് ആയി പോവും. അതുപോലെ തന്നെ ടെമ്പറേച്ചർ കൂടുതലായിട്ട് കൊടുത്താൽ അതിന്റെ സോലിബിലിറ്റി കുറയുമെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടിയാലും സോലിബിലിറ്റി കുറയും. നോക്കണേ, സോലിബിലിറ്റി എങ്ങനെയൊക്കെയാണ് കുറയുന്നത്. KH ന്റെ വാല്യൂ കൂടിയാൽ സോലിബിലിറ്റി കുറയുന്നു, ടെമ്പറേച്ചറിന്റെ വാല്യൂ കൂടിയാൽ സോലിബിലിറ്റി കുറയുന്നു. KH ന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ സോലിബിലിറ്റി കുറയുന്നു, ടെമ്പറേച്ചറിന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ സോലിബിലിറ്റി കുറയുന്നു. ഈ KH ഉം ടെമ്പറേച്ചർ തമ്മിൽ എന്താ ബന്ധം? രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ്. ടെമ്പറേച്ചർ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിന്റെ KH വാല്യൂ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ പർട്ടിക്കുലർ ടെമ്പറേച്ചറിലും ഓരോ KH വാല്യൂ ആയിരിക്കും ഒരു ഗ്യാസിന് തന്നെ. KH ന്റെ വാല്യൂ എന്ന് പറയുന്നതിനെ കുറിച്ച് ഏകദേശം വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. KH ന്റെ വാല്യൂ ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? നേച്ചർ ഓഫ് ദ ഗ്യാസ്, ഗ്യാസിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഗ്യാസിന്റെ നേച്ചർ, ഗ്യാസ് മാറിയാൽ KH ന്റെ വാല്യൂ മാറും. ടെമ്പറേച്ചർ കൂടിയാലും KH ന്റെ വാല്യൂ കൂടും. അപ്പോൾ ടെമ്പറേച്ചറിനെയും നേച്ചർ ഓഫ് ദ ഗ്യാസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി KH ന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ സോലിബിലിറ്റി കുറവാണ്. സോലിബിലിറ്റിയും KH ന്റെ വാല്യൂയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. അതേപോലെ തന്നെ ടെമ്പറേച്ചറും സോലിബിലിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. ഇത്രയും പോയിന്റുകൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ വേഗത്തിൽ ഒന്ന് വായിച്ചു പോകും, കാരണം ഇവിടെ 1 മാർക്കും 2 മാർക്കും ഒഴിഞ്ഞു കിടപ്പുണ്ട്. The nature of KH depends upon the nature of the gas, the value of KH, അല്ലേ? The value of KH depends on the nature of the gas and temperature. KH ന്റെ വാല്യൂ എന്ന് പറയുന്നത് ഗ്യാസിന്റെ നേച്ചറിനെയും ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്, വലിയ സീനുള്ള കാര്യമല്ല. KH ന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ സോലിബിലിറ്റി ഡിക്രീസ് ചെയ്യും. അത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞില്ലേ, KH ന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ സോലിബിലിറ്റി ഡിക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ടെമ്പറേച്ചറിന്റെ കാര്യം, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ സോലിബിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ സോലിബിലിറ്റി എന്തിനാണ് ഡിക്രീസ് ചെയ്യുന്നത്? ഇപ്പോൾ പറഞ്ഞ പോയിന്റ് എന്താണ്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ സോലിബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നു. ഏത്? ഗ്യാസ് ഇൻ ലിക്വിഡ് എന്ന് പറയുന്നതിന്റെ സോലിബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ അതിനകത്തുള്ള ഗ്യാസിന്റെ അളവ് കുറവായിരിക്കും. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അത് വായിക്കേണ്ട, ഞാൻ പറയുന്ന ചോദ്യത്തിന് ആൻസർ പറയുക. അക്വാട്ടിക് സ്പീഷീസ് അഥവാ ജലജീവികൾക്ക്, ചില സസ്യങ്ങൾക്കും ജലജീവികൾക്കൊക്കെ കോൾഡ് വാട്ടറിലാണോ വാം വാട്ടറിലാണോ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കുക? തണുത്ത വാട്ടർ ആകുമ്പോൾ ജിൽ ഉണ്ടാവും സാർ, ചൂട് വെള്ളം എന്ന് പറഞ്ഞാൽ വെട്ടി തിളയ്ക്കും സാർ. അങ്ങനെയല്ല, അങ്ങനത്തെ കംഫർട്ടബിൾ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കോൾഡ് വാട്ടറിലാണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കുറവാണ്, അതിനകത്ത് ഗ്യാസ് നല്ലപോലെ ഡിസോൾവ് ആയിട്ട് ഉണ്ടായിരിക്കും. വാം വാട്ടറിലാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുതലാണ്, ഗ്യാസുകൾ ഡിസോൾവ് ആയിട്ടുള്ളത് കുറവായിരിക്കും, കൂടുതൽ ഗ്യാസുകൾ മുകളിലോട്ട് പോയിട്ടുണ്ടായിരിക്കും. വാം വാട്ടർ ആണെങ്കിൽ അതിൽ ഡിസോൾവ് ആയിട്ടുള്ള ഓക്സിജന്റെ അളവ് കുറവായിരിക്കും. ക്ലിയർ ആണോ? കോൾഡ് വാട്ടർ ആണെങ്കിൽ ടെമ്പറേച്ചർ കുറവായതുകൊണ്ട് തന്നെ അതിൽ ഡിസോൾവ് ആയിട്ടുള്ള ഓക്സിജന്റെ അളവ് കൂടുതലായിരിക്കും. ഓക്സിജന്റെ അളവ് കൂടുതലായതുകൊണ്ട് തന്നെ മോർ കംഫർട്ടബിൾ ആയിരിക്കും കോൾഡ് വാട്ടറിൽ. തൊട്ട് മുന്നേ പറഞ്ഞിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റിന്റെ കാരണത്താൽ തന്നെ ഇറ്റ് ഈസ് ഡ്യൂ ടു ദിസ് റീസൺ ദാറ്റ് ദ അക്വാട്ടിക് സ്പീഷീസ് ആർ മോർ കംഫർട്ടബിൾ ഇൻ കോൾഡ് വാട്ടർ rather than വാം വാട്ടർ. വാം വാട്ടറിലുള്ളതിനേക്കാൾ കോൾഡ് വാട്ടറിൽ അവർക്ക് മോർ കംഫർട്ടബിൾ ആയിരിക്കും അക്വാട്ടിക് സ്പീഷീസ്. ഈ താഴെ തന്നിരിക്കുന്നതാണ് നിങ്ങൾ ചോദ്യമായിട്ട് ചോദിക്കുക. അക്വാട്ടിക് സ്പീഷീസ് എന്ന് പറയുന്നത് കോൾഡ് വാട്ടറിലാണോ വാം വാട്ടറിലാണോ മോർ കംഫർട്ടബിൾ ആയിരിക്കുക എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ കോൾഡ് വാട്ടറിലാണ് മോർ കംഫർട്ടബിൾ എന്തുകൊണ്ട് എന്ന് ചോദിക്കാം. അപ്പോൾ എന്ത് കിട്ടിയോ? റെഡി. ഇനി ഇതിലോട്ട് കടക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഉറപ്പായും 2 അല്ലെങ്കിൽ 3 മാർക്കിന് ഉറപ്പായും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ആപ്ലിക്കേഷൻസ് ഓഫ് ഹെൻറീസ് ലോ. ഹെൻറീസ് ലോ എന്താ നമുക്കറിയാം. ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ആകുമ്പോൾ അതിൽ ഗ്യാസിന് നമ്മൾ നല്ലപോലെ പ്രഷർ കൊടുത്താൽ, ഗ്യാസിന് അനുഭവപ്പെടുന്ന പ്രഷർ കൂടുതലാണെങ്കിൽ അതിൽ ഡിസോൾവ് ആകുന്ന ഗ്യാസിന്റെ അളവ് കൂടുമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിന് ആപ്ലിക്കേഷനിലോട്ട് കിടക്കുന്നത്. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. എന്താണ് ഹെൻറീസ് ലോ എന്ന് പറയാൻ വേണ്ടി തന്നെ പറഞ്ഞു തുടങ്ങിയ ടോപ്പിക്ക് തന്നെയാണ് ഇതിന്റെ എക്സാമ്പിൾ. കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഉണ്ടാക്കുന്നത്, സോഡ വാട്ടറൊക്കെ ഉണ്ടാക്കുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് മിക്സ് ചെയ്തുണ്ടാക്കുന്ന ഏതൊരു സൊല്യൂഷനും എങ്ങനെയാണ്? ഹൈ പ്രഷർ കൊടുത്തുകൊണ്ടാണ്. അതാണ് പ്രൊഡക്ഷൻ ഓഫ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എന്ന് അവിടെ കൊടുത്തിരിക്കുന്നത്. നല്ലപോലെ പ്രഷർ കൊടുത്താൽ നല്ലപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ആകും. ക്ലിയർ? അടുത്ത 2 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അനോക്സിയ ഉണ്ട്, ബെൻഡ് അഥവാ കംപ്രസർ സിക്നസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കാര്യം മനസ്സിലാക്കിയെടുക്കണം. നോക്കിയ സ്ക്യൂബ ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ ആഴക്കടലിനടിയിൽ പോയിട്ട് അതിനകത്തുള്ള സ്റ്റഡി നടത്താനും, അല്ലെങ്കിൽ അവിടെയുള്ള മെറ്റീരിയലിനെ കുറിച്ച് പഠിക്കാനും, മെറ്റീരിയൽ എടുത്തിട്ട് വരാനും, അല്ലെങ്കിൽ അവിടെയുള്ള പവിഴപ്പുറ്റുകളോ അല്ലെങ്കിൽ ജലജീവികളോ മറ്റുള്ള അതിൻ്റെയൊക്കെ ഭംഗി ക്യാമറയിൽ പകർത്താൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ മണ്ണടിച്ച് പോയ പഴയ കാലത്തുള്ള വല്ല കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാൻ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് ആഴക്കടലിലാണ് ഇവർക്ക് ഡ്യൂട്ടി. അപ്പോൾ സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളാണ് ഇവരെല്ലാവരും തന്നെ. അവരുടെ മുതുകിൽ പുറത്ത് വെച്ചിരിക്കുന്ന ഒരു സിലിണ്ടർ നിങ്ങൾ കാണാം. ഈ സിലിണ്ടർ എന്താണ്? തീർച്ചയായും ഒബിയസ്ലി അതെന്താണ്? അത് ഓക്സിജൻ സിലിണ്ടറാണ്. ഓക്സിജൻ സിലിണ്ടറിനകത്ത് ഓക്സിജൻ മാത്രമല്ല ഉള്ളത്. ഓക്സിജൻ സിലിണ്ടറിനകത്ത് ഓക്സിജൻ മാത്രമല്ല. അതെ, ഈ ഓക്സിജൻ സിലിണ്ടറിനകത്ത് ഓക്സിജൻ മാത്രമല്ല ഉള്ളത്, മറിച്ച് നൈട്രജനും കൂടെ ഉണ്ട്. ഈ ഓക്സിജൻ നൈട്രജനും കൂടെ ഫില്ല് ചെയ്തിരിക്കുന്ന ഈ ഒരു സിലിണ്ടർ വെച്ചുകൊണ്ടാണ് അവർ സ്ക്യൂബ ഡൈവിങ്ങിന് തയ്യാറാകുന്നത്. ആഴക്കടലിനോട്ട് അടിയിലോട്ട് പോകുന്നതിനനുസരിച്ച് പ്രഷർ കൂടി വരും അല്ലേ? വെള്ളത്തിന് അടിയിലോട്ട് ഇറങ്ങി ഡെപ്തിലോട്ട് ഇറങ്ങി പോകുമ്പോൾ അവിടെ പ്രഷർ കൂടി വരും.
പ്രഷർ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന സമയത്ത് ഈ ഓക്സിജനും നൈട്രജനും നമ്മുടെ ശരീരത്തിനകത്ത് പോകും. മൂക്കിന്റെ ഫ്രണ്ടിൽ ഫിൽറ്റർ ഒന്നും ഇല്ലല്ലോ, ഓക്സിജൻ മാത്രം കടന്നു പോട്ടെ, നൈട്രജൻ കടന്നു പോകണ്ട എന്ന് പറയാൻ, എന്താണെങ്കിലും അത് വലിച്ചെടുക്കും. അപ്പോൾ ഈ സിലിണ്ടറിനകത്തുള്ള നൈട്രജനും ഓക്സിജനും നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് ഓക്സിജനും നൈട്രജനും ഇറങ്ങുന്നുണ്ട്. ആഴക്കടലിന് അടിയിലോട്ട് പോകുന്നതനുസരിച്ച് പ്രഷർ കൂടുന്നത് കൊണ്ട് ഹെൻറീസ് ലോ അനുസരിച്ച് പ്രഷർ കൂടിയാൽ ഡിസോൾവ് ആകുന്ന ഗ്യാസിന്റെ അളവ് കൂടും. അപ്പോൾ ബ്ലഡിലൊക്കെ ഡിസോൾവ് ആകുന്ന ഓക്സിജന്റെയും നൈട്രജന്റെയും അളവ് കൂടും. ഓക്സിജൻ നമ്മുടെ മെറ്റാബോളിസം സഹായിക്കുന്നതാണ്, നമ്മുടെ എല്ലാ ഭാഗത്തും അത് യൂസ്ഫുൾ ആയിട്ട് അത് ക്ലിയർ ആയി പോയി. പക്ഷെ നൈട്രജൻ എവിടെ പോകണമെന്ന് അറിയാതെ എല്ലാ ഭാഗത്തും തിങ്ങി നിറഞ്ഞ് കിടക്കുന്നുണ്ട് നൈട്രജൻ. ആഴക്കടലിന് അടിയിൽ നിന്നും പെട്ടെന്ന് അയാൾ മുകളിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പ്രഷർ കുറയും. പ്രഷർ കുറഞ്ഞാൽ ഡിസോൾവ് ആയിട്ടുള്ള നൈട്രജനുകളൊക്കെ പുറത്തോട്ട് വരും. ഈ നൈട്രജൻ ഗ്യാസ് ഒക്കെ ഈ ബ്ലഡിൽ നിന്നും ബ്ലഡ് വെസൽസ് നിന്നൊക്കെ പുറത്തോട്ട് വരുമ്പോൾ ഏതിലൂടെ പുറത്തോട്ട് പോകണമെന്ന് അറിയാതെ അവിടെ ബബിൾസ് ഫോം ചെയ്യും. ഭയങ്കര പെയിൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ കണ്ടീഷനെയാണ് ബെൻഡ് അഥവാ കംപ്രസ്ഡ് സിക്നസ് എന്ന് പറയുന്നത്. പ്രഷർ കുറവായത് കൊണ്ട് തന്നെ നൈട്രജൻ പെട്ടെന്ന് തന്നെ റിലീസ് ആകുമ്പോൾ ഏതിലൂടെ എസ്കേപ്പ് ആവണം എന്നറിയാതെ ബെൻഡ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടാകുന്നു. ബബിൾസ് ഒക്കെ ഫോം ചെയ്യുന്ന വികൃതമായിട്ടുള്ള ഒരു അവസ്ഥയാണത്. അപ്പോൾ അതിനാണ് ബെൻഡ് അഥവാ കംപ്രസ്ഡ് സിക്നസ് എന്ന് പറയുന്നത്. സാർ, ഇതിനകത്ത് നൈട്രജൻ ഫില്ല് ചെയ്യാതിരുന്നാൽ പോലെ, അല്ലെ ഇതിന്റെ പ്രതിവിധി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം പറയുന്നത് ഇതിനകത്ത് നൈട്രജൻ ഫില്ല് ചെയ്തതിനെ പോലെ ഓക്സിജൻ സിലിണ്ടറിനകത്ത് ഓക്സിജൻ മാത്രം പോലെ എന്തിനാണ് നൈട്രജനെ കുതിരി വെച്ചത്? അതുകൊണ്ടാണല്ലോ ഇവിടെ പ്രശ്നമുണ്ടായത്. ഇതിനകത്ത് ഓക്സിജൻ മാത്രമേ ഉള്ളൂ എങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് പെട്ടെന്ന് തന്നെ എക്സ്പാൻഡ് ചെയ്യാനും ടെമ്പറേച്ചർ കുറയുന്നതനുസരിച്ച് പെട്ടെന്ന് തന്നെ അത് എന്താ പറയുക ചെറുതാവാനും സാധ്യത വളരെ കൂടുതലാണ്. അതിനാൽ തന്നെ ഇതിനകത്ത് പൊട്ടിത്തെറിച്ച് വെള്ളം നോക്കണേ നിങ്ങൾ. ആഴക്കടലിലോട്ട് ചാടാൻ പോകുമ്പോൾ ആ കടലിൽ അവിടെ തണുപ്പൊന്നും ആയിരിക്കില്ലല്ലോ, ഭയങ്കര ചൂടായിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെ ചൂടായിരിക്കുന്ന സമയത്ത് ഈ സിലിണ്ടർ എക്സ്പാൻഡ് ചെയ്ത് പൊട്ടിത്തെറിച്ചാൽ എന്തായിരിക്കും? ജീവൻ രക്ഷിക്കാൻ വേണ്ടി മുതുകിൽ വെച്ചിരിക്കുന്ന ഓക്സിജൻ സിലിണ്ടർ കാരണം പൊട്ടിത്തെറിച്ച് മരിച്ചൊരവസ്ഥയായിരിക്കും. അപ്പോൾ അതിനകത്ത് നൈട്രജൻ കൂടെ നിരക്കേണ്ട ആവശ്യം. സാർ, എന്തുകൊണ്ട് നൈട്രജൻ? നമ്മളെ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഈ ഗുണ്ട് ബൾബിൽ ഫിലമെന്റ് ലാമ്പിനകത്ത് നിറച്ചിരിക്കുന്ന നൈട്രജൻ ഗ്യാസ് ആണ്. എന്തുകൊണ്ട് അതിനകത്ത് നൈട്രജൻ ഗ്യാസ് നിറച്ചു? ടങ്സ്റ്റൺ ഫിലമെന്റുമായിട്ട് റിയാക്ട് ചെയ്യാൻ പാടില്ല. മാത്രമല്ല അത്രയും ടെമ്പറേച്ചറിൽ ആ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യാനും പാടില്ല. അങ്ങനെയുള്ള ഗ്യാസ് വേണം അതിനകത്ത് നിറയ്ക്കാൻ. സെയിം റീസൺ ആണ് ഇതിനകത്തുള്ള ഓക്സിജനുമായിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ പാടില്ല. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഈ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യാനും പാടില്ല. അങ്ങനെ ഈസി അവൈലബിൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഗ്യാസ് ആണ് നൈട്രജൻ ഗ്യാസ്. അതുകൊണ്ട് നൈട്രജൻ ഗ്യാസ് നിറച്ചു. റെഡി? അപ്പൊ ഇതിനൊരു പോം വഴി ഇല്ലേ സർ? ഉണ്ട്. ഇതിനകത്തുള്ള നൈട്രജനെ കുറച്ചിട്ട് അവിടെ ഹീലിയം ഗ്യാസ് നമുക്ക് നിറയ്ക്കാം. നൈട്രജന്റെ അളവ് കുറച്ചിട്ട് എന്ത് ചെയ്യാം? ഹീലിയം ഗ്യാസ് നിറയ്ക്കാം. സാർ, അങ്ങനെയാണെങ്കിൽ മുഴുവൻ നൈട്രജൻ ഗ്യാസ് മാറ്റിയിട്ട് മുഴുവൻ ഹീലിയം അങ്ങനെ നിറച്ചാൽ പോരെ? മണ്ടത്തരം പറയല്ലേ പിള്ളേച്ച. അതിനകത്ത് അങ്ങനെയല്ല. ഹീലിയം ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഗ്യാസ് അല്ല. നൈട്രജൻ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നതാണ്. ഹീലിയം ആണെങ്കിൽ ചെറിയ മോളിക്യൂൾസ് ആണ്, വലിയ സീനൊന്നും ഉണ്ടാക്കത്തില്ല. പക്ഷേ ഹീലിയത്തിന്റെ അവൈലബിലിറ്റി വളരെ കുറവാ. അങ്ങനെ കയറിയിട്ട് വലിയ പറ്റത്തില്ല. വളരെ ചിലവേറിയ സാധനമാണ്. വേറൊരു പ്രതിവിധി ഉണ്ട്. ഹീലിയൊക്കെ നിറച്ച് കഴിഞ്ഞില്ലേ, ഈ ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, പെട്ടെന്ന് അടിയിൽ പോയിട്ട് മുകളിലോട്ട് വന്നാലേ പ്രശ്നമുള്ളൂ. വെള്ളത്തിന് അടിയിൽ പോകുന്നുള്ള വിഷയമുള്ള കാര്യമില്ല. അടിയിൽ നിന്ന് മുകളിലോട്ട് വരുമ്പോൾ പതുക്കെ വരണം. അടിയിൽ ഹൂ എന്ന് പറഞ്ഞാൽ നേരെ മുകളിലോട്ട് വന്നാൽ പെട്ടെന്ന് തന്നെ പ്രഷർ കുറയും, പെട്ടെന്ന് തന്നെ നൈട്രജൻ റിലീസ് ചെയ്യും, പെട്ടെന്ന് തന്നെ പുറത്തോട്ട് വരാൻ അറിയാതെ വല്ലാത്തൊരവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കുക. നേരെ മറിച്ച് പതുക്കെയാണ് മുകളിലോട്ട് വരുന്നുണ്ടെങ്കിൽ ഓരോ 10 മീറ്ററിലും പതുക്കെ ഇങ്ങനെ സിഗ്സാഗ് ആയിട്ട് ഇങ്ങനെ പതുക്കെ മുകളിലോട്ട് വന്നാൽ പ്രഷർ പതുക്കെ കുറയും, നൈട്രജൻ പതുക്കെ റിലീസ് ചെയ്യും. ഈ നൈട്രജനൊക്കെ പതുക്കെ നമ്മുടെ ബോഡിയിൽ നിന്ന് റിലീസ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയൊക്കെ ട്രെയിനിങ് കിട്ടിയിട്ടാണ് അവർ ഇരിക്കുന്നത്. അതൊന്ന്. ഇനി അടുത്തത് പീപ്പിൾസ് ലിവിങ് ഇൻ ഹൈ ആൾട്ടിറ്റ്യൂഡ്. അവിടെയാണ് അനോക്സിയ എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നത്. ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ താമസിക്കുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ ക്ലൈംബേഴ്സ് ആയിക്കോട്ടെ, ഇവർക്ക് ചുറ്റും അനുഭവപ്പെടുന്ന പ്രഷറിന്റെ അളവ് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. ഉയരം കൂടുന്നതോറും കറക്റ്റ് ഉയരം കൂടുന്നുണ്ടായിരിക്കും. ചായയുടെ മധുരം കൂടുന്ന പോലെ ചുറ്റുമുള്ള പ്രഷറും കുറയും. അങ്ങനെ ചുറ്റുമുള്ള പ്രഷർ കുറഞ്ഞാൽ ബ്ലഡിൽ ഡിസോൾവ് ആകുന്ന ഓക്സിജന്റെ അളവ് കുറയും. നേരാവണ്ണം ശരീരത്തിന് ഓക്സിജൻ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരാവണ്ണം തിങ്ക് ചെയ്യാൻ പറ്റില്ല. ആ അവസ്ഥയാണ് നമ്മൾ എന്ന് പറയുന്നത് അനോക്സിയ എന്ന് പറയുന്നത്. നമുക്ക് നേരാവണ്ണം തിങ്ക് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായിരിക്കും. ബോഡി ഭയങ്കര വീക്കാവും. ആ ഒരവസ്ഥയാണ് അനോക്സിയ എന്ന് പറയുന്നത്. ബെൻഡ് എന്താണ് എന്നും അനോക്സിയ എന്താണ് എന്നും ഇത്ര നേരം ഞാൻ പറഞ്ഞ മുഴുവൻ പോയിന്റുകളും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ എക്സാമിന് നിങ്ങൾ ഓൺ വേർഡ്സിൽ എഴുതി കൊടുക്കേണ്ടതാണ്. നോട്ട്സ് ആണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടെങ്കിൽ സാധനം ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുന്നതായിരിക്കും. ഉടനെ തന്നെ നിങ്ങൾക്ക് അതെല്ലാം കിട്ടും. വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് താഴത്ത് കൊടുക്കുന്നുണ്ട്. ഞങ്ങളുമായിട്ട് നേരിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ടീച്ചേഴ്സിന്റെ വാട്സ്ആപ്പ് ചാനലുണ്ട്. ആ ചാനലിൽ നിങ്ങൾ കയറി ക്ലിക്ക് ചെയ്താൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഞങ്ങളായിരിക്കും നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നുണ്ടായിരിക്കുക, വോയിസ് ഇടുന്നുണ്ടായിരിക്കുക, വീഡിയോസ് അയക്കുന്നുണ്ടായിരിക്കുക. അങ്ങനെ പല കാര്യങ്ങൾ വാട്സ്ആപ്പ് ചാനലിൽ നടക്കുന്നുണ്ട്. വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് 995400800 നമ്മൾ കോൺടാക്ട് ചെയ്ത് അഗ്നിബാച്ചിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ആദ്യ ക്ലാസ് മുതൽ തന്നെ ഇരിക്കുക. അവസാന ദിവസം വരെ 4250 രൂപ മാത്രമേ ഉള്ളൂ. മുഴുവൻ കാര്യങ്ങൾക്ക് നോട്ട്സ് കിട്ടും, സ്ലൈഡ്സ് കിട്ടും, ക്ലാസ് കിട്ടും, റെക്കോർഡ് ക്ലാസ് ഉണ്ട്, ലൈവ് ക്ലാസ് ഉണ്ട്, പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ട്, എല്ലാ സാധനം ഉണ്ടായിരിക്കും. ഫീച്ചേഴ്സ് പറഞ്ഞ സമയം കളയുന്നില്ല. ഞാൻ വേണമെങ്കിൽ ജോയിൻ ചെയ്യാൻ നിർബന്ധിക്കുന്നില്ല. കാരണം
ഇപ്പോൾ തന്നെ അതിനകത്ത് ഒരുപാട് ആളുകളുണ്ട്. വേറെ വേറെ ബാച്ചുകളാക്കി നിരത്തിനെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഓൺലൈൻ ബാച്ചാണ് സൈലൻസിൻ്റെ പ്ലസ് അഗ്നി ബാച്ച് എന്ന് പറയുന്നത്. നിങ്ങൾ അഡ്മിഷൻ എടുത്തില്ല എങ്കിൽ നിങ്ങൾക്ക് നഷ്ടം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഉടനെ തന്നെ അഡ്മിഷൻ എടുക്കുന്നവർക്ക് അഡ്മിഷൻ എടുക്കാം. അടുത്തോട്ട് കിടക്കുന്നത് റോൾസ് ലോ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹെൻറീസ് ലോ കഴിഞ്ഞാൽ അടുത്ത നമ്മൾ കിടക്കാൻ പോകുന്നത് റോൾസ് ലോ ആണ്. എന്താണ് സാർ റോൾസ് ലോ എന്ന് പറയുന്നത്? നൈസായിട്ടുള്ള സാധനമാണ് ഈ റോൾസ് ലോ എന്ന് പറയുന്നത്. റോൾസ് ലോ എന്താണെന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്തറിഞ്ഞിരിക്കണം? എന്താണ് വേപ്പർ പ്രഷർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. വേപ്പർ പ്രഷർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് എന്തറിഞ്ഞിരിക്കണം? വോളറ്റൈൽ ലിക്വിഡുകൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇയാൾ പറഞ്ഞ് എങ്ങോട്ടേക്കാണ് പോകുന്നത്? വോളറ്റൈൽ ലിക്വിഡ് മാത്രം അറിഞ്ഞാൽ മതി. വോളറ്റൈൽ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ഈസിയായി വേപ്പറായി മാറുന്നവയാണ് വോളറ്റൈൽ ലിക്വിഡുകൾ എന്ന് പറയുന്നത്. ഈസിയായി വേപ്പറായി മാറുന്ന ലിക്വിഡുകളെയാണ് വോളറ്റൈൽ. വാട്ടർ ഒരു വോളറ്റൈൽ ലിക്വിഡാണ്. കാരണം ചുറ്റുമുള്ള ടെമ്പറേച്ചറിനെ വലിച്ചെടുത്ത് വേപ്പറായിട്ട് മാറുന്നു. കുളത്തിലെ വെള്ളമൊക്കെ വറ്റിപ്പോകുന്നത് 100 ഡിഗ്രി തിളച്ചിട്ടാണോ? എന്താ അത്? മീനുകളൊക്കെ വെന്തിട്ടുണ്ടാവില്ല. കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി കിട്ടുമ്പോൾ നമുക്ക് മീൻചാറ് കിട്ടില്ലേ? അങ്ങനെയല്ല. കുളത്തിലും എല്ലാം വെള്ളം വരുന്നത് എങ്ങനെയാണ്? അത് സർഫസിലുള്ള മോളിക്യൂൾസ് ഒക്കെ ചുറ്റുമുള്ള ടെമ്പറേച്ചറിനെ വലിച്ചെടുത്തിട്ട് വേപ്പറായിട്ട് എസ്കേപ്പ് ആയി പോവുകയാണ്. റെഡി? അങ്ങനെ ഒരു ലിക്വിഡിന്റെ സർഫസിലുള്ള മോളിക്യൂൾസ് ഒക്കെ വേപ്പറായി മാറുമ്പോൾ ആ വേപ്പർ തിരിച്ച് അതേ ലിക്വിഡിൽ തന്നെ പ്രയോഗിക്കുന്ന ഫോഴ്സ് അല്ലെങ്കിൽ പ്രഷറിനെയാണ് അതിന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു പച്ചവെള്ളം എന്ന് വിചാരിക്കുക. ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് പച്ചവെള്ളം എന്ന് വിചാരിക്കുക. ഈ വെള്ളത്തിന്റെ സർഫസിലുള്ള ഈ മോളിക്യൂൾസ് ഒക്കെ ചുറ്റുമുള്ള ടെമ്പറേച്ചറിനെ വലിച്ചെടുത്ത് എന്തായിട്ട് മാറുന്നു? വേപ്പറായിട്ട് മാറുന്നു. അപ്പോൾ ഇതിന് ചുറ്റും ഒരുപാട് വേപ്പറുകൾ ഉണ്ടാവുമേ. ഇതിന് ചുറ്റും ഒരുപാട് വേപ്പറുകൾ ഉണ്ടാവുമേ. H2 വേപ്പറുകൾ ഉണ്ടാവും. റെഡി? ഈ വേപ്പറുകളൊക്കെ തിരിച്ച് അതിന്റെ മുകളിൽ തന്നെ കൊടുക്കുന്ന പ്രഷറിനെയാണ് അതിന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരാളെ എടുക്കുക. എ എന്ന് പറയുന്ന ലിക്വിഡ് ചുറ്റുമുള്ള ടെമ്പറേച്ചറിനെ വലിച്ചെടുത്തിട്ട് വേപ്പറായി മാറുന്നു. ആ വേപ്പർ തിരിച്ച് അതിന്റെ മുകളിൽ തന്നെ കൊടുക്കുന്ന പ്രഷറാണ് PA, വേപ്പർ പ്രഷർ ഓഫ് എ. ഇവിടെ ഒരു സാധനം കൂടെ എക്സ്ട്രാ ചേർക്കും, PA0. എന്തിനാണ് സാർ നോട്ട്? എ എന്ന് പറയുന്നവൻ പ്യോർ ആയിട്ടുള്ള ആളാണ് എന്ന് കാണിക്കാനാണ്. ഇവിടെ എ മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടുത്തെ വേപ്പർ പ്രഷർ മുഴുവനായിട്ടും ആരുടെ വകയായിരിക്കും? എയുടെ വക മാത്രമായിരിക്കും. അതിനെയാണ് PA0 എന്ന് പറയുന്നത്. ഇവിടെ മറ്റൊരു പോയിന്റ് പറയട്ടെ. ഈ ഒരു ബീക്കർ എടുത്താൽ ഇവിടുത്തെ കൈ A = 1 ആണ്. ശരിയല്ലേ? കൈ A = 1 ആണ്. കാരണം ഇവിടെ എ മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് ഇത് ബി ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ സർഫസിലെ മോളിക്യൂൾസ് ആരുടെ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക? ബി എന്ന് പറയുന്ന ആളുകളുടെ മോളിക്യൂളുകൾ മാത്രമല്ലേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ വേപ്പറായിട്ട് മാറുന്ന ആര് മാത്രമായിരിക്കും? ബി മാത്രമായിരിക്കില്ലേ? അപ്പോൾ അതിന് ചുറ്റും അനുഭവപ്പെടുന്ന വേപ്പറുകളും വേപ്പർ പ്രഷറും ആരുടെ വക മാത്രമായിരിക്കും? ബിയുടെ വക മാത്രമായിരിക്കും. എങ്കിൽ അവിടുത്തെ വേപ്പർ പ്രഷർ നമുക്ക് എന്തെന്ന് പറയാം? PB0 എന്ന് പറയാം. BB0 എന്ന് പറയാൻ കാരണം അവിടെ ബി മാത്രമേ ഉള്ളൂ. ഇവിടെ കൈ B = എന്താണ്? 1 ആണ്. ബി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്യൂർ ആയിട്ടുള്ള ബിയുടെ വേപ്പർ പ്രഷറിന് PB0 എന്ന് പറയാം. പ്യൂർ ആയിട്ടുള്ള എയുടെ വേപ്പർ പ്രഷറിന് PA0 എന്ന് പറയാം. ഇനി എയും ബിയും കൂടെ മിക്സ് ചെയ്ത് ഞാനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി. ക്ലിയർ? എയും ബിയും കൂടെ മിക്സ് ചെയ്ത് ഞാൻ എന്ത് ചെയ്യാണ്? ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. A + B. എയും ബിയും കൂടെ മിക്സ് ചെയ്ത് ഞാൻ എന്തുണ്ടാക്കണം? ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്, ഇവിടുത്തെ വേപ്പർ പ്രഷർ ആരുടെയൊക്കെ വകയായിരിക്കും? സർഫസിൽ എ മാത്രമാണോ ഉള്ളത്? അല്ല. സർഫസിൽ ബി എന്ന് പറയുന്ന മോളിക്യൂളുകൾ കൂടിയുണ്ട്. അപ്പോൾ സർഫസിൽ എ എന്ന് പറയുന്നവർ വേപ്പറായിട്ട് മാറും, സർഫസിലുള്ള ബി എന്ന് പറയുന്നവരും വേപ്പറായിട്ട് മാറും. അതിനാൽ തന്നെ എയുടെ വകയും വേപ്പറുണ്ട്, ബിയുടെ വകയും വേപ്പറുണ്ട്. അതിനാൽ തന്നെ ടോട്ടൽ വേപ്പർ പ്രഷർ, അവിടുത്തെ സൊല്യൂഷന്റെ ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ P എന്ന് പറഞ്ഞാൽ ആരുടെയൊക്കെ വകയാണ്? എയുടെ വകയും വേപ്പർ പ്രഷർ ഉണ്ട്, ബിയുടെ വകയും വേപ്പർ പ്രഷർ ഉണ്ട്. ക്ലിയർ ആണോ? ഒരു സൊല്യൂഷനുള്ള വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള മുഴുവൻ വോളറ്റൈൽ ലിക്വിഡുകളുടെ വേപ്പർ പ്രഷറിന്റെ സമ്മാണ്. സംഭവം കഴിഞ്ഞ്. ഇവിടെ എ എന്ന് പറയുന്നവനും വോളറ്റൈലാണ്, വേപ്പറായി മാറും. ബി എന്ന് പറയുന്നവനും വോളറ്റൈലാണ്, വേപ്പറായി മാറും. എങ്കിൽ എയുടെ വകയും വേപ്പർ പ്രഷർ ഉണ്ട് PA, ബിയുടെ വകയും വേപ്പർ പ്രഷർ ഉണ്ട് PB. PA + PB ആണ് ടോട്ടൽ വേപ്പർ പ്രഷർ. എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ PA0 എന്ന് PB0 ഒന്നും കൊടുത്തില്ല? സാർക്ക് തെറ്റുപറ്റിയതാണ് സാർ. അങ്ങനെയല്ല, ഇത് PA0 PB0 കൊടുക്കാൻ പാടില്ല. കാരണം ഇവിടെ എ മാത്രമേ ഉള്ളൂ എങ്കിലാണ് നമ്മൾ PA0 കൊടുക്കുന്നത്. ഇവിടെ ബി മാത്രമേ ഉള്ളൂ എങ്കിലാണ് PB0 എന്ന് കൊടുക്കുന്നത്. ഇവിടെ എയും ഉണ്ട് പിയും ഉണ്ട്. എയും പ്യോർ അല്ല, ബിയും പ്യോർ അല്ല. അതിനാൽ തന്നെ ഇവിടെ നോട്ട് ഇട്ട് കൊടുക്കരുത്. ഇത് രണ്ടിനും വേറെ പേരിട്ട് പറയും കേട്ടോ. ഇവിടെ കാണിച്ചിരിക്കുന്ന എയും ബിയും PA0 PB0 എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷർ ഓഫ് എ ആൻഡ് ബി. ഇത് വേപ്പർ പ്രഷർ ഓഫ് എ, ഇത് വേപ്പർ പ്രഷർ ഓഫ് ബി. ഇത് PA PB എന്ന് പറഞ്ഞാൽ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എയും പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ബിയുമാണ്. പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എയും പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ബിയുമാണ്. എൻ്റെ അടുത്ത ചോദ്യം ഇതാണ്, ഇതിനകത്ത് എയുടെ അളവ് കൂടുതലാണെങ്കിൽ എ കാരണം ഉണ്ടാകുന്ന വേപ്പർ പ്രഷർ കൂടുതലായിരിക്കില്ലേ? അല്ലേ? എ ഇവിടെ അളവ് കൂടുതലാണെങ്കിൽ എ കാരണം ഉണ്ടാകുന്ന വേപ്പർ പ്രഷർ കൂടുതലായിരിക്കും. ബി ആണെങ്കിലോ, ബിയുടെ അളവ് കൂടുതലാണെങ്കിൽ ബി കാരണം ഉണ്ടാകുന്ന വേപ്പർ പ്രഷർ കൂടുതലായിരിക്കും. സിമ്പിൾ. ഇതാണ് റോൾസ് ലോ. സാർ ഒന്നുകൂടെ പറയൂ സാർ. മനസ്സിലാവുന്നുണ്ട്?
പി എ എന്ന് പറയുന്ന എയുടെ വേപ്പർ പ്രഷർ എന്തിനനുസരിച്ച് കൂടും? എയുടെ മോൾ ഫ്രാക്ഷൻ അനുസരിച്ച് കൂടും. റെഡിയല്ലേ? എയുടെ മോൾ ഫ്രാക്ഷൻ കൂടുതലാണെങ്കിൽ എ കാരണം ഉണ്ടാകുന്ന വേപ്പർ പ്രഷർ കൂടും. സിമിലർലി ബി, പി ബി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ മോൾ ഫ്രാക്ഷൻ ഓഫ് ബി. ബിയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ ബിയുടെ അളവ് കൂടുന്നതനുസരിച്ച് ബി കാരണം ഉണ്ടാകുന്ന വേപ്പർ പ്രഷറും കൂടും. റെഡിയല്ലേ? ഈ പ്രൊപ്പോർഷൻ എടുത്തപ്പോൾ ഒരു ഈക്വൽ ടു വേണം, ഒരു കോൺസ്റ്റന്റ് വേണം. ഒരു ഈക്വൽ ടു വേണം, ഒരു കോൺസ്റ്റന്റ് വേണം. പി എ ഈക്വൽ ടു കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ പി എ നോട്ടാണ്. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിന് പി എ നോട്ടും പി ബി നോട്ടൊക്കെ കോൺസ്റ്റന്റ് ആയിരിക്കും. ശ്രദ്ധിക്കണേ, ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിന് പി എ നോട്ട് പി ബി നോട്ട് കോൺസ്റ്റന്റ് ആണ്, ഒരിക്കലും മാറില്ല. അപ്പൊ പി എ ഇസ് ഈക്വൽ ടു പി എ നോട്ട് ഇൻറ്റു കൈ എ ആണ്. പി ബി എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ എങ്ങനെ എഴുതാം? പി ബി ഈക്വൽ ടു എങ്ങനെ എഴുതാം? പി ബി ഇസ് ഈക്വൽ ടു പി ബി നോട്ട് ഇൻറ്റു കൈ ബി എന്ന് എഴുതാം. ഇപ്പോൾ പറഞ്ഞ ഇതാണ് റോൾസ് ലോ എന്ന് പറയുന്നത്. അതായത് വോളറ്റൈൽ ലിക്വിഡുകളുടെ ഒരു സൊല്യൂഷൻ എടുത്താൽ അതിൽ ഓരോ കമ്പോണന്റിന്റെയും മോൾ ഫ്രാക്ഷൻ കൂടുന്നതിനനുസരിച്ച് അവരുടെ പാർഷ്യൽ വേപ്പർ പ്രഷർ കൂടും. ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ്സ് the partial vapor pressure of each liquid is directly proportional to its mole fraction. റെഡി? അവരുടെ മോൾ ഫ്രാക്ഷൻ കൂടുന്നതനുസരിച്ച് അവരുടെ പാർഷ്യൽ വേപ്പർ പ്രഷർ കൂടും. അതായത് പി എ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് എ. പി എ ഇസ് ഈക്വൽ ടു പി എ നോട്ട് ഇൻറ്റു കൈ എ. ഇതാണ് അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ഇത് വെച്ചുകൊണ്ട് നമുക്കൊരു ഗ്രാഫ് വരയ്ക്കാം. റോൾസ് ലോന്റെ ഗ്രാഫാണ് പറയുന്നത്. ഇതിൽ നിന്നാണ് ഐഡിയൽ നോൺ ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫിലോട്ടൊക്കെ നമ്മൾ വളരെ ഈസി ആയിട്ട് കടക്കാൻ പോകുന്നത്. ഈ എങ്ങനെയാണ് നോക്കിക്കോളൂ. ഞാനൊരു ഗ്രാഫ് സാധാരണ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരു എക്സും ഒരു വൈ ആണ് വരയ്ക്കുക. ഇവിടെ ഒരു എക്സ് നമ്മൾ 2 വൈ ആണ് വരയ്ക്കുന്നത്. അതെന്നാ സാർ കുറച്ച് ഓവറാക്കി, അത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു എക്സ് വരച്ചു, ദെൻ വൈ ആക്സിസ് മുകളിലോട്ട് ഇവിടെയും വരച്ചിട്ട് റെഡി? നോക്കണേ, കുറച്ച് തിക്നെസ് വരയ്ക്കാം അല്ലേ. ഇത് ബീക്കർ അല്ല, മറിച്ച് ഇത് എക്സ് ആക്സിസ് ആണ്, ഇതൊരു വൈ ആക്സിസ് ആണ്, ഇതൊരു വൈ ആക്സിസ് ആണ്. റെഡി? അപ്പൊ എക്സ് ആക്സിസിൽ ഞാൻ മാർക്ക് ചെയ്യുന്നത് മോൾ ഫ്രാക്ഷൻ ആണ്. ഈ ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്നും ഗ്രാഫിന്റെ മുഴുവൻ തെറ്റിദ്ധാരണകളെല്ലാം മാറ്റിയെടുക്കാൻ പറ്റുന്ന കിഡിലിനായിട്ട് ഞാൻ പറഞ്ഞുതരാൻ പോകും. ഞാൻ എന്നെക്കുറിച്ച് തന്നെ പറയാൻ പാടില്ല. ക്ലാസ് കഴിഞ്ഞ തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം താഴത്തെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ മറ്റുള്ളവരോട് പറയുക എന്താണ് എൻ്റെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത്. മോൾ ഫ്രാക്ഷൻ ആണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നത് എക്സ് ആക്സിൽ. വൈ ആക്സിൽ ഞാൻ മാർക്ക് ചെയ്യുന്നത് വേപ്പർ പ്രഷറുകളെയാണ്. റെഡി? വൈ ആക്സിൽ മാർക്ക് ചെയ്യുന്നത് വേപ്പർ പ്രഷറാണ്. ഇനി സാധാരണ എക്സ് വരച്ചു, വൈ വരച്ചാൽ അവിടെ ഒരു ഒറിജിൻ ഉണ്ടായിരിക്കും അല്ലേ? എക്സും വൈയും കൊണ്ട് ടച്ച് ചെയ്യുന്ന ഒരു പോയിന്റ്. ഇവിടെ ഒറിജിൻ അല്ല, മറിച്ച് എക്സും വൈയും കൊണ്ട് ടച്ച് ചെയ്യുന്ന 2 പോയിന്റുകളാണ് ഉള്ളത്. ഇവിടെ ഈ ഒരു പോയിന്റും ഇവിടെ ഈ ഒരു പോയിന്റും. ഈ 2 പോയിന്റും ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് മാർക്ക് ചെയ്യാൻ നോക്കണേ. ഇവിടെ ഞാൻ കൈ എ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുന്നു. അപ്പൊ മറ്റേ എൻഡിൽ ഞാൻ കൈ എ ഈക്വൽ ടു 1 എന്നും കൊടുക്കുന്നു. ഇനി നേരെ തിരിച്ച് ആദ്യത്തെ പോയിന്റിൽ കൈ ബി ഈക്വൽ ടു 1 എന്ന് കൊടുക്കുന്നു. മറ്റേ എൻഡിൽ കൈ ബി ഈക്വൽ ടു 0 എന്ന് കൊടുക്കുന്നു. സാർ ടെക്സ്റ്റില് ഇവിടെ കൈ എ ഈക്വൽ ടു 1ഉം ഇവിടെ കൈ ബി ഈക്വൽ ടു 0 ആണ് സാർ. ഇവിടെ അത് ഈ 2 അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ് സാർ. സാർക്ക് തെറ്റ് പറ്റിയ ഒരു തെറ്റും പറ്റില്ല. നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ള പോലെ വരയ്ക്കാം. ഇവർ 2 പേരെയും അങ്ങോട്ട് വരയ്ക്കാം, അവർ 2 പേരെയും ഇങ്ങോട്ടേക്കും വരയ്ക്കാം. ഒരു തെറ്റുമില്ല, ഒരു സീനുമില്ല. ഇവിടെ എയും ബിയും കൊടുത്ത സ്ഥാനത്ത് നിങ്ങൾക്ക് 1ഉം 2ഉം എന്നായിരിക്കും പല ബുക്കിലും കൊടുത്തിട്ടുണ്ടായിരിക്കും. അതും വിഷയമുള്ള കാര്യമല്ല. ശ്രദ്ധിക്കേണ്ടത് കൈ എ 0 ആണെങ്കിൽ കൈ ബി 1 ആയിരിക്കണം. അല്ലാതെ കൈ എ 0യും കൈ ബി 0യും ആവരുത്. കൈ എയും 1 കൈ ബിയും 1 ആവരുത്. 2ഉം 1ഉം 2ഉം 0യും ആവരുത്. അത് പൊട്ട തെറ്റാണ്. നേരെ മറിച്ച് ഒരാൾ 0 ആണെങ്കിൽ മറ്റേ ആൾ 1 ആയിരിക്കണം. അത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ 1 ആണെങ്കിൽ ഇവൻ 0. ഇത് 2നെ ഇപ്പുറത്ത് എഴുതാം, ഈ 2നെ അപ്പുറത്ത് എഴുതാം. ഒരു വിഷയമുള്ള കാര്യമല്ല. ക്ലിയർ ആണോ? ഈ പോയിന്റിന്റെ പ്രത്യേകത എന്താണ്? ഈ പോയിന്റിന്റെ പ്രത്യേകത 2 പോയിന്റിലുമുള്ള പ്രഷറാണ് നമ്മൾ ഇനി വേപ്പർ പ്രഷറാണ് ഇനി മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പോയിന്റ്, ഫസ്റ്റ് പോയിന്റ് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഹൈലൈറ്റ് ചെയ്യുന്ന ഫസ്റ്റ് പോയിന്റിന്റെ പ്രത്യേകത ഇവിടെ കൈ എ ഈക്വൽ ടു 0 ആണ്, ഇവിടെ കൈ ബി ഈക്വൽ ടു 1 ആണ്. എന്ന് പറഞ്ഞാൽ കൈ എ 0 എന്ന് പറഞ്ഞാൽ എ അവിടെ ഇല്ല. കൈ ബി ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ അവിടെ ബി മാത്രമേ ഉള്ളൂ. ഇവിടെ ബി മാത്രമേ ഉള്ളൂവെങ്കിൽ അവിടുത്തെ ടോട്ടൽ വേപ്പർ പ്രഷർ ആരുടെ വക മാത്രമായിരിക്കും? ബിയുടെ വക മാത്രമായിരിക്കും. ബി മാത്രമേ ഉള്ളൂവെങ്കിൽ അവിടെ വേപ്പർ പ്രഷർ ആരുടെ വക മാത്രമാണ്? ബിയുടെ വക മാത്രമാണ്. എങ്കിലത്തെ അവിടുത്തെ വേപ്പർ പ്രഷർ എന്താ? ബി മാത്രമേ ഉള്ളൂവെങ്കിൽ അവിടുത്തെ വേപ്പർ പ്രഷർ പി ബി ആണോ പി ബി നോട്ടാണോ? പി ബി ആണോ പി ബി നോട്ടാണോ? സിമ്പിൾ പി ബി. അവിടെ നിന്ന് മാർക്ക് നമുക്ക് പി ബി നോട്ട്. അതെന്താണ്? പി ബി നോട്ടാണ്. ക്ലിയർ? പി ബി നോട്ടാണ്. ഈ പോയിന്റിന്റെ പ്രത്യേകത എന്താ?
ഈ പോയിന്റിന്റെ പ്രത്യേകത എന്താ? ഇവിടെ കൈ എ ഈക്വൽ ടു 1, കൈ ബി 0 ആണ്. കൈ ബി 0 എന്ന് പറഞ്ഞാൽ ബി അവിടെ ഇല്ല. പിന്നെ ആര് മാത്രമേ ഉള്ളൂ? കൈ എ ഈക്വൽ ടു 1, എ മാത്രമേ ഉള്ളൂ. എ മാത്രമേ ഉള്ളൂ എങ്കിൽ എ ഇപ്പോൾ പ്യൂർ ഫോമിലാണ്. എ ഇപ്പോൾ പ്യൂർ ഫോമിൽ നമ്മൾ എ മാത്രമേ ഉള്ളൂ എങ്കിൽ ടോട്ടൽ വേപ്പർ പ്രഷർ ആരുടെ വക മാത്രമായിരിക്കും? ടോട്ടൽ വേപ്പർ പ്രഷർ എയുടെ വക മാത്രമായിരിക്കും. എങ്കിൽ ആ ടോട്ടൽ വേപ്പർ പ്രഷർ എയുടെ വക മാത്രമാണെങ്കിൽ അത് പി എ ആണോ പി എ നോട്ട് ആണോ? പി എ ആണോ പി എ നോട്ട് ആണോ? ഉറപ്പാണ്, അത് പി എ നോട്ട് ആണ്. അത് പി എ നോട്ട് ആണ്. ക്ലിയർ? സാർ എന്തിനാണ് സാർ അവിടെ മുകളിൽ വരച്ചത്? സാർ ഞാൻ കണ്ടിരിക്കുന്ന ബുക്കിൽ ഇത് മുകളിലും ഇത് താഴെയാണ് സാർ. എന്തുകൊണ്ടാണ് സാർ രണ്ടും ഒരേ ലെവലിൽ വരച്ചില്ല? ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ചോദ്യങ്ങളാണ്. ഈ രണ്ട് ലിക്വിഡും, എ എന്ന് പറയുന്ന ലിക്വിഡും ബി എന്ന് പറയുന്ന ലിക്വിഡും എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള രണ്ട് ലിക്വിഡുകൾ ആയതുകൊണ്ട് തന്നെ രണ്ടിൻ്റെയും വേപ്പർ പ്രഷർ വേറെ വേറെയാണ്. അതിനാൽ തന്നെ ഒരാളുടെ താഴെയും ഒരാളുടെ മേലെയും വരച്ചേ ഉള്ളൂ. രണ്ടും വേറെ വേറെ വേപ്പർ പ്രഷറാണ് ഇന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. രണ്ടും വേറെ വേറെ സാധനമാണെന്ന്, വേറെ വേറെ വേപ്പർ പ്രഷറാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഒരാളെ മുകളിൽ ഒരാളെ താഴെയും വരച്ച്. നേരെ മറിച്ച് ഇത് മുകളിലും ഇത് താഴെയും വരയ്ക്കാം, ഒരു പ്രശ്നമില്ല. അതൊന്നും വലിയ സീനുള്ള കാര്യമേ അല്ല. ഒരാൾ മുകളിലും ഒരാൾ താഴെ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കൊടുക്കുന്നത് ഒരേപോലെ വരച്ചാലും വലിയ പ്രശ്നം വരാനില്ല. കാരണം രണ്ടുപേരുടെ ഇൻട്രാക്ഷൻ മറ്റു കാര്യങ്ങളൊക്കെ സിമിലർ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കാം. ഈക്വൽ ആവാനും കേസുണ്ട്. എങ്കിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും കുറച്ചും കൂടെ. ഇപ്പോൾ ഞാൻ ഇപ്പം ഇത്രയും പോയിന്റുകൾ പറഞ്ഞതെന്ന് അറിയാമോ? ഞാൻ ഇങ്ങനെയല്ലല്ലോ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വരണ്ടേ, ഇത് അങ്ങനെ ഇത് മുകളിലും ഇത് താഴെയും വരണ്ടേ എന്നൊക്കെ ടീച്ചേഴ്സ് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മാർക്ക് കുറയ്ക്കുകയാണെങ്കിൽ അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത് നിങ്ങൾ വരച്ചത് ശരിയാണെന്ന് ബോധ്യപ്പെടുത്താൻ സാധിക്കണം. അത്രയേ ഉള്ളൂ. അതിനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. റെഡി? ഇതൊന്നും തെറ്റല്ല എന്ന് മനസ്സിലാക്കുക. എന്തിനാണ് ഇങ്ങനെ മുകളിലും താഴത്തും വരച്ചത്? രണ്ടും വേറെ വേറെ ആളുകളായതുകൊണ്ടാണ്. ഇവനെ മുകളിലും ഇവനെ താഴത്തും വരയ്ക്കാൻ തെറ്റില്ല. ഇനി ഗ്രാഫ് ഫില്ല് ചെയ്യാം, നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അത് ഗ്രാഫ് നമുക്ക് ലൈൻ വരയ്ക്കാം. നോക്കിയേ, എയുടെ മോൾ ഫ്രാക്ഷൻ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യുന്നു? എയുടെ മോൾ ഫ്രാക്ഷൻ ഇവിടെ 0 ആയിരുന്നു, അവിടെ എത്തുമ്പോൾ എയുടെ മോൾ ഫ്രാക്ഷൻ 1 ആണ്. ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ എയുടെ മോൾ ഫ്രാക്ഷൻ കൂടുകയാണ് കുറയുകയാണോ? ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ എയുടെ മോൾ ഫ്രാക്ഷൻ കൂടുകയാണ്. എയുടെ മോൾ ഫ്രാക്ഷൻ കൂടുമ്പോൾ റോൾസ് ലോ അനുസരിച്ച് അവന്റെ വേപ്പർ പ്രഷറും കൂടണം അല്ലേ? എയുടെ മോൾ ഫ്രാക്ഷൻ കൂടിയാൽ എ കാരണം ഉണ്ടാകുന്ന വേപ്പർ പ്രഷറും കൂടും. അപ്പോൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ എയുടെ മോൾ ഫ്രാക്ഷൻ എന്ത് ചെയ്യുകയാണ്? കൂടുകയാണ്. ഞാൻ വരയ്ക്കുന്നത് നോക്കിക്കോളൂ. ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ എയുടെ മോൾ ഫ്രാക്ഷൻ ഇങ്ങനെ കൂടുന്നു. ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ എയുടെ മോൾ ഫ്രാക്ഷൻ കൂടുന്നു. റെഡി അല്ലേ? റെഡി. ഇനി അതേപോലെ ബിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ബി ഇവിടെ കൈ ബി ഈക്വൽ ടു 1 ആണ്, ഇവിടെ കൈ ബി 0 ആണ്. ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ ബിയുടെ മോൾ ഫ്രാക്ഷൻ എന്ത് ചെയ്യുന്നു? കുറയുന്നു. ബിയുടെ മോൾ ഫ്രാക്ഷൻ കുറയുകയാണെങ്കിൽ ബി കാരണം ഉണ്ടാകുന്ന വേപ്പർ പ്രഷറും കുറയും. ബിയുടെ വേപ്പർ പ്രഷർ കുറയുകയാണെങ്കിൽ ബിയുടെ മോൾ ഫ്രാക്ഷൻ കുറയുകയാണെന്നുണ്ടെങ്കിൽ ബി കാരണം ഉണ്ടാകുന്ന വേപ്പർ പ്രഷറും കുറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഞാൻ വരച്ചു വെച്ചിരിക്കുന്ന ഓരോ ഞാൻ മാർക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ വരച്ചിരിക്കുന്ന റെഡ് ലൈന് എന്ന് പറഞ്ഞാൽ അത് പി ബി ആണ്, പി ബി നോട്ട് അല്ല. കാരണം ഈ എൻഡിലും മാത്രമാണ് അവർ പ്യുവർ ആയിരിക്കുന്നത്. ബാക്കിയുള്ള ഏത് പോയിന്റ് എടുത്താലും അവിടെ എയും ഉണ്ട് ബിയും ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എയും ഉണ്ട് ബിയും ഉണ്ട് എങ്കിൽ അത് സൊല്യൂഷനാണ്. സൊല്യൂഷനിലുള്ള വേപ്പർ പ്രഷർ പി ബി നോട്ട് അല്ല, മറിച്ച് പി ബി ആണ്. അതുപോലെ തന്നെയാണ് ഇവിടെ, ഇത് പി എ ആണ്, പി എ നോട്ട് അല്ല. ഇനി രണ്ടുപേരെയും കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് വരയ്ക്കാം. നമുക്ക് ഇത് രണ്ടുപേരെയും കൂടെ ഞാൻ കണക്ട് ചെയ്തിട്ട് ബ്ലാക്ക് ലൈനിൽ വരയ്ക്കണം. നോക്കണേ, ഈ രണ്ട് ലൈനും കൂടെ വരച്ചാൽ നമുക്ക് സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കിട്ടും. അത് നമ്മൾ ആദ്യം പറഞ്ഞ പി ഈസ് ഈക്വൽ ടു പി എ പ്ലസ് പി ബി ആണ്. ഇതാണ് റോൾസ് ലോ അനുസരിച്ചുള്ള ഗ്രാഫ് എന്ന് പറയുന്നത്. ഈ ഗ്രാഫ് ഇങ്ങനെ തന്നെയാണെങ്കിൽ അതിലൂടെ ഞാൻ കടക്കാം. ഈ ഗ്രാഫിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് കിട്ടും. റോൾസ് ലോ അനുസരിച്ചുള്ള ഈക്വേഷനിൽ ഗ്രാഫ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് അതിന്റെ ഈക്വേഷൻ മറ്റു കാര്യങ്ങൾ. റോൾസ് ലോന്റെ ഗ്രാഫ് നിങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എങ്കിൽ ഐഡിയൽ നോൺ ഐഡിയൽ സൊല്യൂഷനോട്ട് കടക്കാം. ഐഡിയൽ നോൺ ഐഡിയൽ സൊല്യൂഷൻ, ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന റോൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷനുകളെയാണ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. എങ്കിൽ ഗ്രാഫ് ഇങ്ങനെ വേണം കിട്ടാൻ. ഈ ഗ്രാഫ് ഇതുപോലെ കിട്ടുന്ന സൊല്യൂഷനുകളാണ് എന്നുണ്ടെങ്കിൽ ആ സൊല്യൂഷനുകളെയൊക്കെ നമുക്ക് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയാം. ഈ ഗ്രാഫ് ഇങ്ങനെയല്ല കിട്ടുന്നതെങ്കിൽ അതാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. അതിലൂടെ നമുക്ക് കടക്കാം. ആദ്യം പറയേണ്ടത് ഇതാണ്, ഈ ഗ്രാഫ് ഇതുപോലെ കിട്ടുന്ന സൊല്യൂഷനുകളാണെങ്കിൽ സിംപ്ലി റോൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷനുകൾ, അങ്ങനെ വേണം പറയാൻ. എന്താണ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ എല്ലാ കോൺസെൻട്രേഷനിലും റോൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷനുകളാണെങ്കിൽ ആ സൊല്യൂഷനുകളെയാണ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുക. ഐഡിയൽ സൊല്യൂഷൻ 5 പ്രോപ്പർട്ടി എഴുതാൻ പറഞ്ഞാൽ 5 ഇക്വേഷനുകളാണ് എഴുതേണ്ടത്. അത് ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം. അതിപ്പോൾ തന്നെ നിങ്ങൾ പഠിക്കുകയും ചെയ്യും. ഇവിടെ ഈ ഗ്രാഫിൽ 3 ഇക്വേഷൻ ഉണ്ട്. റോൾസ് ലോ അനുസരിച്ച് നിങ്ങൾക്കറിയാം, റോൾസ് ലോ അനുസരിച്ച് പി എ ഈക്വൽ ടു എന്താണ്? പി എ എന്ന് പറഞ്ഞാൽ പി എ നോട്ട് എ ഇൻറ്റു കൈ എ ആണ്. ശരിയല്ലേ?
റോൾസ് അനുസരിച്ച് പി ബി എന്താണ്? പി ബി എന്ന് പറഞ്ഞാൽ പി ബി നോട്ട് എ ഇൻറ്റു കൈ ബി ആണ്, ശരിയല്ലേ? എങ്കിൽ ടോട്ടൽ വേപ്പർ പ്രഷർ പി എന്തായിരിക്കും? പി എ പ്ലസ് പി ബി ആണ്, ശരിയല്ലേ? അപ്പൊ റോൾസ് ലോന്റെ 5 പ്രോപ്പർട്ടി ചെയ്താൽ കുറച്ച് പ്രോപ്പർട്ടി ചെയ്താൽ പറഞ്ഞാൽ 3 പ്രോപ്പർട്ടി നിങ്ങൾ എഴുതി കഴിഞ്ഞു. റോൾസ് ലോന്റെ 3 പ്രോപ്പർട്ടി സെറ്റായി. ഇനി വേറെ 2 കൂടെ ഉണ്ട്. ടോട്ടലായിട്ട് 5 ആണുള്ളത്, 3 സെറ്റായി. വേറെ ഉള്ളത് ഡെൽറ്റ വി മിക്സ്. ഡെൽറ്റ വി മിക്സ് ഈക്വൾ ടു 0, ഡെൽറ്റ എച്ച് മിക്സ് ഈക്വൾ ടു 0. ഇതെന്താണ് സാർ? ഡെൽറ്റ വി മിക്സ് 0 എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ വോളിയം ചേഞ്ച് ആണ്. മിക്സ് ചെയ്യുമ്പോൾ വോളിയം ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല. അതായത് എ എന്ന് പറയുന്ന സൊല്യൂഷനും എ എന്ന് പറയുന്ന ലിക്വിഡും ബി എന്ന് പറയുന്ന ലിക്വിഡും കൂടെ മിക്സ് ചെയ്യുമ്പോൾ വോളിയം കൂടാനോ കുറയാനോ പാടില്ല. അതൊരിക്കലും ഉണ്ടാവില്ലല്ലോ സാർ. 1 ലിറ്റർ എയും 1 ലിറ്റർ ബിയും കൂടെ ചേർത്താൽ നമുക്ക് 2 ലിറ്റർ സൊല്യൂഷനല്ലേ കിട്ടുക. അത് കൂടുമില്ലല്ലോ കുറയില്ലല്ലോ. ഇതെന്താണ് സാർ? കൂടുന്ന കേസുമുണ്ട്, കുറയുന്ന കേസുമുണ്ട്. അത് നമ്മൾ പഠിക്കും. കൂടുന്നുമില്ല, കുറയുന്നുമില്ല. അതായത് 1 ലിറ്റർ എയും 1 ലിറ്റർ ബിയും കൂടെ ചേർത്താൽ കൃത്യം 2 ലിറ്റർ തന്നെ ആയിരിക്കണം സൊല്യൂഷൻ. 2.01 വരാൻ പാടില്ല, 1.99 വരാനും പാടില്ല. വോളിയം ഒരു പൊട്ട് കുറയാനും പാടില്ല, കൂടാനും പാടില്ല. അങ്ങനെയാണെങ്കിലാണ് അതിന് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുക. ഐഡിയൽ സൊല്യൂഷൻ പ്രത്യേകത അതാണ്. ഡെൽറ്റ വി മിക്സ് 0 എന്ന് പറഞ്ഞാൽ മിക്സിങ് സമയത്ത് എന്താൽപി ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല. എയും ബിയും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഹീറ്റിനെ വലിച്ചെടുക്കാനോ റിലീസ് ചെയ്യാനോ പാടില്ല എന്ന്. അത്രേ ഉള്ളൂ. ഹീറ്റിനെ വലിച്ചെടുക്കാനോ റിലീസ് ചെയ്യാനോ പാടില്ല. എക്സോതെർമിക്കോ എൻഡോതെർമിക്കോ ആവരുത്. ഇത് ഈ 3 ഇക്വേഷൻ നമുക്ക് കിട്ടുന്ന ഗ്രാഫിൽ നിന്നാണ്. ഈ 2 സാധനം നമുക്ക് കിട്ടുന്നത് ഇവരുടെ ഇന്ററാക്ഷന്റെ സ്ട്രെങ്ത് വെച്ചുകൊണ്ട് നമുക്ക് പറയാം. ഇന്ററാക്ഷന്റെ സ്ട്രെങ്ത് വെച്ചുകൊണ്ട് പറയാം. ആദ്യം എ മാത്രമുള്ള ഒരു കണ്ടെയ്നർ എടുക്കുന്നു. അതിൽ എ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നേരത്തെ ആലോചിച്ച് നോക്കൂ, ഒരു എ കണ്ടെയ്നർ, മറ്റേ കണ്ടെയ്നറിൽ ബി മാത്രമേ ഉള്ളൂ. ഇത് രണ്ടും കൂടെ ചേർത്തുകൊണ്ടാണ് നമ്മൾ സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. റെഡി? എ എന്ന് പറയുന്ന കണ്ടെയ്നറിൽ ആര് മാത്രമേ ഉള്ളൂ? എ മാത്രമേ ഉള്ളൂ. എങ്കിൽ ആ എ എന്ന് പറയുന്ന മോളിക്യൂളിനിടയിൽ ഇന്ററാക്ഷൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ വാട്ടർ ആണെങ്കിൽ H2O അതിനിടയ്ക്ക് ഇന്ററാക്ഷൻ ഏതാ? ഹൈഡ്രജൻ ബോണ്ടാ. അങ്ങനെ H2O ഒരു ഇന്ററാക്ഷൻ ഉണ്ട്. എ എന്ന് പറയുന്ന മോളിക്യൂളിനിടയിൽ ഒരു ഇന്ററാക്ഷൻ. അടുത്ത കണ്ടെയ്നറിൽ ബി മാത്രമേ ഉള്ളൂ. എങ്കിൽ ബി അവർ തമ്മിൽ ബി ഇന്ററാക്ഷൻ ഉണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് എന്തുണ്ടാക്കി? സൊല്യൂഷൻ ഉണ്ടാക്കി. എ ബി എന്ന സൊല്യൂഷൻ ഉണ്ടാക്കി. അവിടെ ഇന്ററാക്ഷൻ ആരൊക്കെ തമ്മിലാണ്? എയും ബിയും. അപ്പോൾ എ ബി ഇന്ററാക്ഷൻ അവിടെ ഉണ്ടായിരിക്കുക. അപ്പോൾ 3 ഇന്ററാക്ഷനുകളാണ് എ ഇന്ററാക്ഷൻ, ബി ഇന്ററാക്ഷൻ, എ ബി ഇന്ററാക്ഷൻ. എ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ സോൾവെന്റ് ഇന്ററാക്ഷൻ. ബി എ എന്ന് പറഞ്ഞ സോൾവെന്റും ബി എന്ന് പറഞ്ഞ സൊല്യൂട്ടുമാണ്. അത് ഇപ്പൊ തന്നെ ഓർത്ത് വെച്ചോ. എ എന്ന് പറഞ്ഞ സോൾവെന്റും ബി എന്ന് പറഞ്ഞ സൊല്യൂട്ടുമാണ്. ബി എന്ന് പറഞ്ഞ കണ്ടിൽ സൊല്യൂട്ട് ഇന്ററാക്ഷൻ ആണ്. എ ബി ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടും സോൾവെന്റും തമ്മിലുള്ള ഇന്ററാക്ഷൻ. അപ്പോൾ 3 ഇന്ററാക്ഷനുകളാണ് ഇവിടെ ഉള്ളത്. ഈ 3 ഇന്ററാക്ഷനുകളും ഓൾമോസ്റ്റ് സിമിലർ സ്ട്രെങ്ത് ആണെങ്കിൽ അതാണ് ഐഡിയൽ സൊല്യൂഷൻ. എ ഇന്ററാക്ഷനും ബി ഇന്ററാക്ഷനും എ ബി ഇന്ററാക്ഷൻ ഓൾമോസ്റ്റ് എന്തായിരിക്കണം? സിമിലർ ആയിരിക്കണം. അങ്ങനെയുള്ളവയാണ് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുക. ഇത്രയും പറഞ്ഞിരിക്കുന്ന പോയിന്റുകളെല്ലാമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എക്സാമ്പിൾ അടക്കം ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കി വെക്കുക. ഉറപ്പായും എക്സാമിന് എക്സാമ്പിൾസ് ചോദിക്കും. അപ്പോൾ നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാഫ് ഇങ്ങനെ കിട്ടാത്തതാണ്. ഗ്രാഫ് ഇങ്ങനെ കിട്ടില്ല. നോക്കണേ, നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാഫ് ഇങ്ങനെ കിട്ടേണ്ടതാണ് എന്ന് കാണിക്കാനാണ് ഡോട്ടഡ് ലൈൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഡോട്ടഡ് ലൈൻ നിർബന്ധമാണ്. ഏത്? നോൺ ഐഡിയൽ സൊല്യൂഷൻസ് വരയ്ക്കുമ്പോൾ ഡോട്ടഡ് ആയിട്ട് ഇത് വരയ്ക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ കിട്ടേണ്ടിരുന്ന ഗ്രാഫ് വളഞ്ഞിട്ട് കിട്ടുന്നു. സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഇങ്ങനെ കിട്ടേണ്ട ഗ്രാഫ് വളഞ്ഞിട്ട് കിട്ടുന്നു. അതായത് എ എന്ന് പറയുന്നത് ഇങ്ങനെ പോകുന്നതിന് പകരം എന്ത് ചെയ്യുകയാണ്? ഇങ്ങനെ പോവുകയാണ്. ബി എന്ന് പറയുന്നത് മുകളിലൂടെ വളഞ്ഞു പോകുന്നു. പിന്നെ അടുത്ത ബ്ലാക്കും ഇങ്ങനെ പോകുന്നു. ഇങ്ങനെ മുകളിലൂടെ ലൈനുകൾ വരാം, താഴത്തൂടെയും വരാം. ഇതിങ്ങനെ വരാം, ഇതിങ്ങനെ വരാം. സ്ട്രെയിറ്റ് ലൈനായിട്ട് കിട്ടാതെ ആ ലൈനിന്റെ മുകളിലൂടെയും വരാം, ആ ലൈനിന് താഴത്തൂടെയും വരാം. അതാണ് നോൺ ഐഡിയൽ സൊല്യൂഷനുകൾ 2 ഉണ്ട് എന്ന് പറയുന്നത്. മുകളിലൂടെ പോകുന്ന സൊല്യൂഷനുകളാണെങ്കിൽ അതിനെയാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. താഴത്തൂടെ പോകുന്ന ഗ്രാഫുകളെയാണ് ഇങ്ങനെ ഡോട്ടഡ് ലൈൻ വരച്ചതിന് ശേഷമാണ് ഈ താഴത്തൂടെ വരയ്ക്കാൻ കേട്ടോ. താഴത്തൂടെ പോകുന്നതാണ് നെഗറ്റീവ് ഡീവിയേഷൻ. നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ. ഇവിടെ ഞാൻ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ. അപ്പോൾ ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഗ്രാഫിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഇങ്ങനെയാണ് ഗ്രാഫ് ആദ്യം നിങ്ങൾ വരയ്ക്കേണ്ടത്. ഈ ഗ്രാഫ് നിങ്ങൾ വരച്ച് വെക്കണം. ഡോട്ടഡ് ലൈൻ ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. പലരും ഇത് ബോൾഡ് ലൈനായിട്ട് ഇങ്ങനെ വരച്ച് വെക്കും, അതിനുശേഷം മുകളിലൂടെ ഡോട്ടഡ് ലൈൻ വരയ്ക്കും. അത് മണ്ടത്തരമാണ്, ഇത് തെറ്റാണ്. ഇതാണ് ഡോട്ടഡ് ആയിട്ട് വരയ്ക്കുന്നത്. കാരണം ഇങ്ങനെ കിട്ടേണ്ടിയിരുന്ന ഗ്രാഫാണ് നമുക്ക് എങ്ങനെ കിട്ടുന്നത്? മുകളിലൂടെ ഇങ്ങനെ പോകുന്നു, റെഡും അതേപോലെ മുകളിലൂടെ പോകുന്നു, അതേപോലെ ബ്ലൂവും ഇങ്ങനെ മുകളിലൂടെ പോകുന്നു. ഇങ്ങനെ മുകളിലൂടെ പോകുന്ന ഗ്രാഫുകൾ. റെഡി?
ഇങ്ങനെ മുകളിലൂടെ പോകുന്നു. ഈ പോയിന്റിലൊക്കെ മാർക്ക് ചെയ്യണം. ഞാനൊന്നും മാർക്ക് ചെയ്തിട്ടില്ല, ഞാൻ സാറാണല്ലോ, എനിക്ക് ഇങ്ങനെയൊക്കെ എഴുതാം. നിങ്ങൾ എഴുതാൻ പാടില്ല. നിങ്ങൾ ഇവിടെ കൈ എ ഈക്വൽ ടു 1 എന്നും കൈ ബി കൈ എ ഈക്വൽ ടു 0 എന്നൊക്കെ പറഞ്ഞ പോയിന്റിലൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്യണം. ഈ ഗ്രാഫ് ഇങ്ങനെ വരച്ചാൽ കംപ്ലീറ്റ് ആയി. എക്സ് ആക്സും വൈ ആക്സും ആരൊക്കെയാണെന്നുള്ളതും കൂടെ മാർക്ക് ചെയ്യണം കേട്ടോ. അങ്ങനെ മാർക്ക് ചെയ്തത് കംപ്ലീറ്റ് ആയി. ഇനി ഇതിന്റെ പ്രത്യേകത എഴുതാം. ഇവരുടെ പോയിന്റ് നമുക്ക് എഴുതാം. അതായത് ആ ഇക്വേഷനിൽ ഉണ്ടല്ലോ 5 പ്രോപ്പർട്ടി, അത് എഴുതാം. തൊട്ട് മുന്നേ ഞാനിവിടെ എഴുതിയിരിക്കുന്ന ഈ 5 ഇക്വേഷൻ നിങ്ങൾ നോക്കണേ. ഈ 5 ഇക്വേഷൻ ഇതുപോലെയാണെങ്കിൽ അതിനെയല്ലേ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. എല്ലാം ഈക്വൽ ടു ആണെങ്കിൽ അതാണ് റോൾസ് ലോ ഒബേ ചെയ്യുന്ന ഐഡിയൽ സൊല്യൂഷൻ. ഇതൊന്നും ഈക്വൽ ടു അല്ല എങ്കിലോ, ഇതൊന്നും ഈക്വൽ ടു അല്ല എങ്കിൽ അതെല്ലാം നോൺ ഐഡിയൽ സൊല്യൂഷനുകളാണ്. അപ്പോൾ ഇതൊന്നും എന്തല്ല, ഈക്വൽ ടു എന്നല്ല കൊടുക്കേണ്ടത്, മറിച്ച് എന്താണ് കൊടുക്കേണ്ടത്? ഞാൻ ഇവിടെ തന്നിരിക്കുന്ന മുഴുവൻ ഇക്വേഷൻ്റെയും എന്ത് ചെയ്യുന്നു, ആ ഈക്വൽ ടു മായ്ച്ചു കളയും. പിന്നെ നമ്മൾ ഇവിടെ വരച്ചിരിക്കുന്നത് പോസിറ്റീവ് ഡീവിയേഷൻ. പോസിറ്റീവ് ഡീവിയേഷൻ ആയതുകൊണ്ട് തന്നെ ഉറപ്പായും അവിടെ ഈക്വൽ ടു വരില്ല, മറിച്ച് എന്താണ് വരിക, പോസിറ്റീവ് ഡീവിയേഷൻ ആയതുകൊണ്ട് ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇടുക. ഗ്രേറ്റർ ദാൻ ഗ്രേറ്റർ ദാൻ ഗ്രേറ്റർ ദാൻ ഗ്രേറ്റർ ദാൻ ഗ്രേറ്റർ ദാൻ എന്ന് സിമ്പിൾ ഇടുക. ഈ 3 ഇക്വേഷൻ ഗ്രാഫിൽ നിന്ന് നമുക്ക് കിട്ടും. എങ്ങനെയാണ് സാർ കിട്ടുക? ശരിക്കും കിട്ടേണ്ടിയിരുന്ന പാർഷ്യൽ പ്രഷറിനേക്കാൾ മുകളിലാണ് ഈ ഗ്രാഫെല്ലാം വന്നിരിക്കുന്നത്. നമുക്ക് ഗ്രാഫിൽ നിന്ന് എന്താ മനസ്സിലായത്? ഇങ്ങനെ കിട്ടേണ്ടിരുന്ന പാർഷ്യൽ പ്രഷർ ഇങ്ങനെ മുകളിലോട്ട് പോകുന്നു. അതായത് വേപ്പർ പ്രഷറിന്റെ അളവ് കൂടിയിരിക്കുകയാണ് അല്ലേ, വല്ലാതെ വേപ്പർ പ്രഷർ കൂടിയിരിക്കുകയാണ്. വേപ്പർ പ്രഷറിന്റെ ഗ്രാഫ് ഇങ്ങനെ മുകളിലൂടെയാണ് എല്ലാവർക്കും പോകുന്നത്. അപ്പോൾ വേപ്പർ പ്രഷറിന്റെ അളവ് കൂടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ പി ഐയും പി ബിയും പി ബിയും എല്ലാം കൂടുതലാണ് എന്നല്ല ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് ഗ്രാഫിൽ നമുക്ക് കിട്ടും. അടുത്ത ഡെൽറ്റ വി മിക്സ് ഗ്രേറ്റർ ദാൻ 0, ഡെൽറ്റ എച്ച് മിക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത് നമുക്ക് ഇന്ററാക്ഷൻ വെച്ചുകൊണ്ട് പറയാം. ഈ ഗ്രാഫ് ഇങ്ങനെ കിട്ടാനുള്ള കാരണം എന്ത്? ഇതൊക്കെ മനസ്സിലാക്കിയത് ഒന്നും നിങ്ങൾ കാണാതെ പഠിക്കേണ്ടി വരില്ല കേട്ടോ. ഈ ഗ്രാഫ് ഇങ്ങനെ കിട്ടാനുള്ള കാരണം എന്താണ്? ഈ ഗ്രാഫ് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ശരിക്കും കിട്ടേണ്ടതിനേക്കാൾ വേപ്പർ പ്രഷർ മുകളിലൂടെയാണ് പോകുന്നത്. വേപ്പർ പ്രഷറിന്റെ അളവ് കൂടുതലാണ്. കൂടുതൽ വേപ്പറുകൾ ഉണ്ടായിരിക്കുന്നു എന്നല്ലേ. കൂടുതൽ വേപ്പറുകൾ മുകളിലൂടെ കൂടുതൽ വേപ്പറുകൾ ഉണ്ടായിരിക്കുകയാണ്. വേപ്പർ പ്രഷർ ഉണ്ടാവാൻ കാരണം, കൂടുതൽ വേപ്പർ പ്രഷർ ഉണ്ടാവാൻ കാരണം അവിടെ കൂടുതലായിട്ട് വേപ്പറുകൾ വന്നതുകൊണ്ടല്ലേ. കുറഞ്ഞ ടെമ്പറേച്ചറിൽ തന്നെ കൂടുതൽ വേപ്പറുകൾ ഉണ്ടാവുന്നതുകൊണ്ടാണ് കൂടുതൽ വേപ്പർ പ്രഷർ അവിടെ ഉണ്ടാകുന്നത്. ക്ലിയർ ആണോ? എന്തുകൊണ്ട് കൂടുതൽ വേപ്പറുകൾ ഉണ്ടാവുന്നു? അവർ ഈസി ആയിട്ട് വേപ്പറായിട്ട് മാറാൻ കാരണം എന്താണ്? ഇവിടെ ആദ്യം എ ഇന്ററാക്ഷൻ, ബി ഇന്ററാക്ഷൻ, ഇത് സോൾവെന്റ് ഇന്ററാക്ഷൻ, ഇത് സൊല്യൂട്ട് ഇന്ററാക്ഷൻ. അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഞാൻ സൊല്യൂഷൻ ഉണ്ടാക്കി. ഇത് സൊല്യൂഷന്റെ എ ബി ഇന്ററാക്ഷൻ. ആദ്യം പറഞ്ഞിരിക്കുന്ന എ ഇന്ററാക്ഷനും ബി ഇന്ററാക്ഷനും വളരെ സ്ട്രോങ് ആണ്. ഇവർ രണ്ടുപേരും എന്താണ്? സ്ട്രോങ് ഇന്ററാക്ഷനുകളാണ്. അവർ രണ്ടുപേരും കൂടെ മിക്സ് ചെയ്ത് എ ബി ഇന്ററാക്ഷൻ ഉണ്ടാകുമ്പോൾ ആ എ ബി ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് വീക്കാണ്. അതുകൊണ്ട് എന്താണ് സാർ ഇപ്പോൾ എ ബി ഇന്ററാക്ഷൻ വീക്കാണെന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ സ്ട്രോങ് അല്ല, അഥവാ വീക്കാണ് എന്ന് പറഞ്ഞാൽ ചെറിയ ടെമ്പറേച്ചർ തന്നെ ഇവർ കട്ടാവും, ഇവർ വേപ്പറായിട്ട് മാറും. ഇവർ സ്ട്രോങ് ഇന്ററാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവർ ഈസി ആയിട്ട് വേപ്പറായിട്ട് മാറില്ല. എയും ബിയും തമ്മിലുള്ള ഇന്ററാക്ഷൻ വളരെ വീക്കാണ്. അതിനാൽ തന്നെ വേഗം ഈസി ആയിട്ട് വേപ്പറായിട്ട് ഇവർക്ക് മാറാം. മനസ്സിലായോ? എ ബി ഇന്ററാക്ഷനിൽ സൊല്യൂട്ടും സോൾവെന്റും തമ്മിലുള്ള ഇന്ററാക്ഷൻ വളരെ വീക്കാണ്. അപ്പൊ പെട്ടെന്ന് ഇവർ വേപ്പറായിട്ട് മാറും. പെട്ടെന്ന് ഇവർ വേപ്പറായിട്ട് ഇങ്ങനെ മുകളിലോട്ട് പോകും. സൊല്യൂഷനിലുള്ള സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻ വീക്കായത് കൊണ്ടാണ് അവരെല്ലാം ഈസിയായി വേപ്പറായി മാറുന്നത്, വേപ്പറിന്റെ അളവ് കൂടുന്നത്, വേപ്പർ പ്രഷറിന്റെ അളവ് കൂടുന്നത്, പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത്. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കാനുള്ള കാരണം ഓർക്കുക, പോസിറ്റീവ് ഡീവിയേഷൻ. അപ്പോൾ വേപ്പർ പ്രഷർ കൂടുതലാണ്. വേപ്പർ പ്രഷർ കൂടാൻ കാരണം വേപ്പറുകൾ കൂടുന്നു, ഈസി ആയിട്ട് വേപ്പറായി മാറുന്നു. എങ്കിൽ അവിടുത്തെ ഇന്ററാക്ഷൻ കുറവായിരിക്കണം. അങ്ങനെയാണ് ചിന്തിച്ചതിലോട്ട് വരേണ്ടത്. അപ്പോൾ എ ബി ഇന്ററാക്ഷൻ എന്താണ്? വീക്കാണ്. സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻ വീക്കാണ്, അതിനാൽ ഈസി ആയിട്ട് വേപ്പറായി മാറും. ഇവർ സ്ട്രോങ് ആണ്. സാർ അതുകൊണ്ട് എങ്ങനെയാണ് സാർ വോള്യൂം ഒക്കെ മാറുക? വോള്യൂം ചേഞ്ച് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? 1 ലിറ്റർ എയും 1 ലിറ്റർ ബിയും കൂടെ മിക്സ് ചെയ്താൽ എനിക്ക് 2.01 ലിറ്റർ കിട്ടുന്നു. എന്ത് 2 ലിറ്ററിനേക്കാൾ കൂടുതൽ എനിക്ക് കിട്ടുന്നു. വോള്യൂം എന്ന് പറഞ്ഞാൽ എന്താ? വോള്യൂം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നിൽക്കാൻ ആവശ്യമായിട്ടുള്ള സ്ഥലത്തെയാണ് നമ്മൾ വോള്യൂം എന്ന് പറയുന്നത്, അല്ലെ? ഒക്യുപ്പൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്പേസിനെയാണ് നമ്മൾ വോള്യൂം എന്ന് പറയുന്നത്. എയും വളരെ സ്ട്രോങ് ആണ്, ചേർന്ന് നിൽക്കും. അപ്പോൾ അവർക്ക് എത്ര വോള്യൂം മതി. ബിയും സ്ട്രോങ് ഇന്ററാക്ഷൻ ആണ്, അവർ തമ്മിൽ നല്ലപോലെ ചേർന്ന് നിൽക്കും. അപ്പൊ അവർക്ക് നിൽക്കാൻ അത്ര സ്ഥലം മതി. ഈ എയും ബിയും കൂടെ മിക്സ് ചെയ്യുമ്പോൾ അവർ വീക്ക് ഇന്ററാക്ഷൻ ആണ്, അവർക്ക് നിൽക്കാൻ ഇത്ര സ്ഥലം വേണം. അതായത് അവർ തമ്മിൽ വീക്ക് ഇന്ററാക്ഷൻ ആയതുകൊണ്ട് അവർക്കിടയിൽ ഡിസ്റ്റൻസ് കൂടുതലാണ്. എയും ബിയും തമ്മിൽ ചേർന്ന് നിൽക്കുന്നില്ല, കാരണം വീക്ക് ഇന്ററാക്ഷൻ ആണ്. എ ഇവിടെയാണെങ്കിൽ ബി ഇവിടെയായിരിക്കും. അപ്പൊ അവർക്കിടയിൽ ഇത്രയും സ്പേസ് വന്നു, ഡിസ്റ്റൻസ് വന്നു. അങ്ങനെ അവർക്ക് നിൽക്കാൻ ആവശ്യമായിട്ടുള്ള സ്ഥലം വലുതായി. അങ്ങനെ ആ സൊല്യൂഷൻ മൊത്തം എടുത്താൽ അവരുടെ വോള്യൂം കൂടും. എ ബി ഇന്ററാക്ഷൻ വീക്ക് ആയതുകൊണ്ട് തന്നെ എയ്ക്കും ബിക്കും ഇടയിലെ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അങ്ങനെയാണ് അവരുടെ വോള്യൂം കൂടുന്നത്.
അപ്പോൾ സൊല്യൂഷൻ ആകുമ്പോൾ വോളിയം കൂടുന്നു. ക്ലിയർ ആണോ? ഇനി അടുത്ത് ഡെൽറ്റ എച്ച് എം എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ ഹീറ്റിനെ അബ്സോർവ് ചെയ്യുന്നതാണ്. പോസിറ്റീവാണ്, കണ്ടോ, ഇത് പോസിറ്റീവാണ്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഹീറ്റിനെ അബ്സോർവ് ചെയ്യുന്നു. എയും ബിയും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഹീറ്റിനെ വലിച്ചെടുക്കുന്നു എന്ന്. എന്തിനാണ് ഈ ഹീറ്റിനെ വലിച്ചെടുക്കുന്നത്? വളരെ ഈസിയാണ്. എ ഇൻട്രാക്ഷൻ ബി ഇൻട്രാക്ഷൻ സ്ട്രോങ് അല്ലേ? ഈ സ്ട്രോങ് ആയിട്ടുള്ള ഇൻട്രാക്ഷനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഹീറ്റിനെ വലിച്ചെടുക്കുന്നത്. ഈ എ ഇൻട്രാക്ഷൻ ബി ഇൻട്രാക്ഷൻ സ്ട്രോങ്ങർ ആയതുകൊണ്ട് ഈ സ്ട്രോങ് ആയിട്ടുള്ള ഇൻട്രാക്ഷനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഹീറ്റിനെ വലിച്ചെടുക്കുന്നത്, അഥവാ എൻഡോതെർമിക് ആവുന്നത്. ഇത് ക്ലിയർ ആണെങ്കിൽ നെഗറ്റീവ് ഡിവിഷൻ പൊളിയാണ്. ഇത്ര നേരം പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. എക്സാമ്പിൾ അടക്കം ഞാൻ ഇവിടെ എഴുതിയിട്ട് നിങ്ങൾ നോക്കുക. നെഗറ്റീവ് ഡിവിഷൻ എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ഡിവിഷൻ എത്രത്തോളം സമയം എടുത്തില്ലേ, അത്രത്തോളം സമയം നെഗറ്റീവ് ഡിവിഷൻ പറയാൻ വേണ്ടി വരില്ല. കാരണം നിങ്ങൾക്ക് എല്ലാ കാര്യവും അറിയാം. നെഗറ്റീവ് ഡിവിഷന്റെ ഗ്രാഫ് എങ്ങനെയാണ്? ഇങ്ങനെ ഡോട്ടഡ് ആയിട്ട് വരയ്ക്കുക. എക്സ് ആക്സിലും വൈ ആക്സിലും വേണ്ട ആളുകളെ എല്ലാം മാർക്ക് ചെയ്ത് വെക്കുക. നെഗറ്റീവ് ഡീവിയേഷൻ എങ്ങനെ ആയിരിക്കും? നെഗറ്റീവ് ഡീവിയേഷൻ എന്താ? റെഡ് ഞാൻ വരയ്ക്കുന്നുണ്ട്. റെഡ് ബിയുടെ ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കുന്നു. അടുത്തത് എയുടെ ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കുന്നു. അടുത്ത ടോട്ടൽ ആയിട്ടുള്ള ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കുന്നു. എന്താണ് ഇത് പറയുന്നത്? ശരിക്കും കിട്ടേണ്ടിരുന്ന വേപ്പർ പ്രഷറിനേക്കാൾ കുറവ് വേപ്പർ പ്രഷറാണ് കിട്ടുന്നത്. അടിയിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അടിയിലൂടെ പോകുന്നതുകൊണ്ട് വേപ്പർ പ്രഷർ വളരെ കുറവാണ്. വേപ്പർ പ്രഷർ വളരെ കുറവാകാനുള്ള കാരണം എന്താണ്? ഉണ്ടാകുന്ന വേപ്പറുകളുടെ അളവ് കുറവാണ്. കുറവ് എന്ന് പറഞ്ഞാൽ അവർ വേപ്പറായി മാറാൻ താല്പര്യപ്പെടുന്നില്ല എന്ന്. വേപ്പർ പ്രഷർ കുറയാൻ കാരണം ഉണ്ടാകുന്ന വേപ്പർ കുറവാണ്. വേപ്പർ കുറവ് എന്ന് പറഞ്ഞാൽ ഇവർ ഈസി ആയിട്ട് വേപ്പറായിട്ട് മാറാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്തായിരിക്കണം? ഉണ്ണെ വിട്ട് ഞാൻ പോമാട്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ചേർന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ അവർക്കിടയിൽ ഇൻട്രാക്ഷൻ എന്തായിരിക്കണം? അവർക്കിടയിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എ ബി ഇൻട്രാക്ഷൻ എന്തായിരിക്കണം? വളരെ സ്ട്രോങ് ആയിരിക്കണം. ഇവർ സ്ട്രോങ് ആയതുകൊണ്ടാണ് അവർ വേപ്പറായി മാറാത്തത്, ഈസിയായി വേപ്പറായി മാറാത്തത്. അപ്പോൾ ഇവരുടെ ഇൻട്രാക്ഷൻ എന്തായിരിക്കും? വീക്ക് ആയിരിക്കും. അപ്പോൾ ഈ 5 പ്രോപ്പർട്ടി നമുക്ക് എഴുതാം. ഈ 5 പ്രോപ്പർട്ടി എങ്ങനെയായിരിക്കും വരിക? അവിടെ നമ്മൾ വരച്ചത് എല്ലാം തന്നെ ഈക്വൽ ടു ആണ്. ഏത് ഐഡിയലിൽ ഈക്വൽ ടു ആണ് വരച്ചത്. പോസിറ്റീവ് ഡീവിയേഷനിൽ ഗ്രേറ്റർ ദാൻ വരച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും നിങ്ങൾക്ക് പറയാവുന്നല്ലേ ഉള്ളൂ. ഇവിടെ എല്ലാം ലെസ് ദാൻ ആയിരിക്കും. ഇവിടെ എല്ലാം എന്താണ്? ലെസ് ദാൻ ആണ്. ലെസ് ദാൻ്റെ ആദ്യത്തെ 3 ഇക്വേഷൻ ഈ 3 ഇക്വേഷൻ നമുക്ക് ഗ്രാഫിൽ നിന്ന് കിട്ടി. എങ്ങനെയാണ് കിട്ടിയത്? ശരിക്കും കിട്ടേണ്ടിരുന്ന ഗ്രാഫിനേക്കാൾ താഴത്തൂടെയാണ് പോകുന്നത്. അത് പി എയും ചെറുതാണ്, പി ബിയും ചെറുതാണ്, ടോട്ടൽ വേപ്പർ പ്രഷർ ചെറുതാണ്. ഈ 3 കാര്യം ഗ്രാഫ് നമുക്ക് കിട്ടി. ഇനി എങ്ങനെ ഡെൽറ്റ വി മിക്സ് ലെസ് ദാൻ 0 എന്ന് വരുന്നത്? നോക്കണേ, സൊല്യൂഷൻ ആയപ്പോൾ അവർ തമ്മിൽ ഇൻട്രാക്ഷൻ വളരെ സ്ട്രോങ് ആണ്. എ ഇൻട്രാക്ഷൻ വീക്കാണ്. ഇതാണ് എ, അത് വീക്കാണ്. ബി ഇൻട്രാക്ഷൻ വീക്കാണ്. ഇതാണ് ബി, അതും വീക്കാണ്. എയും ബിയും കൂടെ മിക്സ് ചെയ്തപ്പോൾ ഇതാണ് എ, ഇതാണ് ബി, വീക്കല്ല, അവർ സ്ട്രോങ് ആണ്. രണ്ടുപേരും നല്ലപോലെ ചേർന്ന് നിൽക്കും. അപ്പോൾ അവർക്ക് നിൽക്കാൻ ആവശ്യമായിട്ടുള്ള വോള്യം കുറയും. 1 ലിറ്റർ എയും 1 ലിറ്റർ ബിയും കൂടെ ചേർത്താൽ നമുക്ക് 1.99 അതിൽ കുറവോ ആയിരിക്കും എന്തുണ്ടാവുക? വോള്യം ഉണ്ടായിരിക്കുക. വോള്യം അവിടെ കുറയാൻ കാരണം എ ബി ഇൻട്രാക്ഷൻ സ്ട്രോങ് ആയതുകൊണ്ടാണ്. സൊല്യൂട്ട് സോൾവെന്റ് ഇൻട്രാക്ഷൻ സ്ട്രോങ് ആയതുകൊണ്ടാണ്. ഡെൽറ്റ എച്ച് മിക്സ് ലെസ് ദാൻ 0. ഹീറ്റിനെ റിലീസ് ചെയ്യുന്നു. എന്തിനാണ് ഹീറ്റിനെ റിലീസ് ചെയ്യുന്നത്? ഇവർക്കിടയിലുള്ള ഇൻട്രാക്ഷൻ വീക്കാണ്. അതിനാൽ തന്നെ വളരെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യാവുന്നതാണ്. അവർ തമ്മിൽ ചേർന്നുണ്ടാകുന്ന എ ബി ഇൻട്രാക്ഷൻ വളരെ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ സ്റ്റെബിലിറ്റി കൂടുതലാണ്. സ്ട്രോങ് ബോണ്ട് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സ്ട്രോങ് ഇൻട്രാക്ഷൻ ഉണ്ടാക്കാൻ എനർജിയെ റിലീസ് ചെയ്യണം. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കേസിൽ എനർജിയെ റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ അത് എക്സോതെർമിക് ആയിരിക്കും. ഹീറ്റിനെ റിലീസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ എൻ്റെ മക്കൾ ക്ലിയർ ആണോ? ചാപ്റ്ററിന്റെ ഏകദേശം 75% നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 80% പറയാം. ഇനി ഒരു 20% വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നെഗറ്റീവ് ഡീവിയേഷന്റെ എക്സാമ്പിൾ അടക്കമുള്ള കാര്യം കൊടുത്ത് നോക്കുക. കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി. ആസിഡോട്രോപ്സ് ഞാൻ പറഞ്ഞില്ലല്ലേ? അയ്യോ, ആസിഡോട്രോപ്സ് നൈസാണ്, വളരെ അടിപൊളിയായിട്ടുള്ള സാധനമാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാക്കാതെ പോയിരിക്കുന്ന ഒരു ടോപ്പിക് ആയിരിക്കും ആസിഡോട്രോപ്സ്. സാർ എന്തോ പറയാൻ വന്നിട്ട് ചമ്മിപ്പോയല്ലേ എന്നായിരിക്കും നിങ്ങളുടെ മനസ്സിൽ തോന്നുക. തീർച്ചയായും ചമ്മിപ്പോയി. കൊളീഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണെന്ന് വിചാരിച്ചു. ആസിഡോട്രോപ്സും കൂടി ഉണ്ട്. ആസിഡോട്രോപ്സ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു പ്യൂർ ആയിട്ടുള്ള ലിക്വിഡിനെ പോലെ ബോയിൽ ചെയ്യുന്ന സൊല്യൂഷനുകൾ. മനസ്സിലായില്ല സാർ? മനസ്സിലാവില്ല, അത്ര മാത്രമേ ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് HNO3 H2O, നൈട്രിക് ആസിഡും വാട്ടറും കൂടെ മിക്സ് ചെയ്തൊരു സൊല്യൂഷൻ ഉണ്ടാക്കി. ഞാൻ അവിടെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ആരായിരിക്കും വേപ്പറായിട്ട് മാറുക? ആർക്കാണോ ബോയിലിംഗ് പോയിന്റ് കുറവുള്ളത് അവൻ വേപ്പറായിട്ട് മാറും, ബാക്കിയുള്ളവൻ അടിയിൽ അങ്ങനെ സെപ്പറേറ്റ് ആയി കിടക്കും. അങ്ങനെ എനിക്ക് വാട്ടറിനെയും HNO3യും സെപ്പറേറ്റ് ചെയ്യാം. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നതിനാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. ഇവർ ഓക്കെയാണ്. പക്ഷേ ഞാൻ എടുക്കുന്ന സൊല്യൂഷനിൽ 32% മാത്രമേ വാട്ടറുള്ളൂ, ബാക്കി 68% HNO3 ആണ് എങ്കിൽ കൃത്യം ഈ അളവിൽ തന്നെയാണ് ഞാൻ സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് എങ്കിൽ അവിടെ HNO3 H2O തമ്മിൽ ഇന്ററാക്ട് ചെയ്തിട്ട് ഒരു സൊല്യൂഷനായി മാറിയിട്ടായിരിക്കുമല്ലോ.
ഇപ്പോൾ ഞാൻ അതിനെ ചൂടാക്കിയാൽ ഈ ഒരു കോമ്പോസിഷനിൽ മാത്രം ഉണ്ടാക്കിയ ഒരു സൊല്യൂഷൻ ഞാൻ തിളപ്പിച്ചാൽ ആർക്കാണോ ബോയിലിംഗ് പോയിന്റ് കുറവുള്ളത് അവൻ ഈസി ആയിട്ട് വേപ്പറായി മാറുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇവർ രണ്ടുപേരും വേപ്പറായി മാറുന്നു ഒരേ സമയം. HNO3 പോകുമ്പോൾ കൂടെ H2O പിടിച്ചുകൊണ്ട് പോകുന്നു. താഴത്ത് അവർ എങ്ങനെയാണോ ഉണ്ടായിരുന്നത്, ലിക്വിഡ് സ്റ്റേറ്റിൽ അവർ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ അവർ വേപ്പറായിട്ട് മുകളിലോട്ട് പോകുന്നു. ഇങ്ങനെയുള്ള സൊല്യൂഷനുകളെയാണ് ആസിയോട്രോപ്സ് എന്ന് പറയുന്നത്. ഈ ഒരു കോമ്പോസിഷനിൽ മാത്രമേ ഇത് സംഭവിക്കുന്നുള്ളൂ, HNO3യുടെയും H2Oന്റെയും കേസിൽ. അങ്ങനെ ഓരോ സൊല്യൂഷനുകൾ എടുത്താലും അതിനൊരു പെർട്ടിക്കുലർ കോമ്പോസിഷൻ ഉണ്ടായിരിക്കും. ആ ഒരു കോമ്പോസിഷനിൽ അവരെ മിക്സ് ചെയ്താൽ അവരെല്ലാവരും ആസിയോട്രോപ്സ് ആകും. ദേ ആർ ബൈനറി മിക്സേഴ്സ്, രണ്ട് എലമെന്റുകളുള്ള, രണ്ട് കോമ്പൗണ്ട്, രണ്ട് ആളുകളുള്ള മിക്സേഴ്സ് ആണ്. ഹാവിങ് ദ സെയിം കോമ്പോസിഷൻ ലിക്വിഡ് ആൻഡ് വേപ്പർ ഫേസ് ആൻഡ് ബോയിൽ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ലിക്വിഡ് ഫേസിൽ എങ്ങനെയായിരുന്നു അവരുടെ കോമ്പോസിഷൻ അതേപോലെ തന്നെ അവർ വേപ്പറായി മാറുകയാണ്. രണ്ടുപേരും ഒരേ ടെമ്പറേച്ചറിൽ ബോയിൽ ചെയ്യുന്നു. രണ്ടുപേരും ഒരേ ടെമ്പറേച്ചറിൽ ബോയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി അവരെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊരു ബുദ്ധിമുട്ടും കൂടെ ഉണ്ട്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ആസിയോട്രോപ്സ് സൊല്യൂഷനുകളാണ്. അല്ല, സൊല്യൂഷനുകളുടെ ആസിയോട്രോപ്സിന്റെ പ്രത്യേകതയാണത്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി എന്ത് ചെയ്യാൻ പറ്റില്ല, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആണോ? അപ്പോൾ ആസിയോട്രോപ്സ് രണ്ട് തരത്തിലുണ്ട്, മിനിമം ബോയിലിംഗ് ആസിയോട്രോപ്സും മാക്സിമം ബോയിലിംഗ് ആസിയോട്രോപ്സും. ബോയിലിംഗ് പോയിന്റ് എന്താണെന്ന് അറിയാവോ? ഇതിലോട്ട് കിടക്കുമ്പോൾ അതും കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ഈ സംഭവം ക്യാച്ച് ചെയ്യാം. അത്ര സമയം വേണ്ടി വരില്ല, നിങ്ങൾക്ക് പിന്നീട് പഠിക്കാം. ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലിക്വിഡിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും ആ ലിക്വിഡ് ഗ്യാസായി മാറാനുള്ള ടെമ്പറേച്ചർ അല്ലേ? ഒരു ലിക്വിഡ് ഗ്യാസായി മാറുന്ന ടെമ്പറേച്ചർ. വാട്ടർ 100 ഡിഗ്രിയിൽ തിളയ്ക്കുന്നു. വാട്ടർ 100 ഡിഗ്രിയാണ് വേപ്പറായി മാറുന്നത്. അല്ല, അങ്ങനെയല്ല ഒരു സയൻസ് വിദ്യാർത്ഥിനിക്ക് നിങ്ങൾ പറയുന്നത്. ഞാൻ പ്ലസ് 1 നിങ്ങൾ പഠിപ്പിച്ചെന്ന് വിശ്വസിക്കുന്നു. ബോയിലിംഗ് പോയിന്റ് ഓഫ് ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ. ഒരു ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ ഞാൻ കൊടുക്കുന്ന ടെമ്പറേച്ചർ അനുസരിച്ച് കൂടില്ലേ? ഞാൻ ടെമ്പറേച്ചർ കൂടുതലായിട്ട് കൊടുത്താൽ ഈസി ആയിട്ട് അവർ വേപ്പറായി മാറുകയും വേപ്പറുകളുടെ അളവ് കൂടുകയും വേപ്പർ പ്രഷറിന്റെ അളവ് കൂടി വരും. ടെമ്പറേച്ചർ കൂടുതലായിട്ട് കൊടുത്താൽ വേപ്പർ പ്രഷറും കൂടി വരും. അങ്ങനെ വേപ്പർ പ്രഷർ കൂടി 180 ആയാൽ, അല്ലെങ്കിൽ സറൗണ്ടിങ് പ്രഷറുമായിട്ട് ഈക്വൽ ആയാൽ, അറ്റ്മോസ്ഫറിക് പ്രഷറുമായിട്ട് ഈക്വൽ ആയാൽ ആ ലിക്വിഡ് ബോയിൽ. ആ ടെമ്പറേച്ചർ നോക്കുമ്പോൾ അതാണ് വാട്ടറിന് 100 ഡിഗ്രി. ഒരു വാട്ടർ ഇവിടെ വെച്ചിരിക്കുകയാണ്, 1 ലിറ്റർ വാട്ടർ വെച്ചിരിക്കുകയാണ്. ടെമ്പറേച്ചർ പതുക്കെ 30, 40, 50, 60, 70, 80, 90 എന്ന് പറഞ്ഞാൽ പതുക്കെ ടെമ്പറേച്ചർ കൂട്ടുന്നു. ഇത് വേപ്പറുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ വേപ്പർ പ്രഷർ ഇങ്ങനെ ഉണ്ടായി വരും. ആ വേപ്പർ പ്രഷർ 180 ആയി കഴിഞ്ഞാൽ, ഇതിന് ചുറ്റുമുള്ള പ്രഷർ 180 ആണെങ്കിൽ അറ്റ്മോസ്ഫിയർ പ്രഷറുമായിട്ട് ഈക്വൽ ആയാൽ ആ വെള്ളം വെട്ടി തിളയ്ക്കുന്നു. ഇപ്പൊ ടെമ്പറേച്ചർ നോക്ക് എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അതാ 100 ഡിഗ്രി. അതാണ് സാധനം. ഒരു ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷറുമായിട്ട് ഈക്വൽ ആകുന്ന ടെമ്പറേച്ചർ ആണ് ആ ലിക്വിഡിന്റെ ബോയിലിംഗ് പോയിന്റ്. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ഇതാണ്, പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഗ്രാഫ് ഓർക്കുക, നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഗ്രാഫ് ഓർക്കുക. വേപ്പർ പ്രഷർ കൂടുതലുള്ളവനും വേപ്പർ പ്രഷർ കുറവുള്ളവനും, ഇതിൽ ആർക്കായിരിക്കും ബോയിലിംഗ് പോയിന്റ് കൂടുക? ഏത് സൊല്യൂഷൻ ആയിരിക്കും ബോയിലിംഗ് പോയിന്റ് കൂടുക? ഈ സൊല്യൂഷനൊക്കെ ആസിയോട്രോപ്സ് ഉണ്ടാക്കി വരിക. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത് വെച്ചുകൊണ്ട് ആസിയോട്രോപ്പുകൾ ഉണ്ടാക്കി. ആസിയോട്രോപ്പുകൾ ഉണ്ടാക്കുന്നവർ ഒരു പ്രത്യേക കോമ്പോസിഷനിൽ അവർ ആസിയോട്രോപ്പായി മാറുമല്ലോ. അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരെ വെച്ചുകൊണ്ട് ആസിയോട്രോപ്സ് ഉണ്ടാക്കി. നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷനിൽ വെച്ചുകൊണ്ട് ഒരു പ്രത്യേക കോമ്പോസിഷനിൽ അവരെ വെച്ചുകൊണ്ട് നമ്മൾ ആസിയോട്രോപ്പുകൾ ഉണ്ടാക്കി. ഇതിൽ ആർക്കായിരിക്കും ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കുക? പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷർ ഇപ്പോഴേ കൂടുതലാണ്. ചെറിയതായിട്ട് ടെമ്പറേച്ചർ കൂട്ടിയാൽ തന്നെ ഇവന്റെ വേപ്പർ പ്രഷർ പടപടപടയെന്ന് കൂടും. അപ്പൊ ചെറിയ ടെമ്പറേച്ചർ തന്നെ വേപ്പർ പ്രഷർ 180 ആകും. അപ്പൊ ചെറിയ ടെമ്പറേച്ചർ തന്നെ ഇത് തിളയ്ക്കാൻ തുടങ്ങും. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവന് ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കും. ചെറിയ ടെമ്പറേച്ചറിൽ ഇത് തിളയ്ക്കാൻ തുടങ്ങും അല്ലേ? ബോയിലിംഗ് പോയിന്റ് കുറവ്. മിനിമം ബോയിലിംഗ് ആസിയോട്രോപ്സ് ആണ് അവർ. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷനുകൾ വെച്ചുകൊണ്ട് ആസിയോട്രോപ്സ് ഉണ്ടാക്കിയാൽ അത് മിനിമം ബോയിലിംഗ് ആസിയോട്രോപ്സ് ആയിരിക്കും. ഇനി നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഗ്രാഫുകൾ എങ്ങനെയായിരിക്കും? നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഗ്രാഫ് എന്ന് പറഞ്ഞാൽ അവരുടെ വേപ്പർ പ്രഷർ ഓൾറെഡി കുറവാണ്. വേപ്പർ പ്രഷർ അവരുടെ കുറവാണ്. ഈ കുറവ് വേപ്പർ പ്രഷർ ഉള്ളതിനെ 180 എത്തിക്കാൻ നമ്മൾ കൂടുതൽ ടെമ്പറേച്ചർ കൊടുക്കേണ്ടി വരും. അപ്പോൾ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവർക്ക് ബോയിലിംഗ് കൂടും, നല്ലപോലെ കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവർ മാക്സിമം ബോയിലിംഗ് ആസിയോട്രോപ്സ് ആണ്. നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷനുകൾ വെച്ചുകൊണ്ട് ആസിയോട്രോപ്പുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ അവർ എന്താണ് പറയുക, മാക്സിമം ബോയിലിംഗ് ആസിയോട്രോപ്സ് ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. മിനിമം ബോയിലിംഗ് ആസിയോട്രോപ്സ് എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് കുറവാണ്, അത് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരായിരിക്കും. ഇനി മാക്സിമം ബോയിലിംഗ് ആസിയോട്രോപ്സ് എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് മാക്സിമം ആണ് എങ്കിൽ അത് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരായിരിക്കും. എക്സാമ്പിൾ നോക്കി വെക്കുക.
നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ ഉണ്ടല്ലോ, 32% വാട്ടറും 68% നൈട്രിക് ആസിഡ് എന്ന് പറയുന്നത് ടോട്ടൽ മാസിന്റെ 68% 32%. അങ്ങനെ ഉണ്ടാക്കുന്ന ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് മാക്സിമം ബോയിലിംഗ് ആസിഡോട്രോപ്പാണ്. മാക്സിമം ബോയിലിംഗ് ആസിഡോട്രോപ്പ് നെഗറ്റീവ് ഡിവിഷൻ കാണിക്കുന്നവരാണ്. അതേപോലെ പോസിറ്റീവ് ഡിവിഷൻ കാണിക്കുന്ന എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 95% എത്തനോൾ ബൈ സൊല്യൂഷൻ ബൈ വോളിയം. വോളിയത്തിന്റെ സൊല്യൂഷൻ വോളിയത്തിന്റെ 95% എത്തനോൾ ആണ് എന്നുണ്ടെങ്കിൽ ഉണ്ടായിരിക്കും. ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? ഒരു സോൾവെന്റ് എടുക്കുന്നു, അതിൽ നമ്മൾ സൊല്യൂട്ട് ചേർക്കുന്നു. എടുക്കുന്ന സൊല്യൂട്ടിനും സോൾവെന്റിനും പ്രത്യേകത ഉണ്ട്. സോൾവെന്റ് എന്ന് പറയുന്ന ലിക്വിഡ് ആയിരിക്കണം, അത് വോളറ്റൈൽ ലിക്വിഡ് ആയിരിക്കണം. പച്ചവെള്ളം അത്രയേ ഉള്ളൂ. ഒരു വോളറ്റൈൽ ലിക്വിഡ് ആയിരിക്കണം. ചേർക്കുന്ന സൊല്യൂട്ട് നോൺ വോളറ്റൈൽ ആയിരിക്കണം. എന്താണ് വോളറ്റൈൽ, നോൺ വോളറ്റൈൽ? വോളറ്റൈൽ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് വേപ്പറായി മാറുന്ന ലിക്വിഡ്. നോൺ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ ഈസിയായി വേപ്പറായി മാറാത്തത്. പഞ്ചസാര വെള്ളത്തിലിടുക, ഉപ്പ് വെള്ളത്തിലിടുക, ഗ്ലൂക്കോസ് വെള്ളത്തിലിടുക, ഇതൊക്കെ എക്സാമ്പിൾ ആണ്. ഈ ഗ്ലൂക്കോസ്, പഞ്ചസാര, വെള്ളം, മറ്റേ സാൾട്ട് എന്ന് പറയുന്നതൊക്കെ ഈസി ആയിട്ട് വേപ്പറായി മാറുന്നതല്ല. അതിനാൽ തന്നെ അവരെല്ലാവരും നോൺ വോളറ്റൈലാണ്. വെള്ളം ഒരു വോളറ്റൈലാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഈ പറയുന്ന എക്സാമ്പിളൊക്കെ പറയുന്ന സമയത്ത് ഈ പച്ചവെള്ളത്തിൽ ഉപ്പ് ചേർക്കുന്നതോ പഞ്ചസാര ചേർക്കുന്നതോ ഒക്കെയാണ് മനസ്സിൽ വരേണ്ടത്. അപ്പോൾ ഈ വോളറ്റൈൽ ലിക്വിഡിൽ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ചേർത്താൽ ഇതിന്റെ പല പ്രോപ്പർട്ടികൾക്കും മാറ്റം വരും. സർഫസ് ടെൻഷൻ മാറും, ബോയിലിംഗ് പോയിന്റ് മാറും, വിസ്കോസിറ്റി മാറും, ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ, വേപ്പർ പ്രഷർ, ഇതൊക്കെ മാറും. പക്ഷെ നമ്മൾ ചേർക്കുന്ന സൊല്യൂട്ട് ഏതാണെന്ന് പോലും അറിയേണ്ടതില്ല. മറിച്ച് നമ്മൾ ചേർത്ത സൊല്യൂട്ടിന്റെ അളവിനനുസരിച്ച് മാത്രം മാറുന്ന 4 പ്രോപ്പർട്ടികളുണ്ട്. നമ്മൾ ചേർത്ത സൊല്യൂട്ടിന്റെ അളവിനനുസരിച്ച് മാത്രം മാറുന്ന, പാർട്ടിക്കിൾസിന്റെ എണ്ണത്തിനനുസരിച്ച് മാത്രം മാറുന്ന, പാർട്ടിക്കിൾസിന്റെ എണ്ണത്തിനനുസരിച്ച് മാത്രം മാറുന്ന പ്രോപ്പർട്ടികളാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. നോക്കിക്കേ, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഡൈല്യൂട്ട് സൊല്യൂഷൻ ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് whose values depends upon the amount of solute present in a solution. ഒരു സൊല്യൂഷനിൽ പ്രസന്റ് ആയിട്ടുള്ള സൊല്യൂട്ടിന്റെ അളവിനനുസരിച്ച് മാത്രം മാറുന്ന പ്രോപ്പർട്ടികൾ. ബട്ട് നോട്ട് ഓൺ ദ ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി ഓഫ് ദ സൊല്യൂട്ട്. ആ സൊല്യൂട്ടിന്റെ ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നതേ ഇല്ല. അത് എന്താന്ന് പോലും അറിയേണ്ടതില്ല. പാർട്ടിക്കിൾസിന്റെ എണ്ണം മാത്രം നോക്കിയാൽ മതി. അങ്ങനെ 4 പ്രോപ്പർട്ടിയാണുള്ളത്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പലരും എഴുതി കണ്ടു, തെറ്റാണ്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് തന്നെ പറയണം. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണ്. ഇലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് കൂടും. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് കുറയും. ഓസ്മോട്ടിക് പ്രഷർ, ഇതൊക്കെയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ. ഉപ്പ് വെള്ളത്തിൽ ചേർത്താൽ വെള്ളത്തിന്റെ വേപ്പർ പ്രഷർ കുറയും. അപ്പോൾ വേപ്പർ പ്രഷർ കുറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് കൂടുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? വേപ്പർ പ്രഷർ കുറഞ്ഞാൽ ഈ കുറഞ്ഞ വേപ്പർ പ്രഷറിനെ എന്ത് ചെയ്യണം? 180 എത്തിക്കണം. അപ്പോൾ കൂടുതൽ ടെമ്പറേച്ചർ നിങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് ഉറപ്പായും കൂടും. ബോയിലിംഗ് പോയിന്റ് കൂടുകയാണെങ്കിൽ ഫ്രീസിംഗ് പോയിന്റ് കുറയും. വെള്ളത്തിൽ ഉപ്പ് ചേർത്താൽ വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ് കൂടുമെന്ന് പറഞ്ഞാൽ വെള്ളം 100 ഡിഗ്രിയിലാണ് തിളക്കുക. പക്ഷെ ഉപ്പ് വെള്ളം 101, 102, 103, 105 ഡിഗ്രിയിലായിരിക്കും തിളക്കുക. നമ്മൾ ചേർക്കുന്ന ഉപ്പിന്റെ അളവിനനുസരിച്ച്. മുട്ട വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പിടുന്നത് മുട്ടത്തോടും പൊട്ടിച്ച് അതിനകത്തോട്ട് ഉപ്പ് കയറുന്ന ടേസ്റ്റ് കിട്ടാനല്ല, മറിച്ച് കൂടുതൽ ചൂടിനെ വലിച്ചെടുത്ത് മുട്ട നല്ലപോലെ വേവാനാണ്. വെള്ളത്തിൽ നമ്മൾ ഉപ്പിട്ടു എന്ന് പറഞ്ഞാൽ സാധാരണ 100 ഡിഗ്രിയിൽ തിളയ്ക്കേണ്ട വെള്ളം 100 ഡിഗ്രിക്ക് വേണ്ടിയിട്ടുള്ള ചൂടിനെ മാത്രം വലിച്ചെടുത്തുകൊണ്ട് മുട്ടയെ വേവിക്കും. ഉപ്പും കൂടെ ഇട്ടാൽ നമ്മളിടുന്ന ഉപ്പിന്റെ അളവനുസരിച്ച് ചിലപ്പോൾ 105, 110 ഡിഗ്രിയിലായിരിക്കും തിളയ്ക്കുക. അപ്പോൾ അത്രത്തോളം ഹീറ്റിനെ അത് വലിച്ചെടുക്കും. അത്രത്തോളം ഹീറ്റിനെ വലിച്ചെടുത്താൽ അത്രയും ഹീറ്റിലായിരിക്കും മുട്ട വേവുന്നുണ്ടായിരിക്കുക. അതേപോലെ തന്നെ ബീഫൊക്കെ നമ്മൾ വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ട് വേവിക്കാറുണ്ട്. അതിനപ്പുറത്ത് ചിരട്ടയൊക്കെ പൊട്ടിച്ചിട്ടൊക്കെ എടുത്ത് വേവിക്കുന്ന ആളുകളുണ്ട്. അത് അതിന്റെ ബോയിലിംഗ് പോയിന്റ് കൂട്ടാൻ വേണ്ടിയാണ്. അതേപോലെ അതിന്റെ ഫ്രീസിംഗ് പോയിന്റ് കുറയുകയും ചെയ്യും. വെള്ളത്തിന്റെ ഫ്രീസിംഗ് പോയിന്റിനേക്കാൾ ഉപ്പ് വെള്ളത്തിന്റെ ഫ്രീസിംഗ് പോയിന്റ് കുറവാണ്. ഒരു ഗ്ലാസ്സിൽ ഉപ്പ് വെള്ളവും ഒരു ഗ്ലാസ്സിൽ വാട്ടർ മാത്രം എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഫ്രീസറിൽ വെച്ചാൽ കറക്റ്റ് 0 ഡിഗ്രിയിൽ വെള്ളം ഐസ് ആയിട്ടുണ്ടായിരിക്കും. ഉപ്പ് വെള്ളം അതുപോലെ തന്നെ ഉണ്ടായിരിക്കും. കാരണം ഉപ്പ് വെള്ളത്തിന്റെ ഫ്രീസിംഗ് പോയിന്റ് 0 അല്ല, അതിനേക്കാൾ കുറയും. നമ്മൾ ചേർത്ത ഉപ്പിന്റെ അളവിനനുസരിച്ച് -1, -2, -3 ഡിഗ്രി ആയിരിക്കും. ഉപ്പിന്റെ അളവ് കൂടുന്നതനുസരിച്ച് അതിന്റെ ഫ്രീസിംഗ് പോയിന്റ് കുറഞ്ഞു വരികയാണ് ചെയ്യുക. ഇപ്പോൾ റോഡിലൊക്കെ മഞ്ഞ് വീഴുന്ന രാജ്യങ്ങളുടെ മനസ്സിൽ നിന്ന് കണക്കാക്കുക. അപ്പോൾ റോഡിൽ മുഴുവൻ മഞ്ഞാണ്. ഈ മഞ്ഞിനെയൊക്കെ കോരി കളയണമെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അവിടുത്തെ രാജ്യത്തിലെ ആൾക്കാർ എന്താ ചെയ്യാന്നറിയാവോ? ഒരു ട്രക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ആ ട്രക്കിന്റെ പിറകിലൂടെ ഒരുപാട് സാൾട്ട് സ്പ്രേ ചെയ്യും റോഡിലോട്ട്. അപ്പോൾ അവിടെയുള്ള ഐസിൽ സാൾട്ടും കൂടെ വീണു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് പ്യുവർ വാട്ടർ അല്ല, മറിച്ച് സാൾട്ട് വാട്ടറാണ്. സാൾട്ടും കൂടെ കമ്പൈൻ ചെയ്ത് സൊല്യൂഷൻ ആയിട്ട് മാറി. ഇപ്പോൾ അതിനെ ഫ്രീസ് ആവാൻ 0 ഡിഗ്രി പോരാ. 0 ഡിഗ്രിയിലാണ് ഐസായി കിടക്കുന്നത്. മറിച്ച് ഇപ്പോൾ അതിലോട്ട് നമ്മൾ ഉപ്പ് ചേർത്തു എന്ന് പറഞ്ഞാൽ അത് 0 ഡിഗ്രിയിൽ ഇപ്പൊ എന്തല്ല ഐസ് ആവില്ല, ഫ്രീസ് ആവില്ല.
അത് -1, -2, -3 ഡിഗ്രിയിലോട്ട് മാറും ഫ്രീസിംഗ് പോയിന്റ്. അതായത് ഉപ്പ് ചേർത്താൽ അത് ലിക്വിഡായിട്ട് മാറും, വെള്ളമായിട്ട് മാറും. അപ്പോൾ ഉപ്പ് വെള്ളം ഇങ്ങനെ ഒഴുകി പോകും റോഡിലൂടെ, ആ ഇറക്കുവാണെങ്കിൽ റോഡിലൂടെ. അങ്ങനെയാണ് റോഡിൽ നിന്നും മഞ്ഞും അതെല്ലാം ഐസൊക്കെ നീക്കം ചെയ്യുന്നത്. മനസ്സിലായത് വിചാരിക്കുന്നു. ഒന്നുകൂടെ 10 സെക്കൻഡ് ബാക്ക് അടിച്ച് ഒന്നും കൂടെ പറയുകയും ഒന്നും കൂടെ 10 സെക്കൻഡ് ബാക്ക് അടിച്ചാൽ ഒന്നും കൂടെ പറയുന്ന പോലെ കേൾക്കാം. അങ്ങനെ കേട്ടിട്ട് വന്നു. അപ്പോൾ ഫ്രീസിംഗ് പോയിന്റ് അങ്ങനെ കുറയുന്നു. ഇതിനകത്ത് ഓസ്മോട്ടിക് പ്രഷർ പുതിയൊരു കാര്യമാണ്. അത് ആ ഭാഗത്തുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നോക്കിയാൽ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിൽ വളരെ ഈസി നമുക്ക് പറഞ്ഞു പോകാവുന്നതേ ഉള്ളൂ. ആദ്യം പറയുന്നൊരു കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ബീക്കർ എടുത്ത് ആ ബീക്കറിനകത്ത് എ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്ന ലിക്വിഡ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഇവിടെ എ മാത്രമേ ഉള്ളൂവെങ്കിൽ ഇത് പച്ചവെള്ളമാണ്. ഈ പച്ചവെള്ളത്തിൻ്റെ വേപ്പർ പ്രഷർ എന്താണ്? പച്ചവെള്ളത്തിൻ്റെ വേപ്പർ പ്രഷർ അഥവാ എ മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ വേപ്പർ പ്രഷർ എന്താണ്? എ മാത്രമല്ലേ ഉള്ളൂ. PA ആണോ PA നോട്ടാണോ? ഉറപ്പായും അത് PA നോട്ടാണ്. ഉറപ്പായും അത് PA നോട്ടാണ്. റെഡി. ഇനി അതിലൂടെ ഞാൻ ബി ചേർത്തു. ബി എന്ന് പറയുന്ന സൊല്യൂട്ടുകളെ ചേർക്കുകയാണ്. അപ്പോൾ സർഫസിൽ എ മാത്രമല്ല, മറിച്ച് എന്തുകൂടെയുണ്ട്? ബി എന്ന് പറയുന്ന ആളുണ്ട്. പക്ഷെ ബി എന്ന് പറയുന്നത് നോൺ വോളറ്റൈലാണ്. ബി എന്ന് പറയുന്നത് നോൺ വോളറ്റൈലാണ് എന്ന് പറഞ്ഞാൽ അവർ ഈസിയായി വേപ്പറായി മാറുന്നില്ല. ഇവിടെ ബി ഒന്നും എന്തായിട്ട് മാറുന്നില്ല? വേപ്പറായി മാറുന്നില്ല. എങ്കിൽ അപ്പോഴുള്ള വേപ്പർ പ്രഷർ, ഈ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ, ആ വേപ്പർ പ്രഷറിൽ ആര് മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ? എ മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. ഇവിടെ ബി വേപ്പറായി മാറുന്നില്ലടോ. പിന്നെ ആര് മാത്രമേ വേപ്പറായി മാറുന്നുള്ളൂ? എ മാത്രമേ വേപ്പറായി മാറുന്നുള്ളൂ. എ മാത്രമേ വേപ്പറായി മാറുന്നുള്ളൂ എങ്കിൽ ഇപ്പോൾ ആ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? PA ആണോ PA നോട്ടാണോ? PA പ്ലസ് PB എന്ന് പറയരുത്. കാരണം ഇവിടെ ബി വേപ്പറായി മാറുന്നില്ല. കാരണം ബി ഒരു നോൺ വോളറ്റൈലാണ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ നമ്മൾ ചേർക്കുന്ന സൊല്യൂട്ട് നോൺ വോളറ്റൈലാണ്. അപ്പോൾ ബി ഇവിടെ എന്തായി മാറുന്നില്ല? വേപ്പറായി മാറുന്നില്ല. അപ്പോൾ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമാണ്? PA മാത്രമാണ്. എൻ്റെ ചോദ്യം ഇതാണ്, ഞാൻ ആദ്യം പറഞ്ഞ PA നോട്ടാണോ ഇപ്പോൾ പറഞ്ഞ PA ആണോ വലുത്? ആരാണ് വലുത്? ലാർജർ ക്വാണ്ടിറ്റി ഏതാ? ഇവിടെ എ ഉള്ള സമയത്ത് ആദ്യം എ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എ ഉള്ള സമയത്ത് സർഫസിൽ എ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സർഫസിലെ മുഴുവൻ മോളിക്യൂളുകളും വേപ്പറായിട്ട് മാറും. അങ്ങനെയുള്ള വേപ്പർ പ്രഷറാണ് PA നോട്ട്. ഇപ്പം ബിയും കൂടെ ചേർത്തത് കൊണ്ട് അവിടെ സർഫസിൽ എ മാത്രമല്ല ഉള്ളത്, ബിയും എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ സർഫസ് നോക്കിക്കഴിഞ്ഞാൽ സർഫസിൽ എ മാത്രമല്ല ബിയും കൂടി ഉണ്ട്. ആ ബിയിൻ്റെ ഇടയിലുള്ള എകൾ മാത്രമേ വേപ്പറായിട്ട് മാറുന്നുള്ളൂ. അങ്ങനെ ഉണ്ടാക്കുന്ന വേപ്പർ പ്രഷറാണ് PA. അപ്പോൾ PA എന്ന് പറയുന്ന അളവ് എന്തായിരിക്കും? കുറവായിരിക്കും. മനസ്സിലായില്ലെങ്കിൽ വീണ്ടും 1 മിനിറ്റ് ബാക്കിൽ കയറി വീണ്ടും ഒന്നുകൂടെ കേൾക്കാം. ഇത് PA ആണ്. PAയുടെ അളവ് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ വേപ്പർ പ്രഷർ കുറഞ്ഞു. ആദ്യം ഉണ്ടായിരുന്ന വേപ്പർ പ്രഷർ മൈനസ് ഇപ്പോഴത്തെ വേപ്പർ പ്രഷർ. വെള്ളത്തിൻ്റെ വേപ്പർ പ്രഷർ മൈനസ് ഉപ്പ് വെള്ളത്തിൻ്റെ വേപ്പർ പ്രഷർ എന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് ചേഞ്ച് ഇൻ വേപ്പർ പ്രഷർ അഥവാ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ ΔP ആണ്. ΔP is equal to P naught minus PA ആണ്. ΔP is equal to P naught minus PA. PA naught minus PA. ഇവിടെ കൊടുത്തിരിക്കുന്നത് തെറ്റാണ്. എന്താണ്? PA naught minus PA ആണ്. ഇതാണ് ശരി. ടോട്ടൽ വേപ്പർ പ്രഷർ, ആദ്യം ഉണ്ടായിരുന്ന വേപ്പർ പ്രഷർ എന്തായിരുന്നു? ആദ്യം ഉണ്ടായിരുന്ന വേപ്പർ പ്രഷർ PA നോട്ട് ആയിരുന്നു. അതിൽ എത്ര വേപ്പർ പ്രഷറാണ് ഇപ്പോൾ കുറഞ്ഞത്? വേപ്പർ പ്രഷർ എത്ര കുറഞ്ഞു? ΔP യോളം കുറഞ്ഞു. ആദ്യം ഉണ്ടായിരുന്ന വേപ്പർ പ്രഷറിൽ എത്ര ഭാഗം കുറഞ്ഞു എന്ന് പറയുന്നതാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ചേഞ്ചിങ് വേപ്പർ പ്രഷർ ഡിവൈഡഡ് ബൈ സോൾവെന്റിന്റെ മാത്രം വേപ്പർ പ്രഷർ. ആദ്യം ഉണ്ടായിരുന്ന വേപ്പർ പ്രഷറിന്റെ എത്ര ഭാഗം കുറഞ്ഞു എന്ന് പറയുന്ന ഇതാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഈ രണ്ടാമത് പറഞ്ഞ ഇതാണ് എന്ത്? കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി. നമ്മൾ ഈ 4 പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയാവോ? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, ഇലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ, ഇതെല്ലാം കണ്ടുപിടിച്ചുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് അതിൽ ചേർത്തിരിക്കുന്ന സൊല്യൂട്ടിന്റെ മോളാർ മാസാണ്. അതായത് വെള്ളത്തിൽ ഞാനൊരു സൊല്യൂട്ട് ചേർത്തു, എന്താണെന്ന് എനിക്കറിയില്ല. എന്നിട്ട് അതിൻ്റെ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഞാൻ മെഷർ ചെയ്യുന്നു. അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് എത്ര കൂടി എന്ന് ഞാൻ മെഷർ ചെയ്യുന്നു. ഫ്രീസിംഗ് പോയിന്റ് എത്ര കുറഞ്ഞു എന്ന് ഞാൻ മെഷർ ചെയ്യുന്നു. അതിൻ്റെ ഓസ്മോട്ടിക് പ്രഷർ എത്രയാണ് എന്ന് ഞാൻ മെഷർ ചെയ്യുന്നു. ഇത് 4 മെഷർ ചെയ്തിട്ട് എനിക്കൊരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാം ഈ ചേർത്ത സൊല്യൂട്ടിൻ്റെ മോളാർ മാസ്. എനിക്കറിയില്ലായിരുന്നു ചേർത്ത സൊല്യൂട്ട് ഏതാണ്, അല്ലെങ്കിൽ അതിൽ കലർന്നിരിക്കുന്ന സൊല്യൂട്ട് ഏതാണ് എന്ന് എനിക്കറിയില്ല.
പക്ഷേ അവൻ്റെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ട് അവൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കാൻ എനിക്ക് സാധിക്കും. അങ്ങനെ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ടും ചേർത്ത സൊല്യൂട്ടിൻ്റെ മോളാർ മാസാണ് നമ്മൾ ഈ എല്ലാത്തിലും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ മോളാർ മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മാത്രം ഇവിടെ എഴുതുന്നുണ്ട്, ഡെറിവേഷൻ നമുക്ക് പഠിക്കേണ്ടതില്ല. മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് MB is equal to WB divided by WA into MA divided by delta P. ഒന്ന് ഞാൻ നേരെ വായിച്ചു വിടാം. WB into MA into PA naught divided by WA into delta P. ഇത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിന്റെ ഇൻവേഴ്സലാണ്. ഇൻവേഴ്സ് തലതിരിച്ച് എഴുതിക്കുക. MA എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ഓഫ് എ. ഇവിടെ ഇനിയെല്ലാം പറയാൻ പോകുന്ന ക്യാപിറ്റൽ ലെറ്റർ M എന്ന് പറയുന്ന എല്ലാ മോളാർ മാസുകളാണ്. A എന്ന് പറഞ്ഞാൽ സോൾവെന്റും B എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടുകളുമാണ്. MA എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ഓഫ് എ ആണ്. W എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ആണ്. WB എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട്, എത്ര സൊല്യൂട്ട് ചേർത്തു. WA എന്ന് പറഞ്ഞാൽ സോൾവെന്റിന്റെ മാസ്. W എന്ന് പറഞ്ഞാൽ സോൾവെന്റ് മാസ്. ഇത് മാത്രം അറിഞ്ഞാൽ മതി. നമുക്ക് എന്ത് കണ്ടുപിടിക്കാം നോക്കണേ നിങ്ങൾ. നമ്മൾ എത്ര സൊല്യൂട്ട് ചേർത്തു, നമ്മൾ എത്ര സോൾവെന്റ് എടുത്തു, ആ സോൾവെന്റിന്റെ മോളാർ മാസ് എന്താണ് റിലേറ്റീവ് ലോവറിംഗ് വേപ്പർ പ്രഷർ. ഇത് മാത്രം കണ്ടുപിടിച്ചാൽ സൊല്യൂട്ടിന്റെ മോളാർ മാസ് കണ്ടുപിടിക്കാം. ഈക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലം ചെയ്യാനൊക്കെ നമ്മൾ ഈ ഈക്വേഷൻ എഴുതുക. ഇത് നമ്മൾ കിടക്കാൻ പോകുന്നത് ബോയിലിംഗ് പോയിന്റ് കേസാണ്. ഇലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ 2 ഗ്രാഫ് ഉണ്ട്. ഒന്ന് ഈ ഗ്രാഫാണ്. ഇത് നോക്കിയേ, റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ഗ്രാഫ്, ഇത് ബ്ലൂ കളർ. അത് അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. ഇതിൽ ആർക്കാണ് വേപ്പർ പ്രഷർ കുറവുള്ളത്? ഇത് വെള്ളത്തിന്റെ ഗ്രാഫാണ്, ഇത് ഉപ്പ് വെള്ളത്തിന്റെ ഗ്രാഫാണ്. ഈ ഭാഗത്ത് ഞാൻ ടെമ്പറേച്ചറും ഈ ഭാഗത്ത് വേപ്പർ പ്രഷറുമാണ് മാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ വെള്ളമുണ്ട് എന്ന് വിചാരിക്കാം. 30 ഡിഗ്രിയിൽ ഇവിടെ വെള്ളമുണ്ട്, ഇവിടെ ഉപ്പ് വെള്ളമുണ്ട്. ഇതൊരു 30 ഡിഗ്രി ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഉപ്പ് വെള്ളമുണ്ട്, ഇവിടെ വെള്ളമുണ്ട്. വെള്ളത്തിനേക്കാൾ ഉപ്പ് വെള്ളത്തിന് വേപ്പർ പ്രഷർ കുറവാണ്. ഇതാണ് വെള്ളത്തിന്റെ വേപ്പർ പ്രഷർ. ഉപ്പ് വെള്ളത്തിന് വേപ്പർ പ്രഷർ കുറഞ്ഞു. അതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. വേപ്പർ പ്രഷർ കുറയും എന്നാണ് നമ്മൾ പഠിച്ചത്. വെള്ളത്തിന്റെ വേപ്പർ പ്രഷറിനേക്കാൾ ഉപ്പ് വെള്ളത്തിന്റെ വേപ്പർ പ്രഷർ കുറവാണ് എങ്കിൽ ഈ താഴെയുള്ള ഈ വേപ്പർ പ്രഷറിനെ 180 ആക്കാൻ വേണ്ടി ഞാൻ കൊടുക്കേണ്ട ടെമ്പറേച്ചറാണ് ഉപ്പ് വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ്. ഇവിടെയുള്ള വേപ്പർ പ്രഷർ 180 ആക്കാൻ വേണ്ടി ഞാൻ കൊടുക്കേണ്ട ടെമ്പറേച്ചറാണ് വെള്ളത്തിന്റെ വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ്. സോൾവെന്റ് എന്ന് പറഞ്ഞാൽ പ്യൂർ ആയിട്ടുള്ള സോൾവെന്റ് ആണ്. ഇതിപ്പോൾ A മാത്രമേ ഉള്ളൂടാ, അല്ലെങ്കിൽ പച്ചവെള്ളം മാത്രമേ ഉള്ളൂ. പച്ചവെള്ളം മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടുത്തെ ബോയിലിംഗ് പോയിന്റ്, ആ ബോയിലിംഗ് പോയിന്റിനെയാണ് TB നോട്ട് എന്ന് പറയും. പ്യൂർ ആണെന്ന് കാണിക്കാൻ ആ നോട്ട് ഇടുന്നത്. സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് കുറച്ചും കൂടെ കൂടും, അത് TB ആണ്. TB നോട്ടാണോ TB ആണോ വരുന്നത്? ഉറപ്പാണ് TB ആണ് വരുന്നത്. കാരണം സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. ബോയിലിംഗ് പോയിന്റ് എത്ര കൊണ്ട് കൂടി? ബോയിലിംഗ് പോയിന്റ് എത്ര കൂടി എന്നറിയാൻ എന്ത് ചെയ്താൽ മതി? വലുതൊന്ന് ചേർത്ത് മൈനസ് ചെയ്താൽ മതി. TB മൈനസ് TB നോട്ട്, അത് ഡെൽറ്റ P ആണ്. സോ ഡെൽറ്റ TB ആണ്. ബോയിലിംഗ് പോയിന്റ് എത്ര കണ്ട് കൂടി? TB മൈനസ് TB നോട്ട്. ബോയിലിംഗ് പോയിന്റ് കൂടുകയാണ്, എത്ര കൂടി എന്നുള്ളത് ഇങ്ങനെ കണ്ടുപിടിക്കും. ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഡെൽറ്റ TB ഇല്ലേ, ചേഞ്ച് ഇൻ ബോയിലിംഗ് പോയിന്റ് അല്ലെങ്കിൽ എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റിയാണ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റിയാണ്. പ്രൊപ്പോർഷണൽ എടുത്ത് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് വേണം. ഡെൽറ്റ TB ഇസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ്, അതാണ് KB ഇൻറ്റു M. KB എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് ഇലവേഷൻ കോൺസ്റ്റന്റ്. ഓർത്ത് വെച്ചോളൂ, ബോയിലിംഗ് പോയിന്റ് ഇലവേഷൻ കോൺസ്റ്റന്റ്. KB എന്ന് പറഞ്ഞാൽ ഇലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് കേസിലാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് ഇലവേഷൻ കോൺസ്റ്റന്റ്, അതാണ് KB. ഇതിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്? മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ആണ്. അത് മാത്രമേ നമുക്ക് ഇവിടെ നിർത്താൻ ഡെറിവേഷൻ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് പ്രോബ്ലം ചെയ്യാൻ ഈക്വേഷൻ മാത്രം മതി. ഇതിന്റെ ബോയിലിംഗ് പോയിന്റ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന മോളാർ മാസിന്റെയും ഫ്രീസിംഗ് പോയിന്റ് വെച്ച് കണ്ടുപിടിക്കുന്ന മോളാർ മാസിന്റെയും ഇക്വേഷൻ ഓൾമോസ്റ്റ് സിമിലർ ആണ്. അതെങ്ങനെ നോക്കാം. അപ്പോൾ ഇവന്റെ പഠിച്ച അവനും കൂടെ കിട്ടും. MB is equal to WB divided by WA. അതിന് മുമ്പ് Kയും KF ഒക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ KB divided by delta TB, WB divided by WA into 1000. റെഡി? സംഭവം ഇത്രയേ ഉള്ളൂ. എന്താണ്? KB divided by delta TB, WB divided by WA into 1000. റെഡിയാണ്? ഇത് മാത്രം ഒന്ന് സെറ്റാക്കി വെച്ചാൽ മതി, വേറെ നോക്കാനില്ല. ഇതിൽ ഓരോ ടേമുകളും എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് വേഗം പറഞ്ഞുതരാം. ഇതിൽ നമുക്ക് ആരെയൊക്കെയാണ് അറിയേണ്ടത്, ആരെയൊക്കെയാണ് അറിയുക എന്നുകൂടെ അറിഞ്ഞാൽ വളരെ ഈസിയാണ്. അതായത് KB എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് ഇലവേഷൻ കോൺസ്റ്റന്റ്, ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും, അല്ലെങ്കിൽ നമുക്കത് അറിയാവുന്നതാണ്, കോൺസ്റ്റന്റ് ആണ്. ഡെൽറ്റ TB എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് എത്ര കണ്ട് കൂടി, അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഏത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. WB എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടിന്റെ ഗിവൺ മാസ് ആണ്, എത്ര സൊല്യൂട്ട് ചേർത്തിട്ടുണ്ട്. WA എന്ന് പറഞ്ഞാൽ സോൾവെന്റിന്റെ ഗിവൺ മാസ് ആണ്. ഇൻറ്റു 1000 നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്ന ഒരു നമ്പറാണ്. ഇവരെ മാത്രം കിട്ടിയാൽ മതി നിങ്ങൾക്ക് എന്ത് പിടിക്കാം? മോളാർ മാസ് സൊല്യൂട്ട് കണ്ടുപിടിക്കാം. റെഡി? അടുത്ത ഇതേപോലെ തന്നെ ഡിപ്രഷൻ ഫ്രീസും പോയിന്റ് കുറയുകയാണ്.
ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ സറൗണ്ടിങ് പ്രഷറിനോട് ഈക്വൽ ആകുന്നതാണ്, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ പ്രഷറിനോട് ഈക്വൽ ആകുന്നതാണ്. ഒരു ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷറിനോട് ഈക്വൽ ആയാൽ അതിന് ആ ടെമ്പറേച്ചറാണ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. സിമിലർലി ഒരു ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ അത് സോളിഡ് ആയിരിക്കുന്ന സമയത്തുള്ള വേപ്പർ പ്രഷറിനോട് ഈക്വൽ ആയാൽ അതിനെയാണ് അതിന്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയാം. ക്ലിയർ ആയില്ലല്ലേ? എടാ, ഒരു ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ 180 അല്ലെങ്കിൽ സറൗണ്ടിങ് പ്രഷർ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ പ്രഷറിനോട് ഈക്വൽ ആയാൽ, ഒരു ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷറിനോട് ഈക്വൽ ആയാൽ അതാണ് അതിന്റെ ബോയിലിംഗ് പോയിന്റ്. ഒരു ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ അത് ഐസായിരിക്കുന്ന സമയത്തുള്ളതിന്റെ വേപ്പർ പ്രഷറിനോട് ഈക്വൽ ആയാൽ അതാണ് അതിന്റെ ഫ്രീസിംഗ് പോയിന്റ്. ഐസിന്റെ വേപ്പർ പ്രഷറും ഈ ലിക്വിഡിന്റെ വേപ്പർ പ്രഷറും ഈക്വൽ ആയാൽ അത് ഫ്രീസിംഗ് പോയിന്റ്. അത്രയേ ഉള്ളൂ. ഐസിന്റെ വേപ്പർ പ്രഷറും ഈ പച്ചവെള്ളത്തിന്റെ വേപ്പർ പ്രഷറും ഈക്വൽ ആയാൽ അതാണ് അതിന്റെ ഫ്രീസിംഗ് പോയിന്റ്. നോക്ക്, ഇതാണ് ഫ്രീസിംഗ് പോയിന്റ്. സോറി, ഐസ് ഫ്രീസ് ആയിരിക്കും. ഐസിന്റെ വേപ്പർ പ്രഷർ പച്ചവെള്ളത്തിന്റെ വേപ്പർ പ്രഷർ ഇതിനോട് ഈക്വൽ ആയാൽ, ഇത് ഇപ്പുറത്താണ് വരയ്ക്കേണ്ടത്. ടി 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 ഇവിടെയാണ് വരയ്ക്കേണ്ടത്. നോക്കണേ, ഈ സോൾവെന്റിന്റെ അഥവാ വെള്ളത്തിന്റെ വേപ്പർ പ്രഷർ ഐസിന്റെ വേപ്പർ പ്രഷറോടുമായിട്ട് ഈക്വൽ ആയാൽ ഇതിനെയാണ് അതിന്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, അഥവാ TF0 എന്ന് പറയുന്നത്. ഇനി ഉപ്പുവെള്ളത്തിന്റെ വേപ്പർ പ്രഷർ അതിനോട് ഈക്വൽ ആയാൽ, ഐസിന്റെ വേപ്പർ പ്രഷറിനോട് ഈക്വൽ ആയാൽ അതാണ് TF എന്ന് പറയുന്നത്. TF ആണോ TF0 ആണോ വലുത്? TF ആണോ TF0 ആണോ വലുത്? പ്യൂർ ആയിരിക്കുന്ന സമയത്തുള്ള ഐസിന്റെ ഫ്രീസിംഗ് പോയിന്റ് 0 ആണ്. ഉപ്പ് വെള്ളത്തിന്റെ ഫ്രീസിംഗ് പോയിന്റ് -1, -2, -3 ആണ്. അപ്പോൾ ഏതാണ് വലുത്? പ്യൂർ ആയിട്ടുള്ള ആളുടെ വേപ്പർ പ്രഷറാണ് വലുത്. അതായത് TF0 മൈനസ് TF. ഇവിടെയും വലുതെന്ന് ചെറുത് ഇത്ര നേരം പറഞ്ഞതെല്ലാം ചേഞ്ച് കണ്ടുപിടിക്കാൻ വലുതെന്ന് ചെറുതാണ് മൈനസ് ചെയ്യേണ്ടത്. TF0 മൈനസ് TF, ഇതാണ് ഡെൽറ്റ TF എന്ന് പറയുന്നത്. നോക്കണേ, ഇത് TF0 ഏത് TF0 മൈനസ് TF. അവിടെ അങ്ങനെയല്ല, TB മൈനസ് TB0 ആണ്. ഇവിടെ നോട്ട് സെക്കൻഡ് ആണ് വരുന്നത്, ഇവിടെ നോട്ട് ഫസ്റ്റ് ആണ് വരുന്നത്. മനസ്സിലാക്കേണ്ട കാര്യം, വലുതെന്ന് ചെറുത് മൈനസ് ചെയ്യാം. തൊട്ടപ്പുറത്ത് പറഞ്ഞ പോലെ അതേപോലെ തന്നെയാണ് ഇവിടെ എന്ത്, ഡെൽറ്റ TF ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി. അവിടെയും മൊളാലിറ്റിയോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരുന്നല്ലോ. അപ്പോൾ ഡെൽറ്റ TF ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് വേണം. അവിടെ KB ആണ്, ഇവിടെ എന്തായിരിക്കും KF ആയിരിക്കും × M. അത് KB എന്ന് പറഞ്ഞ ബോയിലിംഗ് പോയിന്റ് ഇലവേഷൻ കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ ഇതെന്തായിരിക്കും? ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ്. അത്രയേ ഉള്ളൂ. ഇത് ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ്. ഇവിടെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കുക? മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാം. അവിടെ എങ്ങനെയായിരുന്നു? ഞാൻ എഴുതാം, KB ഡിവൈഡഡ് ബൈ ഡെൽറ്റ TB WB ഡിവൈഡഡ് ബൈ WA × 1000 ആയിരുന്നല്ലോ അവിടെ നമ്മൾ പഠിച്ചത്. ഇവിടെ എങ്ങനെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക? ഇവിടെ നമുക്ക് KBയും TBയും അല്ല, മറിച്ച് KF ഡിവൈഡഡ് ബൈ ഡെൽറ്റ TF. ഈ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. KF ഡിവൈഡഡ് ബൈ ഡെൽറ്റ TF WB ഡിവൈഡഡ് ബൈ WA × 1000. ഈ ആളുകൾ മാത്രമല്ല മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് എന്ത് ചെയ്യാൻ കണ്ടുപിടിക്കും. ലാസ്റ്റ് ടോപ്പിക്കോട്ട് കിടക്കുന്നുണ്ട്. ഇതിന്റെ കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി ലാസ്റ്റ് ടോപ്പിക്കാണ്. ഓസ്മോസിസ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോസിസ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ നൈസ് ആണ്. കണ്ണിമാങ്ങ വെള്ളത്തിലിട്ടിരിക്കുകയാണ്, കണ്ണിമാങ്ങ ഉപ്പിലിട്ടിരിക്കുകയാണ്. കുറേ ദിവസം കഴിഞ്ഞാൽ ഈ മാങ്ങ ചുരുങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഈ മാങ്ങ ചുരുങ്ങാനുള്ള കാരണം എന്താണ്? ഉപ്പ് വെള്ളത്തിലും വെള്ളത്തിലും ഇട്ട് വെച്ചോളൂ. ഉപ്പ് വെള്ളത്തിലിട്ടാൽ മാത്രമേ ഇത് ചുരുങ്ങുള്ളൂ. ഈ ഉപ്പ് വെള്ളത്തിലിട്ടിരിക്കുന്ന മാങ്ങ ചുരുങ്ങാനുള്ള കാരണം മാങ്ങയ്ക്കകത്തുള്ള വാട്ടറൊക്കെ എന്ത് ചെയ്തിരിക്കുകയാണ്? പുറത്തോട്ട് വന്നിരിക്കുകയാണ്. ഏതിലൂടെ? ഈ ഒരു മാങ്ങയുടെ തോലെന്ന് പറയുന്ന ചെറിയ ചെറിയ ഹോൾസിലൂടെ, മാങ്ങയുടെ സ്കിന്നിലെ ചെറിയ ചെറിയ ഹോൾസിലൂടെ മാങ്ങയ്ക്കകത്തുള്ള വാട്ടറൊക്കെ എന്ത് ചെയ്തിരിക്കുന്നു? പുറത്തോട്ട് വന്നിരിക്കുന്നു. അതാണ് മാങ്ങ ഇങ്ങനെ ഷ്രിങ്ക് ചെയ്യാനുള്ള കാരണം. അപ്പോൾ ഈ വാട്ടർ എന്ന് പറയുന്നത്, രണ്ടിലും വാട്ടർ ഉണ്ട്. ഏതാ? ഉപ്പ് വെള്ളത്തിലും വാട്ടർ ഉണ്ട്, മാങ്ങയ്ക്കകത്തും വാട്ടർ ഉണ്ട്. അപ്പോൾ രണ്ടും സോൾവെന്റ് ആണ്. സോൾവെന്റ് ആണ് ഫ്ലോ ചെയ്തിരിക്കുന്നത്. എവിടെ നിന്ന് എങ്ങോട്ടേക്ക്? ഉപ്പിലുള്ള സൊല്യൂട്ടിന്റെ അളവ് വളരെ കുറവാണ്. മാങ്ങയിലുള്ള സൊല്യൂട്ടിന്റെ അളവ് വളരെ കുറവാണ്. മാങ്ങയിലുള്ള സൊല്യൂട്ടിന്റെ അളവ് വളരെ കുറവാണ്. ഉപ്പ് വെള്ളത്തിലുള്ള ഉപ്പ് എന്ന് പറയുന്ന സൊല്യൂട്ടിന്റെ അളവ് വളരെ കൂടുതലാണ്. അപ്പോൾ ഉപ്പ് വെള്ളത്തിൽ കോൺസെൻട്രേഷൻ കൂടുതലും മാങ്ങയ്ക്കകത്തുള്ള വെള്ളത്തിൽ കോൺസെൻട്രേഷൻ കുറവുമാണ്. എവിടെ നിന്ന് എങ്ങോട്ടേക്ക് എന്ത് ഫ്ലോ ചെയ്തു? ഏതിലൂടെ ഫ്ലോ ചെയ്തു? എങ്ങനെ ഫ്ലോ ചെയ്തു? മാങ്ങയ്ക്കകത്തുള്ള വാട്ടറാണ് നേരെ ഉപ്പ് വെള്ളത്തിലോട്ട് ഫ്ലോ ചെയ്തിരിക്കുന്നത് അല്ലേ? ഏതിലൂടെ? മാങ്ങയുടെ സ്കിന്നിലൂടെ. അപ്പോൾ ഏതിൽ നിന്ന് ഏതിലോട്ട് പോയി നമുക്ക് പറയാം? ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന്, മാങ്ങയിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലോട്ട്, ഉപ്പ് വെള്ളത്തിലോട്ട് എന്ത് ഫ്ലോ ചെയ്തു? സോൾവെന്റ് എന്ന് പറയുന്ന വാട്ടർ ഫ്ലോ ചെയ്തു. ഏതിലൂടെ?
ത്രൂ എ സെമി പെർമിബിൾ മെംബ്രെയിൻ, മാങ്ങയുടെ ചെറിയ ചെറിയ ഹോൾസിലൂടെ. ഇതാണ് ഓസ്മോസിസ്. ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്കുള്ള സോൾവെന്റിന്റെ ഫ്ലോ ത്രൂ എ സെമി പെർമിബിൾ മെംബ്രെയിൻ, അതാണ് ഓസ്മോസിസ്. എപ്പോഴും തന്നെ ഹൈ വോൾട്ടേജിൽ നിന്ന് ലോ വോൾട്ടേജിലോട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുക, ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ടാണ് എയർ ഫ്ലോ ചെയ്യുക, ഹൈ ലെവലിൽ നിന്ന് ലോ ലെവലിലാണ് വാട്ടർ ഫ്ലോ ചെയ്യുക. നേരെ തിരിച്ച് ലോ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് സോൾവെന്റ് ഫ്ലോ ചെയ്യുമെന്ന് ഓർത്താൽ മതി. അതിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും ഓസ്മോസിസ് ഉണ്ടാവുക? ഇത് സൊല്യൂഷൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ, ഇത് സൊല്യൂഷൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ, ഇടയിൽ സെമി പെർമിബിൾ മെംബ്രെയിൻ വെച്ചിരിക്കുന്നു. എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് ഫ്ലോ ചെയ്യുന്നുണ്ടായിരിക്കുക? ഇതിന്ന് ഇങ്ങോട്ടേക്കായിരിക്കും ഫ്ലോ ചെയ്യുന്നുണ്ടായിരിക്കും. ഇതാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഈ ഓസ്മോസിസിന്റെ വേഗത കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏതു ഭാഗത്താണ് പ്രഷർ കൊടുക്കേണ്ടി വരിക? പ്രഷർ കൊടുക്കുക. എനിക്കിപ്പോൾ ഇത് ഓസ്മോസിസ് കുറയണം. ഓസ്മോസിസ് കുറയ്ക്കാൻ വേണ്ടി ഞാൻ ഏത് ഭാഗത്ത് പ്രഷർ കൊടുക്കാം? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കല്ലേ ഫ്ലോ ചെയ്യുന്നത്, അപ്പോൾ ഈ ഭാഗത്ത് പ്രഷർ കൊടുത്താൽ പോലെ നിൽക്കൂലേ? അതെ. ഹയർ കോൺസെൻട്രേഷന്റെ ഭാഗത്ത് ഞാൻ പ്രഷർ കൊടുത്താൽ എന്ത് സംഭവിക്കും? ഓസ്മോസിസ് എന്ന് പറയുന്ന ഫ്ലോ കുറയും. വീണ്ടും 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 ഞാൻ ഹയർ കോൺസെൻട്രേഷന്റെ ഭാഗത്ത് പ്രഷർ കൊടുത്താൽ ആ ഓസ്മോസിസ് നിൽക്കും. ഓസ്മോസിസ് നിൽക്കാൻ വേണ്ടി ഹയർ കോൺസെൻട്രേഷന്റെ ഭാഗത്ത് ഞാൻ കൊടുക്കുന്ന പ്രഷറിനെയാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. The excess hydrostatic pressure which must be applied to the solution of higher concentration to prevent the passage of solvent to it through a semi-permeable membrane. ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് സെമി പെർമിബിൾ മെംബ്രെയിൻ വഴിയുള്ള സോൾവെന്റിന്റെ ഫ്ലോ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഹയർ കോൺസെൻട്രേഷന്റെ ഭാഗത്ത് ഞാൻ കൊടുക്കുന്ന പ്രഷറിനെയാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുക. ക്ലിയർ ആണോ? ഈ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് പൈ ആണ്. പൈ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു ടെമ്പറേച്ചർ ആണ്. ഈ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് മൊളാരിറ്റി ആണ്. ഇത്ര നേരം നമ്മൾ പറഞ്ഞത് മൊളാലിറ്റി ആണ്, ഈ കോൺസെൻട്രേഷൻ മൊളാരിറ്റി ആണ്. സാർ മൊളാരിറ്റി ക്യാപിറ്റൽ എം അല്ലേ സാർ, പിന്നെന്താ സി ഇട്ടിരിക്കുന്നത്? നമ്മൾ മോളാർ മാസ് ഓഫ് സൊല്യൂട്ടും മോളാർ മാസ് ഓഫ് സോൾവെന്റും ഇതൊക്കെ ക്യാപ്സ് എം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ കയറിയിട്ട് മോളാർ മാസം എമ്മിട്ട മൊത്തത്തിൽ കുളമായി കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ സി എന്ന് കൊടുക്കുന്നു. സീനില്ല. സി എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി ആണ്. സി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇവിടെ വോളിയം ഓഫ് സൊല്യൂഷൻ ആണ് കേട്ടോ. മൊളാരിറ്റി ആണ് സി. ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പ്രപ്പോർഷനായിട്ട് എടുത്ത് മാറ്റുമ്പോൾ ഒരു ഈക്വൽ ടു വേണം, ഒരു കോൺസ്റ്റന്റ് വേണം. പൈ ഇസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ്, അതാണ് ആർ സി ടി അല്ലെങ്കിൽ സി ആർ ടി. താങ്ക് യു, സ്ലൈഡ് വന്നു. താങ്ക് യു. കഴിഞ്ഞിട്ടില്ല. പോവരുതേ അറിയാതെ കയറി വന്നാണ്. പൈ ഇസ് ഈക്വൽ ടു സി ആർ ടി. ഇവിടെയും നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് സൊല്യൂട്ടിന്റെ മോളാർ മാസ് കണ്ടുപിടിക്കും. എം ബി ഇസ് ഈക്വൽ ടു മോളാർ മാസ് എം ബി ഇസ് ഈക്വൽ ടു WBRT ഡിവൈഡഡ് ബൈ പൈ വി. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ട ഇക്വേഷൻ. തൊട്ട് മുന്നത്തെയും പഠിക്കണം, ഈ മൂന്നെണ്ണം നിങ്ങൾ പഠിക്കണം. WBRT എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ടിന് എത്ര മാസ് ഉണ്ട് എന്നുള്ളത്. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, ടി എന്ന് പറഞ്ഞാൽ അപ്പോഴത്തെ ടെമ്പറേച്ചർ, പൈ എന്ന് പറഞ്ഞാൽ ഓസ്മോട്ടിക് പ്രഷർ, വി എന്ന് പറഞ്ഞാൽ സൊല്യൂഷന്റെ വോള്യം. ഇത് മാത്രം അറിഞ്ഞാൽ മതി മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാം. നമ്മൾ ഈ 4 കേസുകളിലും സൊല്യൂട്ടിന്റെ മോളാർ മാസാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതിൽ വളരെ വളരെ ഈസി ആയിട്ട് സൊല്യൂട്ടിന്റെ മോളാർ മാസ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഓസ്മോട്ടിക് പ്രഷറാണ്. ബാക്കിയുള്ള 3നെ അപേക്ഷിച്ചും ഓസ്മോട്ടിക് പ്രഷറാണ് നമ്മൾ കൂടുതലായിട്ടും മോളാർ മാസ് സൊല്യൂട്ട് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുക. അതിന്റെ അഡ്വാൻറ്റേജ് ആണ് നമ്മൾ അടുത്തത് പറയുന്നത്. 2 മാർക്കിന്റെ ചോദ്യമാണിത്. എന്തുകൊണ്ട് ഓസ്മോട്ടിക് പ്രഷർ നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കാം? അതിൽ കുറച്ചും കൂടെ അടിപൊളിയായി നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എന്തുകൊണ്ട് കണ്ടുപിടിക്കാം? ഓസ്മോട്ടിക് പ്രഷർ മെഷർമെന്റ് ക്യാൻ ബി ഡൺ അറ്റ് റൂം ടെമ്പറേച്ചർ. റൂം ടെമ്പറേച്ചറിലേ നമുക്ക് കണ്ടുപിടിക്കാം. ബോയിലിംഗ് പോയിന്റ് കൂട്ടാനോ അങ്ങനെയൊന്നും ഫ്രീസ് പോയിന്റ് കുറയാനോ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. സാധാരണ റൂം ടെമ്പറേച്ചർ നമുക്ക് എന്ത് ചെയ്യാം? ഓസ്മോട്ടിക് പ്രഷർ കണ്ടുപിടിക്കാം. മാത്രമല്ല തൊട്ട് മുന്നേ ഭാഗങ്ങളിലെല്ലാം നമ്മൾ മൊളാലിറ്റിയാണ് ഉപയോഗിച്ചത്. ഇവിടെ നമ്മൾ മൊളാരിറ്റിയാണ് എപ്പോഴും നമ്മൾ ഉപയോഗിച്ചത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് മൊളാരിറ്റി, നേരത്തെ ഭാഗങ്ങളിലെല്ലാം ഉപയോഗിച്ചത് മൊളാലിറ്റിയാണ്. മൊളാരിറ്റി കണ്ടുപിടിക്കാൻ കുറച്ചും കൂടി ഈസിയാണ്. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടിന്റെ മോളുകളുടെ എണ്ണം ഡിവൈഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ആണ്. സൊല്യൂഷൻ മൊത്തം വോളിയം കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ മൊളാലിറ്റിയാണ്. മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ആണ്. ഒരു സൊല്യൂഷൻ മാത്രം തന്നിരിക്കുന്നു, അതിൽ സോൾവെന്റിന് മാത്രം മാസ് എങ്ങനെ കണ്ടുപിടിക്കുക? സോൾവെന്റിന് മാത്രം മാസ് കണ്ടുപിടിക്കുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. കണ്ടുപിടിക്കാൻ പക്ഷേ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഏത് ഉപയോഗിച്ചുകൊണ്ടാണ്? മൊളാരിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ്. അത്രയേ ഉള്ളൂ. റെഡി? മാത്രമല്ല സൊല്യൂട്ടിന്റെ അളവ് വളരെ വളരെ കുറവാണെങ്കിൽ പോലും ഓസ്മോട്ടിക് പ്രഷർ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഓസ്മോട്ടിക് പ്രഷർ കണ്ടുപിടിക്കാനും വളരെ ഈസി ആയിരിക്കും. നേരെ മറിച്ച് വെള്ളത്തിൽ ചേർത്തിരിക്കുന്ന ഉപ്പിന്റെ അളവ് വളരെ കുറവാണെന്ന് വിചാരിക്കുക. ബോയിലിംഗ് പോയിന്റ് ചെറുതായിട്ട് കൂടും, ചിലപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനേ പറ്റില്ല.
ഫ്രീസിംഗ് പോയിന്റ് ചെറുതായിട്ട് കുറയുമോ, അത് നമുക്ക് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റുന്ന വരില്ല. അതേപോലെ തന്നെ വേപ്പർ പ്രഷറും കണ്ടുപിടിക്കാൻ പറ്റുന്ന വരില്ല. പക്ഷേ ഉപ്പിൻ്റെ അളവ് വളരെ കുറവാണെങ്കിൽ പോലും ഓസ്മോട്ടിക് പ്രഷർ കണ്ടുപിടിക്കാം. ഉപ്പിൻ്റെ അളവ് വളരെ കുറവാണെങ്കിൽ പോലും ഓസ്മോട്ടിക് പ്രഷർ കണ്ടുപിടിക്കാം. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, മോളാർ മാസ് സൊല്യൂട്ട് കണ്ടുപിടിക്കാം. ഇനി വലിയ വലിയ മോളാർ മാസുള്ള ബയോമോളിക്യൂൾസും പോളിമേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അവരുടെ എല്ലാവരുടെയും മോളാർ മാസ് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഇവനെ വെച്ചുകൊണ്ട് കണ്ടുപിടിക്കാവുന്നതാണ്. ഓസ്മോട്ടിക് പ്രഷർ വെച്ച് കണ്ടുപിടിക്കാം. നമ്മളിപ്പോൾ ഓസ്മോസ് എന്താണ് എന്നും ഓസ്മോട്ടിക് പ്രഷർ എന്താണെന്ന് മനസ്സിലാക്കി. ഇനി കുറച്ച് ടേമുകൾ കൂടെ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കണേ, ഇവിടെ പ്യുവർ വാട്ടറും സലൈൻ വാട്ടറും ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇവിടെ പ്യുവർ വാട്ടർ വെച്ചും സലൈൻ വാട്ടർ വെച്ചും, അത് ഉപ്പ് കടൽ വെള്ളവും പ്യുവർ ആയിട്ടുള്ള വെള്ളവും നമ്മൾ എന്ത് ചെയ്യുന്നു, സെമി പെർമിയബിൾ മെമ്പർ വെച്ച് സെപ്പറേറ്റ് ചെയ്തു. എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും ഓസ്മോട്ടിക് പ്രഷർ ഉണ്ടായിരിക്കുക, ഓസ്മോസിസ് ഉണ്ടായിരിക്കുക? തീർച്ചയായും ലോവർ കോൺസെൻട്രേഷൻ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലോട്ട്. കടൽ വെള്ളത്തിലാണ് ഉപ്പിൻ്റെ അളവ് കൂടുതൽ, ഇവിടെ ഉപ്പിൻ്റെ അളവ് വളരെ കുറവാണ്. അപ്പോൾ ലോവർ കോൺസെൻട്രേഷൻ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലോട്ടാണ് എന്ത് ഫ്ലോ ചെയ്യുന്നത്, ആ വാട്ടർ ഫ്ലോ ചെയ്യുന്നത്. ഓസ്മോട്ടിക് പ്രഷർ ഞാൻ എവിടെയാണ് കൊടുക്കുന്നത്, ഇത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ എവിടെ പ്രഷർ കൊടുക്കണം, ഹയർ കോൺസെൻട്രേഷൻ ഭാഗത്ത് പ്രഷർ കൊടുക്കുന്നു. ഈ ഹയർ കോൺസെൻട്രേഷൻ ഭാഗത്ത് പ്രഷർ കൊടുത്താൽ അത് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യും. അതാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. ഞാൻ അപ്ലൈ ചെയ്യുന്ന പ്രഷർ ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കൂടിയാലോ, ഹയർ കോൺസെൻട്രേഷന്റെ ഭാഗത്ത് ഞാൻ അപ്ലൈ ചെയ്യുന്ന പ്രഷർ ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കൂടുതലായാലോ? സാർ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കൊക്കെ എല്ലാം കൂടെ പോയില്ലേ സാർ? കറക്റ്റ് ആണ്. ഹയർ കോൺസെൻട്രേഷന്റെ ഭാഗത്ത് നിന്ന് ലോവർ കോൺസെൻട്രേഷന്റെ ഭാഗത്തോട്ട് എന്ത് ഫ്ലോ ചെയ്യും, സോൾവെന്റ് ഫ്ലോ ചെയ്യും. ഇത് ഓസ്മോസിന് നേരെ റിവേഴ്സ് ആണ്. ഇതിനാണ് റിവേഴ്സ് ഓസ്മോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിവേഴ്സ് ഓസ്മോസ് നടക്കാനുള്ള കണ്ടീഷൻ എന്താ, മീൻസ് നടക്കുന്നതിന് കാരണം എന്താ? ഞാൻ കൊടുത്ത പ്രഷർ ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കൂടുതലായി. നമ്മൾ കൊടുക്കുന്ന ഹയർ കോൺസെൻട്രേഷന്റെ ഭാഗത്ത് നമ്മൾ കൊടുക്കുന്ന പ്രഷർ ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കൂടുതലായാൽ റിവേഴ്സ് ഓസ്മോസിസ് നടക്കും. ഇവിടെ റിവേഴ്സ് ഓസ്മോസിസ് നടന്നു എന്ന് വിചാരിക്കും. ഇവിടെ ഞാൻ കൂടുതൽ പ്രഷർ കൊടുത്താൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എന്താണ് ഫ്ലോ ചെയ്യുക, പ്യുവർ ആയിട്ടുള്ള വാട്ടർ ഫ്ലോ ചെയ്യും. കടൽ വെള്ളത്തിൽ നിന്ന് വെള്ളം മാത്രം അങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യും. ഇവിടെ ഉപ്പ് മാത്രം അവശേഷിക്കും. കടൽ വെള്ളത്തിൽ നിന്ന് പ്യുവർ വാട്ടറിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉപ്പിനെ വേർതിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതൊരു മെത്തേഡാണ്, ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ. അത് എന്താ, റിവേഴ്സ് ഓസ്മോസിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. ദ ഡയറക്ഷൻ ഓഫ് ഓസ്മോസിസ് ക്യാൻ ബി റിവേഴ്സ്ഡ്. എങ്ങനെ? ഇഫ് എ പ്രഷർ ലാർജർ ദാൻ ദ ഓസ്മോട്ടിക് പ്രഷർ ഇസ് അപ്ലൈ ടു ദ സൊല്യൂഷൻ സൈഡ്. ഹയർ കോൺസെൻട്രേഷന്റെ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കൂടുതൽ പ്രഷർ അപ്ലൈ ചെയ്യുക. ഓസ്മോസിസ് നമുക്ക് റിവേഴ്സ് ആക്കാം. ദ ഫിനോമിനൻ ഇസ് കാൾഡ് റിവേഴ്സ് ഓസ്മോസിസ്. അത് പറഞ്ഞല്ലോ. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ. കടൽ വെള്ളത്തിൽ നിന്നും പ്യുവർ ആയിട്ടുള്ള വെള്ളത്തെ വേർതിരിക്കുന്ന അല്ലെങ്കിൽ ഉപ്പിനെ വേർതിരിക്കുന്ന മെത്തേഡാണ് എന്ത്, ഡീസലേഷൻ ഓഫ് സീ വാട്ടർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഐസോട്ടോണിക്, ഹൈപ്പോട്ടോണിക്. രണ്ട് സൊല്യൂഷനുകളുടെയും ഓസ്മോട്ടിക് പ്രഷർ ഈക്വൽ ആണെങ്കിൽ അത് ഐസോട്ടോണിക്. ഒരാളുടെ ഓസ്മോട്ടിക് പ്രഷർ കൂടുതൽ മറ്റേയാളുടെ ഓസ്മോട്ടിക് പ്രഷർ കുറവാണെങ്കിൽ കൂടുതലുള്ളവനെ ഹൈപ്പർടോണിക് എന്നും കുറവുള്ളവനെ ഹൈപ്പോട്ടോണിക് എന്നും പറയും. അത്രയും. ഐസോട്ടോണിക് എന്ന് പറഞ്ഞാൽ രണ്ട് സൊല്യൂഷനുകളുടെയും ഓസ്മോട്ടിക് പ്രഷർ എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. രണ്ടുപേരുടെയും ഓസ്മോട്ടിക് പ്രഷർ ഈക്വൽ ആണെങ്കിൽ ഓസ്മോസ് അവിടെ നടക്കില്ല. റെഡി? ഇനി ഒരാൾക്ക് ഓസ്മോട്ടിക് പ്രഷർ കൂടുതൽ മറ്റേയാൾക്ക് ഓസ്മോട്ടിക് പ്രഷർ കുറവാണെങ്കിൽ കൂടുതലുള്ളവനെ ഹൈപ്പർടോണിക് എന്നും കുറവുള്ളവനെ ഹൈപ്പോട്ടോണിക് എന്നും പറയും. ഇത്രയേ അവിടെ നോക്കേണ്ടതുള്ളൂ. ലാസ്റ്റ് ടോപ്പിക്കിലോട്ട് കടക്കുകയാണ്, അബ്നോർമൽ മോളാർ മാസ്. ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്കിലോട്ടാണ്. ഇത്ര നേരം പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾ അടിപൊളിയായിട്ട് മനസ്സിലായി വിചാരിക്കുന്നു. ഇതും കൂടെ അടിപൊളിയായി സെറ്റാക്കി എഴുതി തരാം. ക്ലാസ് കഴിഞ്ഞ ഉടനെ ക്ലാസിനെ കുറിച്ച് അഭിപ്രായം നിങ്ങൾ എല്ലാവരും നാളത്തെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. മുഴുവൻ ആളുകളുടെയും കമന്റ് ഞാനിരുന്ന് വായിക്കും. അബ്നോർമൽ മോളാർ മാസ്. നമ്മൾ ഈ കൊളീഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന മോളാർ മാസുകളെയാണ് അബ്നോർമൽ മോളാർ മാസുകൾ എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ് സാർ, അത് നോർമൽ അല്ലേ, എന്താ അബ്നോർമൽ എന്ന് പറയുന്നത്? ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന മോളാർ മാസുകൾ ഒന്നും തന്നെ ശരിക്കുള്ള സൊല്യൂട്ടിന്റെ മോളാർ മാസിനോട് ഈക്വൽ ആവണമെന്നില്ല. അപ്പൊ ഇത്ര നേരം പഠിച്ചതൊക്കെ വെറുതെ ആയോ? അല്ല, കൃത്യമായി തന്നെ നമുക്ക് കിട്ടും. ഇത് എന്തൊക്കെയാ സാറ് പറയുന്നത് മുഴുവനായിട്ട് കേൾക്ക്. എന്റെ മൈൻഡിൽ തന്നെ നിങ്ങളുടെ മൈൻഡ് വോയിസ് വരുന്നു. നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്ന മോളാർ മാസുകളൊന്നും ശരിക്കുള്ള മോളാർ മാസുകളോട് ഈക്വൽ ആവാതിരിക്കാം. എങ്ങനെ എന്ന് പറഞ്ഞുതരാം. ഇപ്പൊ വെള്ളത്തിൽ ഞാൻ ഒരു 100 NaCl ഇടുന്നു. ഇപ്പോൾ NaClന്റെ എണ്ണത്തിനനുസരിച്ചാണല്ലോ ഈ കൊളീഗേറ്റീവ് പ്രോപ്പർട്ടീസ് മാറുന്നത്. ഇതിനകത്തുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണത്തിനനുസരിച്ചാണല്ലോ കൊളീഗേറ്റീവ് പ്രോപ്പർട്ടീസ് മാറുന്നത്. എന്റെ വിചാരം ഇതിനകത്ത് 100 NaCl ഉള്ളൂ എന്നാണ്. ഈ 100 NaClകൾ വാട്ടറിൽ ഡിസോസിയേറ്റ് ചെയ്യും. 100 NaClകളും 100 Na പ്ലസുകളും 100 Cl മൈനസുകളെയും ഉണ്ടാക്കും. ടോട്ടലായിട്ട് അതിനകത്ത് 200 പാർട്ടിക്കിളാ. 100 എണ്ണമാണെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ അതിനകത്ത് 200 പാർട്ടിക്കിളുണ്ട്. 100 Na പ്ലസുകളും 100 Cl മൈനസുകളും 200 പാർട്ടിക്കിളാണ്. പാർട്ടിക്കിളുടെ എണ്ണം കൂടി, അപ്പോൾ കൊളീഗേറ്റീവ് പ്രോപ്പർട്ടിയും അതിനനുസരിച്ച് കൂടും അല്ലേ? അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന കൊളീഗേറ്റീവ് പ്രോപ്പർട്ടീസ് എത്ര പാർട്ടിക്കിളുടെയാണ്? 200 പാർട്ടിക്കിളുടെയാണ്.
അതിനകത്തുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണം കൂടിയാൽ ഡിസോസിയേഷൻ സംഭവിച്ചാൽ പാർട്ടിക്കിൾസിന്റെ എണ്ണം കൂടും. നോക്കിക്കോളൂ, ഡിസോസിയേഷൻ സംഭവിച്ചു, അപ്പൊ പാർട്ടിക്കിൾസിന്റെ എണ്ണം കൂടി. പാർട്ടിക്കിൾസിന്റെ എണ്ണം കൂടിയാൽ കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി കൂടും. കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി കൂടിയാൽ നമ്മൾ കണ്ടുപിടിക്കുന്ന മോളാർ മാസ് കുറയും. അതായത് ശരിക്കും അതിനകത്ത് 100 പാർട്ടിക്കിൾ ഉള്ളൂ എന്ന് നമ്മുടെ വിചാരം. NaCl എന്ന് പറയുന്നത് 100 എണ്ണമാണ്, പക്ഷെ അതിനകത്ത് 200 പാർട്ടിക്കിൾ ഉണ്ട്. നോക്കണേ, നമ്മൾ ചേർത്ത പാർട്ടിക്കിളിന്റെ എണ്ണം ഡബിൾ ആയി, കൊളീഗേറ്റീവ് പ്രോപ്പർട്ടിയും ഡബിൾ ആവും. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കുന്ന മോളാർ മാസ് പകുതിയാവും. സാർ, ഇതിനകത്ത് ഡിസോസിയേറ്റ് എന്ന് സാർക്ക് അറിയില്ലേ? അറിയാം. അത് എത്ര എണ്ണമായിട്ട് ഡിസോസിയേറ്റ് എന്ന് സാർക്ക് അറിയില്ലേ? അറിയാം. അതായത് NaCl ഒരു NaCl ഇട്ടാൽ അവിടെ 2 പാർട്ടിക്കിൾ ഉണ്ടാവുമെന്ന് സാർക്ക് അറിയാമല്ലോ. അതെ, അറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാർ ഇപ്പോൾ കണ്ടുപിടിക്കുന്ന മോളാർ മാസ് പകുതിയാണെന്നും സാർക്ക് അറിയാമല്ലോ. അതേടാ, അറിയാം. അങ്ങനെയാണെങ്കിൽ സാറ് കണ്ടുപിടിച്ച മോളാർ മാസ് × 2 ചെയ്താൽ പോരെ? കറക്റ്റ്. കൊളീഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന മോളാർ മാസ് × 2 ചെയ്താൽ, ഏത് NaClന്റെ കേസിൽ × 2 ചെയ്താൽ എനിക്ക് ശരിക്കുള്ള മോളാർ മാസ് കിട്ടും. ആ × 2 എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, അതാണ് വാൻ ഡെ ഹോഫ് ഫാക്ടർ. ക്ലിയർ ആക്കി തരാം. NaCl ഞാൻ അതിനകത്തിട്ടു. 100 Na+, 100 Cl- ഉണ്ടായി. അതായത് NaClന്റെ എണ്ണം ഡബിൾ ആയി, കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി ഡബിൾ ആയി, മോളാർ മാസ് പകുതിയായി. അപ്പോൾ കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന മോളാർ മാസ് × 2 ചെയ്താൽ ശരിക്കുള്ള മോളാർ മാസ് കിട്ടും. ഇനി അടുത്തത് Al അല്ലെങ്കിൽ വേണ്ട CaCl2. CaCl2 എന്ന് പറഞ്ഞാൽ ഒരു Ca2+ഉം 2 Cl-കളാണ്. അതിനർത്ഥം 3 പാർട്ടികൾ അവിടെ ഉണ്ട്. 2 Cl- പിന്നെ ഒരു Ca2+ഉം. അപ്പൊ 3 പാർട്ടികൾ ഉണ്ട്. CaCl2 ആണ് ഞാൻ അതിനകത്ത് ഇട്ടതെങ്കിൽ പാർട്ടിക്കളുടെ എണ്ണം 3 മടങ്ങായി, കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി 3 മടങ്ങായി. അപ്പോൾ മോളാർ മാസ് 3 മടങ്ങ് കുറയും, 1/3 ആവും. അപ്പോൾ കിട്ടിയ മോളാർ മാസ് × 3 ചെയ്താൽ കറക്റ്റ് ആവും. അപ്പോൾ കൊളീഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കുന്ന മോളാർ മാസിനെ ശരിക്കുമുള്ള മോളാർ മാസ് ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അബ്നോർമൽ മോളാർ മാസിനെ ശരിക്കുള്ള മോളാർ മാസ് ആക്കാൻ വേണ്ടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന കറക്ഷൻ ഫാക്ടർ ഉണ്ടല്ലോ, ആ നമ്പർ, അതിനെയാണ് വാൻ ഡെ ഹോഫ് ഫാക്ടർ എന്ന് പറയുന്നത്. ആക്ച്വലി ഈ വാൻ ഹോഫ് ഫാക്ടർ ഉപയോഗിക്കേണ്ട ആവശ്യം എവിടെയാ? നമ്മൾ കണ്ടുപിടിക്കുന്ന മോളാർ മാസ് ശരിക്കുള്ള മോളാർ മാസിനോട് ഈക്വൽ ആയില്ലെങ്കിലല്ലേ. അങ്ങനെ ഈക്വൽ ആവാതിരിക്കാനുള്ള കാരണം എന്താ? അതിനകത്ത് ചേർക്കുന്ന പാർട്ടിക്കിൾ ഡിസോസിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്യുകയോ ചെയ്താൽ, അതിനകത്ത് 100 പാർട്ടിക്കിൾ ഇട്ടാൽ 100 എണ്ണം അങ്ങനെ തന്നെ കിടക്കണം. അതെല്ലാം കൂടെ വിശ്രമിച്ചിട്ട് 200 പാർട്ടിക്കിൾ ആയാൽ പോയി, ഡിസോസിയേഷൻ സംഭവിച്ചു. അല്ല, ആ പാർട്ടികളൊക്കെ ചേർന്ന് 50 പാർട്ടിക്കിളായി, 2 കൂടി ചേർന്നിട്ട് 50 പാർട്ടിക്കിളായി. പാർട്ടിക്കളുടെ എണ്ണം കുറഞ്ഞാലും കുഴപ്പമാണ്, കൂടിയാലും കുഴപ്പമാണ്. അതായത് ഡിസോസിയേഷൻ സംഭവിച്ചാലോ അസോസിയേഷൻ സംഭവിച്ചാലോ മാത്രമാണ് ശരിക്കുള്ള മോളാർ മാസിനോട് ഈക്വൽ ആവാത്തത്. അതിനെയാണ് അബ്നോർമൽ മോളാർ മാസ് എന്ന് പറയുന്നത്. ദ മോളാർ മാസ് ഒബ്റ്റൈൻഡ് ബൈ ദ കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി മെഷർമെന്റ് ഇസ് ഇൻകറക്റ്റ്. എപ്പോ മാത്രമേ ഇൻകറക്റ്റ് ആവുള്ളൂ? അവിടെ അസോസിയേഷനോ ഡിസോസിയേഷനോ സംഭവിക്കുകയാണെങ്കിൽ മാത്രം. ഇഫ് ദർ ഈസ് അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ ഓഫ് പാർട്ടിക്കിൾസ്, അതിനെയാണ് അബ്നോർമൽ മോളാർ മാസ് എന്ന് പറയുന്നത്. അവിടെ ഡിസോസിയേഷനോ അസോസിയേഷനോ നടന്നിട്ടില്ല എങ്കിൽ ശരിക്ക് തന്നെയാണ് കണ്ടുപിടിക്കുക. അത് അബ്നോർമൽ മോളാർ മാസ് അല്ല, ശരിക്കുള്ള മോളാർ മാസ് നമുക്ക് കിട്ടുക. നോക്കണേ, ഇപ്പോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡിക്രീസ് ചെയ്തു എന്ന് വിചാരിക്കാം. കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി ഡിക്രീസ് ചെയ്യും, മോളാർ മാസ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ മോളാർ മാസ് കൂടിയാൽ അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം? ഒരു കറക്ഷൻ ഫാക്ടർ ഉപയോഗിക്കണം. അതാണ് വാൻ ഹോഫ് ഫാക്ടർ. ഇൻ ഓർഡർ ടു കറക്റ്റ് അബ്നോർമൽ മോളാർ മാസ്, വാൻ ഹോഫ് ഇൻട്രൊഡ്യൂസ്ഡ് എ ഫാക്ടർ കാൾഡ് വാൻ ഹോഫ് ഫാക്ടർ. ആ വാൻ ഹോഫ് ഫാക്ടർ കണ്ടുപിടിക്കാൻ 3 ഇക്വേഷൻ ഉണ്ട്. അതിൽ ഏറ്റവും അവസാനത്തെ ഇക്വേഷൻ നിങ്ങൾക്ക് ഉപകരിക്കുക. ഡിസോസിയേഷനോ അസോസിയേഷനോ ശേഷമുള്ള പാർട്ടിക്കളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ഡിസോസിയേഷനോ അസോസിയേഷനോ മുൻപുള്ള പാർട്ടിക്കളുടെ എണ്ണം. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. കൂടുതൽ ക്ലാസ്സിന് നോട്ട്സിനും അല്ലെങ്കിൽ എന്താ പറയുക പ്രോബ്ലം ഡിസ്കഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഒരു വർഷത്തിന് വരെ 4250 രൂപ മാത്രമേ ഉള്ളൂ. പബ്ലിക് എക്സാമിൻ്റെ അവസാന ദിവസം വരെ, റിസൾട്ട് വരുന്ന ദിവസം വരെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. കോട്ട് ചെയ്തെന്ന് മാത്രം നോക്കുക. ഡിസോസിയേഷൻ സംഭവിച്ചാൽ അസോസിയേഷൻ സംഭവിച്ചാലും ഐയുടെ വാല്യൂ എങ്ങനെയായിരിക്കും? ഡിസോസിയേഷൻ സംഭവിച്ചാൽ ഐന്റെ വാല്യൂ 1 കൂടും.
ഐൻ്റെ വാല്യൂ 1-നേക്കാൾ കൂടും. 2ഉം 3ഉം 4ഉം 5 ഒക്കെ ആയിരിക്കും. അസോസിയേഷനാണ് സംഭവിക്കുന്നെങ്കിൽ ഐൻ്റെ വാല്യൂ കുറവായിരിക്കും. 1/3, 1/2, 1/4 അങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കും. ഡിസോസിയേഷനോ അസോസിയേഷനോ സംഭവിച്ചില്ല എങ്കിൽ ഐ ഈക്വൽ ടു 1 ആയിരിക്കും. കാരണം ഐ അവിടെ വേണ്ടി വരുന്നില്ല. അപ്പൊ ഐയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് മോളാർ മാസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ പറഞ്ഞ 4 കൊളീഗേറ്റീവ് പ്രോപ്പർട്ടീസിലും ചെറിയൊരു കറക്ഷൻ ഫാക്ടർ ഐ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇക്വേഷനിൽ ഒരു മാറ്റം വരുത്തും. ആ മാറ്റം ഇങ്ങനെയാണ്: ഡെൽറ്റ പി ഡിവൈഡ് ബൈ പി എ നോട്ട് എന്നും പി എ നോട്ട് ഈക്വൽ ടു കൈ ബി എന്ന് പറയുന്ന അവിടെ ഐ ഇൻറ്റു കൈ ബി കറക്ഷൻ ഫാക്ടർ അവിടെ കൊടുക്കണം. ഡെൽറ്റ ടി ബി സി ഈക്വൽ ടു കെ ബി ഇൻറ്റു എമ്മിൻ്റെ അവിടെ ഐ ഇൻറ്റു കെ ബി ഇൻറ്റു എം എന്ന് കൊടുക്കണം. ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ എഫ് ഇൻറ്റു എം ആണെങ്കിൽ അവിടെയും ഐ ഇൻറ്റു കെ എഫ് ഇൻറ്റു എം എന്ന് കൊടുക്കണം. പൈ വി ആണെങ്കിൽ എൻ ആർ ടി അല്ല മറിച്ച് ഐ എൻ ആർ ടി. ഈ ഐ നിങ്ങൾ കൊടുക്കേണ്ടതേ ഇല്ല. സിമ്പിളായിട്ട് നിങ്ങളോട് ഐ ഈക്വൽ ടു എത്രയാണെന്ന് കണ്ടുപിടിക്കാനേ ചോദ്യം വരും. മാക്സിമം ഐ വെച്ചുകൊണ്ട് പ്രോബ്ലം വരാൻ സാധ്യത വളരെ കുറവാണ്. ഞാൻ വേണമെങ്കിൽ ഒരൊറ്റ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യിച്ചു തരാം. അതിൽ പ്രത്യേകം ഏതാണ് സൊല്യൂട്ട് എന്ന് പറയും. ആ സൊല്യൂട്ട് ഡിസോസിയേറ്റ് ചെയ്യുകയാണെങ്കിലോ അസോസിയേറ്റ് ചെയ്യുകയാണെങ്കിലോ മാത്രം നിങ്ങൾ എന്തിട്ട് കൊടുത്താൽ മതി? ഐ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ അല്ലാത്ത പക്ഷം 4 കൊളീഗേറ്റീവ് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് 4 ഇക്വേഷനുകൾ ഉണ്ടാക്കിയില്ലേ, മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞിട്ട്. ആ ഇക്വേഷൻ വെച്ചുകൊണ്ട് പ്രോബ്ലം ചെയ്താൽ മതി. ഐ ഒന്നും വേണ്ടി വരത്തേയില്ല. ഐ സെപ്പറേറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യമായിട്ട് നമ്മുടെ ബോർഡ് എക്സാമിന് വരത്തുള്ളൂ. ക്ലാസ് ചാപ്റ്ററും കംപ്ലീറ്റ് ആയി തീർന്നിരിക്കുകയാണ്. ഈ കുറഞ്ഞ സമയം കൊണ്ട് ഈ +2 കെമിസ്ട്രിയിലെ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം താഴത്തെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. മുഴുവൻ ആളുകൾക്ക് ഞാൻ റിപ്ലൈ തരും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യം, ഒരു ലൈക്ക് ഇടുക, താഴത്തെ കമൻറ്റ് ബോക്സിൽ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്തുക. ഞാൻ മതിക്ക് നിർത്തുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കംപ്ലീറ്റ് കാര്യം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി വിചാരിക്കുന്നു. എന്തൊരു ഡൗട്ട്സ് ഞാൻ വീണ്ടും അടുത്ത ക്ലാസ്സിൽ അത് കിട്ടുന്ന ടോപ്പിക് വരാം. താങ്ക് യു.